നമസ്കാരം, എല്ലാവർക്കും എൻട്രി ആപ്പിലേക്ക് സ്വാഗതം. ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 കമ്പ്യൂട്ടർ സയൻസ് ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 എഞ്ചിനീയറിംഗ് കോളേജിലേക്കുള്ള ഈ ഒരു പോസ്റ്റിലേക്കുള്ള പരീക്ഷ PSC റീസെന്റ് ആയിട്ട് കണ്ടക്ട് ചെയ്തിരുന്നു. സോ ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു അനാലിസിസ്, ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. സോ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 091/2022. So first question, suppose there are 10 signals, each require 4000 Hertz, are multiplexed onto a single channel using FDM. Okay. So what is the minimum bandwidth required for the multiplexed channel? Assume that the guard bands are 400 Hertz wide. Okay. സോ ഇവിടെ ഒരു ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനകത്തെ ഓരോ സിഗ്നൽസിനും 4000 ഹേർട്സ് ആണ് വേണ്ടത്. മൊത്തം 10 സിഗ്നൽസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത്രയും ഈ 10 സിഗ്നൽസിന് ഒരു സിംഗിൾ FDM ചാനലിൽ നമ്മൾ ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എത്ര ആയിരിക്കും മിനിമം ബാൻഡ് വിഡ്ത്ത് വേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഗാർഡ് ബാൻഡ്സിന്റെ സൈസ് എന്ന് പറയുന്നത് 400 ഹേർട്സ് ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതെങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സോ നമുക്കറിയാം, ഒരു ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിനകത്ത് ഓരോ സിഗ്നൽസിന്റെ ഇടയിൽ ഒരു ഗാർഡ് ബാൻഡ്സ് ഉണ്ടാവും. സോ ഇവിടെ നമുക്ക് n സിഗ്നൽസ് ആണെന്നുണ്ടെങ്കിൽ n-1 ഗാർഡ് ബാൻഡ്സ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ കയ്യിൽ ഇവിടെ 10 സിഗ്നൽസ് ആണുള്ളത്. സോ എത്ര ഗാർഡ് ബാൻഡ്സ് ഉണ്ടായിരിക്കും? 9 ഗാർഡ് ബാൻഡ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഓരോ സിഗ്നലിനും എത്ര ഹേർട്സ് വേണം? 4000 ഹേർട്സ് വേണം. ഓരോ ഗാർഡ് ബാൻഡ്സിനും എത്രയാണ് അതിന്റെ സൈസ്? 400 ഹേർട്സ് ആണ്. ഓക്കെ, സോ മിനിമം ബാൻഡ് വിഡ്ത്ത് എത്രയായിരിക്കും? 10 × 4000, അതായത് 10 സിഗ്നൽസ്, ഓരോ സിഗ്നൽസിനും 4000 ഹേർട്സ് വെച്ച് വേണം. സോ അതിന്റെ ടോട്ടൽ കിട്ടാൻ 10 × 4000 പ്ലസ് 9 ഗാർഡ് ബാൻഡ്സ് ആണുള്ളത്. സോ 9 × 400. ഈ രണ്ട് ക്വാണ്ടിറ്റിയും കൂടെ ടോട്ടൽ ചെയ്താൽ നമുക്ക് 43,600 എന്നുള്ള ആൻസർ കിട്ടും. സോ that much hertz is the minimum bandwidth required. Okay, so option D ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Next question, what is the size of ARP request and ARP reply packet? ARP requestന്റെയും ARP reply packetന്റെയും സൈസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ 28 bytes ആണ്. സോ 28 bytes ആണ് ഓപ്ഷൻ സി. അതാണ് ഇതിന്റെ റൈറ്റ് ആൻസർ. റിക്വസ്റ്റിന്റെയും റിപ്ലൈ പാക്കറ്റിന്റെയും സൈസ് സെയിം ആണ്, ദാറ്റ് ഇസ് 28 bytes. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following switching services are appropriate for setting up? ഒന്ന് എ വോയിസ് കമ്മ്യൂണിക്കേഷൻ, രണ്ടാമത്തത് an ഇന്റർനെറ്റ് സർവീസ് റെസ്പെക്റ്റീവ്ലി. ഓക്കെ, അപ്പൊ രണ്ട് സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. സോ അതിനുവേണ്ടി ഏത് സ്വിച്ചിങ് സർവീസസ് ആണ് അപ്രോപ്രിയേറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ എ എന്ന് പറയുന്നത് പാക്കറ്റ് സ്വിച്ചിങ്, മെസ്സേജ് സ്വിച്ചിങ്. ഓപ്ഷൻ ബി പാക്കറ്റ് സ്വിച്ചിങ്, സർക്യൂട്ട് സ്വിച്ചിങ്. ഓപ്ഷൻ സി സർക്യൂട്ട് സ്വിച്ചിങ്, പാക്കറ്റ് സ്വിച്ചിങ്. ഓപ്ഷൻ ഡി സർക്യൂട്ട് സ്വിച്ചിങ്, മെസ്സേജ് സ്വിച്ചിങ്. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്, ഒരു വോയിസ് കമ്മ്യൂണിക്കേഷൻ അതുപോലെ വീഡിയോ കമ്മ്യൂണിക്കേഷൻ ഒക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് സർക്യൂട്ട് സ്വിച്ചിങ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഒരു ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പാക്കറ്റ് സ്വിച്ചിങ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇത് ഇതിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. സോ സർക്യൂട്ട് സ്വിച്ചിങ്, വോയിസ് കമ്മ്യൂണിക്കേഷൻ, വീഡിയോ കമ്മ്യൂണിക്കേഷൻ, അതിനൊക്കെ വേണ്ടി സർക്യൂട്ട് സ്വിച്ചിങ് യൂസ് ചെയ്യുന്നു. ഇന്റർനെറ്റ് പോലെയുള്ള സർവീസസിന് വേണ്ടിയിട്ട്, ഇന്റർനെറ്റ് സർവീസസിന് വേണ്ടിയിട്ട് നമ്മൾ പാക്കറ്റ് സ്വിച്ചിങ് യൂസ് ചെയ്യുന്നു. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. Which of the following specify WLAN security standard? So WLAN-ന്റെ സെക്യൂരിറ്റി സ്റ്റാൻഡേർഡ് IEEE ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ IEEE 802.11, ഓപ്ഷൻ ബി IEEE 802.11G, ഓപ്ഷൻ സി IEEE 802.11I, ഓപ്ഷൻ ഡി IEEE 802.11B. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. IEEE 802.11I ആണ് WLAN-ന്റെ, ഓക്കെ, വയർലെസ് ലാനിന്റെ സെക്യൂരിറ്റി സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്രിപ്റ്റോഗ്രഫിയിൽ നിന്നാണ്. ഇൻ ക്രിപ്റ്റോഗ്രഫി ദ ഫോളോയിങ് യൂസസ് ട്രാൻസ്പോസിഷൻ സൈഫർ ആൻഡ് ദ കീവേഡ് ഈസ് ലെയർ. എൻക്രിപ്റ്റ് ദ ഫോളോയിങ് മെസ്സേജ്, സ്പേസസ് ആർ ഒമിറ്റഡ് ഡ്യൂറിംഗ് എൻക്രിപ്ഷൻ. വെൽക്കം ടു നെറ്റ്വർക്ക് സെക്യൂരിറ്റി. ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? വെൽക്കം ടു നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഇതാണ് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ്. ഓക്കെ, സോ ഈ ഒരു പ്ലെയിൻ ടെക്സ്റ്റിനെ ട്രാൻസ്പോസിഷൻ
സൈഫർ യൂസ് ചെയ്തിട്ട്, ട്രാൻസ്പോസിഷൻ സൈഫർ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ സൈഫർ ടെക്സ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. സോ അങ്ങനെ കൺവേർട്ട് ചെയ്ത് കിട്ടുന്ന സൈഫർ ടെക്സ്റ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കീവേഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ലെയർ. ഇതാണ് ഇവിടുത്തെ കീവേഡ്, ലെയർ ആണ് ഇവിടുത്തെ കീവേഡ്. സോ ഇതെങ്ങനെയാ ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ഇവിടെ നമ്മുടെ കയ്യിൽ ഒരു കീവേഡ് തന്നിട്ടുണ്ട്. സോ ആ കീവേഡിന്റെ ലെങ്തിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ കീവേഡിനകത്ത് ലെയർ LAYER അങ്ങനെ 5 ലെറ്റേഴ്സ് ഉള്ള ഒരു കീവേഡാണ് തന്നിരിക്കുന്നത്. സോ ഇവിടെ നമ്മുടെ കയ്യിൽ 5 റോസ് കാണും. ഓക്കെ, 5 റോസ് കാണും. സോ ഈ 5 റോസ് അതുപോലെയുള്ള കോളംസും. ഓക്കെ, സോ 5 റോസ് ആൻഡ് 5 കോളംസ് ഉള്ള ഒരു മെട്രിക്സ് പോലെ നമ്മളൊരു ടേബിൾ പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ പ്ലെയിൻ ടെക്സ്റ്റിനെ അതിനകത്ത് നമ്മൾ എഴുതുകയാണ്. അതിനുശേഷം ഈ കീവേഡിനെ തന്നെ ബേസ് ചെയ്തിട്ടാണ് ബൈ കോളം വൈസ്, നമ്മൾ റോ വൈസ് ആണ് എഴുതുന്നത് പ്ലെയിൻ ടെക്സ്റ്റിനെ. അതിനുശേഷം കോളം വൈസ് നമ്മൾ ഇതിനെ റീഡ് ചെയ്തെടുക്കും. അങ്ങനെയാണ് ട്രാൻസ്പോസിഷൻ സൈഫർ വർക്ക് ചെയ്യുന്നത്. സോ ഈ പർട്ടിക്കുലർ എക്സാമ്പിളിൽ എങ്ങനെയാണെന്ന് ഞാൻ പറയാം. സോ ഇവിടെ നമ്മുടെ കയ്യിൽ കീവേഡ് ആയിട്ട് തന്നിട്ടുള്ളത് ലെയർ ആണ്. സോ ലെയറിന് 5 ലെറ്റേഴ്സ് ആണ് ഉള്ളത്. സോ 5 റോസ് ആയിരിക്കും ഉണ്ടാവുക. ഓരോ റോയ്ക്കും ലെങ്ത് എന്ന് പറയുന്നത് 5 ആയിരിക്കും. ഓക്കെ, സോ ലെങ്ത് 5 ആണ്. സോ ഓരോ റോയുടെയും ലെങ്ത് എന്ന് പറയുന്നത് 5 ആയിരിക്കും. ഇനി ഇവിടെ LAYER എന്ന് പറയുന്നത് ഇതിന്റെ ഓർഡർ, അതായത് ഇതിനെ നമ്മളൊരു നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഫബറ്റില് ഈ പറയുന്ന ലെറ്റേഴ്സ് വരുന്ന ഓർഡർ അനുസരിച്ച്, അതായത് നമുക്കറിയാം ഈ ടോട്ടൽ എടുത്ത് നോക്കുമ്പോൾ A എന്ന് പറയുന്നതാണ് ഇപ്പൊ നമ്മുടെ ആൽഫബറ്റ് സീരീസ് എടുത്ത് നോക്കുമ്പോൾ A ആണ് ആദ്യം വരിക അല്ലെ. അപ്പൊ നമ്മൾ A എന്നുള്ളതിന്റെ പൊസിഷനിൽ 1 ഇട്ടു. പിന്നെ നമ്മൾ ആൽഫബറ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് സീരീസ് എടുത്ത് നോക്കുമ്പോൾ പിന്നീട് വരുന്ന ലെറ്റർ E ആണ്. സോ ഇയുടെ അവിടെ നമ്മൾ 2 എന്നുള്ള നമ്പർ എഴുതി. ദെൻ പിന്നെ നമ്മൾ ലെറ്റർ നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് L ആണ് പിന്നെ വരുന്നത്. സോ എല്ലിന്റെ അവിടെ നമ്മൾ കറസ്പോണ്ടിംഗ്ലി 3 എഴുതി. പിന്നെ വരുന്ന ലെറ്റർ R ആണ്. സോ ആറിന്റെ അവിടെ 4 എന്ന് എഴുതി. ദെൻ ലാസ്റ്റ് വരുന്ന ലെറ്റർ ആണ് Y. സോ Yയുടെ അവിടെ 5 എന്ന് എഴുതി. ഓക്കെ, സോ നമുക്ക് 3, 1, 5, 2, 4 എന്ന് പറയുന്ന ഈ ഒരു നമ്പർ കിട്ടി. ഓക്കെ, സോ എങ്ങനെയാണ് കിട്ടിയത് മനസ്സിലായല്ലോ. ഈ ഒരു കീവേഡിൽ നിന്ന് ആ ആൽഫബറ്റ് വരുന്ന ഓർഡർ അനുസരിച്ച് നമ്മൾ അതിനെ നമ്പർ ചെയ്തു. ഓക്കെ, സോ നമുക്ക് 3, 1, 5, 2, 4 എന്ന് പറയുന്ന ഒരു കോഡ് അതിനകത്ത് നമ്മൾ ഡീകോഡ് ചെയ്തെടുത്തു. ഓക്കെ, സോ നമ്മുടെ ഇവിടുത്തെ പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത് വെൽക്കം ടു നെറ്റ്വർക്ക് സെക്യൂരിറ്റി എക്സ്ക്ലമേഷൻ മാർക്ക്. ഇതാണ് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മുടെ കയ്യിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? ലെയർ എന്ന് പറയുന്നതാണ്. സോ 5 ലെറ്റേഴ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഓരോ റോയുടെയും മാക്സിമം വിഡ്ത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഒരു റോനകത്ത് കൊള്ളാവുന്നത് 5 ആയിരിക്കും. സോ ഇവിടെ അങ്ങനെ 5 കോളംസ് ഉള്ള ഓരോ റോ ആയിട്ട് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുകയാണ്. സോ വെൽക്കം, അതിനുശേഷം റോ വൈസ് ആയിട്ട് എഴുതിയിരിക്കുകയാണ്. സോ വെൽക്കം WELCOME വെൽക്കം ടു നെറ്റ്വർക്ക് സെക്യൂരിറ്റി. മനസ്സിലായോ? സോ ആ ഒരു ഓർഡറിൽ ഞാൻ അതിനെ അങ്ങോട്ട് ആ ഒരു മെസ്സേജിനെ നേരെ നമ്മൾ അങ്ങ് എഴുതിയിരിക്കുകയാണ്. സോ അങ്ങനെ എഴുതി. അതിനുശേഷം പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കോഡ്, ഓക്കെ, നമ്മൾ ഈ ലെയർ എന്ന് പറയുന്നതിനെ കോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ കോഡ് ഞാൻ ഓരോന്നിന്റെ മുകളിൽ ടോപ്പിൽ എഴുതി വെച്ചു. 3, 1, 5, 2, 4 എന്ന് എഴുതി വെച്ചു. ഇനി നമ്മൾ കോളം വൈസ് റീഡ് ചെയ്യാൻ പോവാണ്. കോളം വൈസ് റീഡ് ചെയ്യാൻ പോവാ. അപ്പൊ 1 എന്ന് എഴുതിയിട്ടുള്ള കോളത്തിലെയാണ് ആ ഒരു കോളമാണ് ഫസ്റ്റ് റീഡ് ചെയ്യേണ്ടത്. സോ നമ്മുടെ സൈഫർ ടെക്സ്റ്റ് എങ്ങനെ വരും? എവിടുന്ന് തുടങ്ങും? WETSI ദെൻ 2 എന്ന് പറയുന്ന കോളം. ഓക്കെ, അപ്പൊ സൈഫർ ടെക്സ്റ്റിൽ കണ്ടോ WETSI ദെൻ പിന്നെ എന്ത് വരണം? COOCY ദെൻ തേർഡ് കോളം വായിക്കുക. തേർഡ് കോളം വൈസ് റീഡ് ചെയ്യുക. WMEKR ദെൻ ഫോർത്ത് കോളം റീഡ് ചെയ്യുക. ONRU എക്സ്ക്ലമേഷൻ മാർക്ക് ദെൻ ഫിഫ്ത് കോളം ഫൈനലി റീഡ് ചെയ്യുക. LTWET. സോ ഇതായിരിക്കും നമ്മുടെ കറസ്പോണ്ടിങ് എൻക്രിപ്റ്റഡ് മെസ്സേജ് അല്ലെങ്കിൽ സൈഫർ ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. സോ മനസ്സിലായോ? ഇങ്ങനെയാണ് ട്രാൻസ്പോസിഷൻ സൈഫർ യൂസ് ചെയ്തിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. സോ ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സ്പേസസ് ഒമിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ സ്പേസസ് എല്ലാം ഒമിറ്റ് ചെയ്ത് അതിന്റെ അവിടെ നമ്മൾ ഒന്നും ആഡ് ചെയ്യാതെ ഒമിറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു റോ വൈസ് നമ്മൾ അതിനെ എഴുതിയത്. ഓക്കെ, സോ ആൻസർ വരുന്നത് ഇതാണ്. സോ നിങ്ങളുടെ ഓപ്ഷൻ പറയുകയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്.
സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. UDP ഹെഡർ പോർട്ട് നമ്പർ, ആദ്യത്തെ ടേബിളിലെ എൻട്രീസ് നമുക്ക് വായിക്കാം. UDP ഹെഡർ പോർട്ട് നമ്പർ, Ethernet MAC address, IPv6 next header, TCP headers, sequence number. Okay. Then next B എന്ന് പറയുന്നതിനകത്ത് എൻട്രീസ് 48 bits, 8 bits, 32 bits, 16 bits. Okay. സോ ഇതിനെ മാച്ച് ചെയ്യണം. സോ ഇതിന്റെ ആൻസർ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. സോ എന്തൊക്കെയാ നോക്കാം. UDP ഹെഡർ പോർട്ട് നമ്പർ അത് എത്ര ബിറ്റ് ആണ് വരുന്നത്? സോ ദാറ്റ് ഇസ് 16 bits. 16 bits ആണ്. Then ഈതർനെറ്റ് മാക് അഡ്രസ്, ഒരു മാക് അഡ്രസ്, ഈതർനെറ്റ് മാക് അഡ്രസ് എത്ര ബിറ്റ് ആണ്? 48 ബിറ്റ് ആണ് ഒരു മാക് അഡ്രസ്. ഈതർനെറ്റ് മാക് അഡ്രസ് 48 ബിറ്റ്സ് ആണ് വരുന്നത്. ദെൻ IPv6 ഹെഡർ എന്ന് പറയുന്നത് 8 ബിറ്റ് ആണ്. IPv6 ഹെഡർ വരുന്നത്, നെക്സ്റ്റ് ഹെഡർ വരുന്നത് 8 ബിറ്റ് ആണ്. ദെൻ TCP ഹെഡർ സീക്വൻസ് നമ്പർ വരുന്നത് 32 ബിറ്റ് ആണ്. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ മാച്ചിങ്. സോ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. Next question, consider the following statements. First statement, port number of DHCP client is 67. Second statement, the DHCP employs a connectionless service model using user datagram protocol. Third statement, DHCP lease time is the amount of time in a network device can use an IP address in a network. 3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് DHCP-നെ പറ്റിയിട്ട്. ഈ DHCP-യുടെ പറ്റിയിട്ടുള്ള ഈ 3 സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെയാണ് ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. സോ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ഓക്കെ, കാരണം പോർട്ട് നമ്പർ ഓഫ് DHCP ക്ലയന്റ് എന്ന് പറയുന്നത് 68 ആണ്. 67 എന്ന് പറയുന്നത് DHCP സെർവറിന്റെ പോർട്ട് നമ്പർ ആണ്. അപ്പൊ 2 പോർട്ട് നമ്പർ ആണ് DHCP-ക്ക് ഉള്ളത്, 67ഉം 68ഉം. അതിൽ 67 എന്ന് പറയുന്നത് സെർവറിന്റെ ആണ്, 68 ആണ് ക്ലയന്റിന്റെ പോർട്ട് നമ്പർ. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. DHCP യൂസ് ചെയ്യുന്നത് ഒരു കണക്ഷൻലെസ് സർവീസ് ആണ്, അതുപോലെ UDP ആണ് യൂസ് ചെയ്യുന്നത്. ദിസ് ഇസ് എ റൈറ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, DHCP UDP ആണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇനി നെക്സ്റ്റ് DHCP ലീസ് ടൈം. ലീസ് ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് DHCP ഒരു നെറ്റ്വർക്ക് ഡിവൈസിന് കൊടുക്കുന്ന ഒരു IP അഡ്രസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു നെറ്റ്വർക്കിലേക്ക് പുതിയതായിട്ട് ഒരു ഡിവൈസ് വരുമ്പോൾ അതിന് ഒരു IP അഡ്രസ് പ്രൊവൈഡ് ചെയ്യുക. അതാണ് ബേസിക്കലി DHCP ചെയ്യുന്നത്. സോ അതൊരു പർട്ടിക്കുലർ ടൈമിലേക്ക് മാത്രം ആ ഒരു IP അഡ്രസ് വാലിഡ് ആവുക. ഓക്കെ, സോ ആ ഒരു നെറ്റ്വർക്കിലെ ആ ഒരു IP അഡ്രസ് എത്ര നേരം ഈ ഒരു ഡിവൈസിന് ഹോൾഡ് ചെയ്യാൻ പറ്റും, ആ ഒരു ടൈമിനെയാണ് ലീസ് ടൈം എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഈ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. Statement 3 is also right. Okay, so നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ സി. ഓൺലി 2 and 3 ആർ കറക്റ്റ്. 2ഉം 3ഉം മാത്രമാണ് കറക്റ്റ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. സോ ആ ഒരു എക്സ്പ്ലനേഷൻ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. DHCP-യുടെ ക്ലയന്റിന്റെ പോർട്ട് നമ്പർ 68ഉം DHCP സെർവറിന്റെ പോർട്ട് നമ്പർ 67ഉം ആണ്. ഓക്കെ, next question, a digital signature is required. Option A, for non-repudiation of communication by a sender. Option B, for email sending. Option C, for all DHCP server. Option D, for FTP transaction. നമുക്കറിയാം എന്തിനാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ എ, ഫോർ നോൺ റെപ്യൂഡിയേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ബൈ എ സെൻഡർ. ഇതിനു വേണ്ടിയാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. So next question വരുന്നത്, if the message contain only 1 bit and the network contains a single link, then the latency corresponds to the option A, transmission plus propagation delay plus queuing time plus processing time. Option B, transmission plus propagation delay. Option C, transmission time. Option D, propagation delay. സോ ആകെ ഒരു ബിറ്റും അതുപോലെ തന്നെ ഒരു സിംഗിൾ ലിങ്കും മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ലാറ്റൻസി എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി കറസ്പോണ്ട്സ് ടു പ്രൊപ്പഗേഷൻ ഡിലേ. അപ്പൊ അവിടെ ട്രാൻസ്മിഷനും ക്യൂയിങ്ങിനും ഒന്നും ഇമ്പോർട്ടൻസ് ഇല്ല. സോ പ്രൊപ്പഗേഷൻ ഡിലേനോട് മാത്രമായിരിക്കും കറസ്പോണ്ട് ചെയ്യുന്നത്. സോ ദ ലാറ്റൻസി കറസ്പോണ്ട്സ് ടു പ്രൊപ്പഗേഷൻ ഡിലേ. ഓക്കെ, സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, RG58 കാറ്റഗറി കേബിൾസ് ആർ യൂസ്ഡ് ഫോർ. RG58 എന്ന് പറയുന്ന കേബിൾസ് നമ്മൾ തിൻ ഈതർനെറ്റിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ വരുന്നത്. The protocol can connect together any inter-network of autonomous system using
Option A, bus topology. Option B, mesh topology. Option C, autonomous topology. Option D, arbitrary topology. So ഇന്റർനെറ്റ്വർക്ക് ഓഫ് ഓട്ടോണമസ് സിസ്റ്റംസ് ഇതിനെല്ലാം കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആർബിട്രറി ടോപ്പോളജി ആണ് യൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ICMP എറർ മെസ്സേജ്. ICMP എറർ മെസ്സേജിനെ പറ്റി 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതിൽ ട്രൂ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. Statement 1, no ICMP message will be generated for a datagram having a multicast address. Statement 2, no ICMP message will be generated for a fragmented datagram that is not the first fragment. Okay. So, ഈ 2 സ്റ്റേറ്റ്മെന്റും തന്നെ ട്രൂ ആണ്. ഓക്കെ, അതായത് മൾട്ടികാസ്റ്റ് അഡ്രസ് ഉള്ള ഒരു ഡാറ്റാഗ്രാമിന് നമ്മൾ ICMP മെസ്സേജ് ജനറേറ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഫ്രാഗ്മെന്റഡ് ഡാറ്റാഗ്രാം and that is not the first fragment. Fragmented datagram ആണ്, അതുപോലെ ഫസ്റ്റ് ഫ്രാഗ്മെന്റും അല്ലെങ്കിൽ അപ്പോഴും നമ്മൾ ICMP മെസ്സേജ് അവിടെ ജനറേറ്റ് ചെയ്യില്ല. ഈ 2 സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. ഓക്കെ, ICMP എറർ മെസ്സേജ് ജനറേറ്റ് ചെയ്യാത്ത 2 കേസുകളാണ് ഇത് രണ്ടും. ഈ 2 സിറ്റുവേഷൻസിലും ICMP എറർ മെസ്സേജ് നമ്മൾ ജനറേറ്റ് ചെയ്യില്ല. സോ 2 സ്റ്റേറ്റ്മെന്റ്സും ട്രൂ ആണ്. സോ ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് 1 and 2 are true. Next question, which one of the following statements is or are false with respect to SCTP protocol? SCTP പ്രോട്ടോകോളിനെ ബേസ് ചെയ്തിട്ടുള്ള 4 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. സോ ഇതിൽ ഏതൊക്കെയാണ് ഫാൾസ് എന്നാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, സ്ട്രീം കൺട്രോൾ ട്രാൻസ്മിഷൻ പ്രോട്ടോകോൾ SCTP, അതിന്റെ എക്സ്പാൻഷൻ ആണത്, ഇസ് എ ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോകോൾ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, SCTP is a connectionless protocol. Third statement, SCTP is a byte-oriented protocol. Fourth statement, SCTP is a full duplex connection. So option A പറയുന്നത് 1 and 2 are false. Option B പറയുന്നത് 2 and 3 are false. Option C പറയുന്നത് 1, 2 and 3 are false. Option D പറയുന്നത് 1, 2, 3 and 4 എല്ലാം false ആണെന്നാണ് പറയുന്നത്. സോ ഇതിന്റെ ആൻസർ എന്താണ്? ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? സ്ട്രീം കൺട്രോൾ ട്രാൻസ്മിഷൻ പ്രോട്ടോകോൾ SCTP ഇസ് എ ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോകോൾ. ഇതൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. SCTP എന്ന് പറയുന്നത് ഒരു ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോകോൾ ആണ്. ദാറ്റ് ഇസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, SCTP ഇസ് എ കണക്ഷൻലെസ് പ്രോട്ടോകോൾ. ഇത് ഫാൾസ് ആണ്. ഓക്കെ, സോ ദിസ് ഇസ് ബേസിക്കലി എ കണക്ഷൻ ഓറിയന്റഡ് പ്രോട്ടോകോൾ ആണ്. SCTP എന്ന് പറയുന്നത് ഒരു റിലയബിൾ കണക്ഷൻ ഓറിയന്റഡ് പ്രോട്ടോകോൾ ആണ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആണ്. ദെൻ SCTP is a byte-oriented protocol. ഈ സ്റ്റേറ്റ്മെന്റും ഫാൾസ് ആണ്. ബേസിക്കലി SCTP എന്ന് പറയുന്നത് ഒരു മെസ്സേജ് ഓറിയന്റഡ് പ്രോട്ടോകോൾ ആണ്. ഓക്കെ, സോ ഈ തേർഡ് സ്റ്റേറ്റ്മെന്റും ഫാൾസ് ആണ്. ദെൻ SCTP is a full duplex connection. That is true statement. Okay, സോ ഇവിടെ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും ഫോർത്ത് സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും തേർഡ് സ്റ്റേറ്റ്മെന്റും ഫാൾസ് ആണ്. സോ ഫാൾസ് സ്റ്റേറ്റ്മെന്റ്സ് ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ ഹിയർ. സോ ബേസിക്കലി SCTP എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോകോൾ. ഓക്കെ, ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോകോൾ ആണ്. റിലയബിൾ ഇൻ സീക്വൻസ് ട്രാൻസ്പോർട്ട് ഓഫ് ഡാറ്റയ്ക്ക് വേണ്ടിയിട്ടാണ് SCTP യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് എ കണക്ഷൻ ഓറിയന്റഡ് പ്രോട്ടോകോൾ. ഓക്കെ, അതുപോലെ തന്നെ ഫുൾ ഡ്യൂപ്ലെക്സ് അസോസിയേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ SCTP യൂസ് ചെയ്യുന്നത് മെസ്സേജ് ഓറിയന്റഡ് പ്രോട്ടോകോൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, UMTS എയർ ഇന്റർഫേസ് ഈസ് ബേസ്ഡ് ഓൺ Option A, SDMA. Option D, FDMA. Option C, TDMA. Option D, CDMA. So UMTS air interface is based on option D, CDMA. Next question. The data encryption standard DES has a function consisting of 4 steps. Which of the following is the correct order of these 4 steps? So ഇവിടെ ബേസിക്കലി ഒരു സിംഗിൾ റൗണ്ടിന്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആ ഒരു സിംഗിൾ റൗണ്ടിനകത്ത് നടക്കുന്ന 4 സ്റ്റെപ്പുകളുടെ ഓർഡർ, കറക്റ്റ് ഓർഡർ ആണ് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ പറയുന്നത് an expansion permutation, S box, an XOR operation, a straight permutation. Then option B പറയുന്നത് an expansion permutation, an XOR operation, S box, a straight permutation. Option C പറയുന്നത് a straight permutation, S box, an XOR operation, an expansion permutation.
ഓപ്ഷൻ ഡി പറയുന്നത് a straight permutation, an XOR operation, S box and an expansion permutation. So ഇതിന്റെ ആൻസർ വരുന്നത് ബേസിക്കലി ഓപ്ഷൻ ബി ആണ്. An expansion permutation, an XOR operation, S box and straight permutation. സോ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഒരു സിംഗിൾ റൗണ്ട് എന്ന് പറയുന്നത്. ഒരു സിംഗിൾ റൗണ്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ആദ്യം ഒരു എക്സ്പാൻഷൻ പെർമ്യൂട്ടേഷൻ ആണ് നടക്കുന്നത്. ഫസ്റ്റ് ഒരു എക്സ്പാൻഷൻ പെർമ്യൂട്ടേഷൻ നടക്കുന്നു, അതിനുശേഷം ഒരു XOR ഓപ്പറേഷൻ നടക്കുന്നു, അതിനുശേഷം എസ് ബോക്സ് വരുന്നു, അതിനുശേഷം സ്ട്രേറ്റ് പെർമ്യൂട്ടേഷൻ വരുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു ഓർഡർ ആണ് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു സിംഗിൾ റൗണ്ടിന്റെ എക്സ്പാൻഷൻ ആണിത്. സോ ഈ ഒരു ഫിഗർ ആണ് നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത്. ദിസ് ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Satellites used for telecommunication relay are kept in geostationary orbit. A satellite is used to be in such orbit when, first statement, the orbit is geosynchronous. Second statement, the orbit is circular. Third statement, the orbit lies in the plane of the Earth's equator. Fourth statement, the orbit is at an attitude of 22,236 kilometer. സോ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് ഏതൊക്കെയാണ് ട്രൂ സ്റ്റേറ്റ്മെന്റ്സ്? അതായത് ഒരു ടെലികമ്മ്യൂണിക്കേഷന്റെ സമയത്ത് ഒരു ജിയോ സ്റ്റേഷനറി ഓർബിറ്റിലാണ് നമ്മുടെ സാറ്റലൈറ്റ് ഉള്ളത് എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് മീൻസ് എന്താണ്? ദ ഓർബിറ്റ് ഈസ് ജിയോസിൻക്രണസ്, ദെൻ ദ ഓർബിറ്റ് ഈസ് സർക്കുലർ, then the orbit lies in the plane of earth equator. ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റ്സും ട്രൂ ആവുമ്പോഴാണ് ബേസിക്കലി ജിയോ സ്റ്റേഷനറി ഓർബിറ്റിലാണ് നമ്മുടെ സാറ്റലൈറ്റ് ആർ കെപ്റ്റ് ഇൻ ദ ജിയോ സ്റ്റേഷനറി ഓർബിറ്റ് എന്ന് പറയുമ്പോൾ ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് അവിടെ ട്രൂ ആവണം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിഫൈൻ ദ ടൈപ്പ് ഓഫ് ഫോളോയിങ് ഡെസ്റ്റിനേഷൻ അഡ്രസ്. ഫസ്റ്റ് അഡ്രസ് 4A, 30, 10, 20, 30, 4A. സെക്കൻഡ് 47, 20, 25, 3B, EF, BC. സി ഇവിടെ തന്നിരിക്കുന്ന എന്താണ്? രണ്ട് ഈതർനെറ്റ് അഡ്രസ്സുകളാണ് തന്നിരിക്കുന്നത്. സോ ഈ ഈതർനെറ്റ് അഡ്രസ്സുകൾ എന്ത് അഡ്രസ്സുകളാണ്? യൂണികാസ്റ്റ് അഡ്രസ് ആണോ, ബ്രോഡ്കാസ്റ്റ് അഡ്രസ് ആണോ എന്നൊക്കെ, മൾട്ടികാസ്റ്റ് അഡ്രസ് ആണോ എന്നൊക്കെയാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇതെങ്ങനെയാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക? നമുക്ക് നോക്കാം. സോ നമുക്കറിയാം ഒരു ഈതർനെറ്റ് അഡ്രസ് നമുക്ക് എഴുതുന്നത് നമ്മളെപ്പോഴും ഹെക്സാഡെസിമലിലാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഈ ഒരു അഡ്രസ് യൂണികാസ്റ്റ് അഡ്രസ് ആണോ അല്ലെങ്കിൽ മൾട്ടികാസ്റ്റ് അഡ്രസ് ആണോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഈ ഒരു ഫസ്റ്റ് ബിറ്റ് നോക്കുക. ഫസ്റ്റ് ആ ഒരു 8 ബിറ്റ്സ് നോക്കുക. സോ നമുക്കറിയാം 8 ബിറ്റ്സിൽ ഫസ്റ്റ് 4 ബിറ്റ്സിനെ ആയിരിക്കും ആദ്യത്തെ നമ്പർ ഡിനോട്ട് ചെയ്യുന്നത്, സെക്കൻഡ് 4 ബിറ്റ്സിനെ ആയിരിക്കും രണ്ടാമത്തെ നമ്പർ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ 4A എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 4 ബിറ്റിനെയാണ്. അപ്പൊ 0, 1, 0, 0 എന്നാണ് 4 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 10 ആണ് അല്ലെ? സോ 1, 0, 1, 0 ദാറ്റ് ഈസ് 10. ഓക്കെ, സോ ഇതാണ് 4A എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതറിയാലോ നിങ്ങൾക്ക്. സോ അതാണ് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ ഇവിടെ ഈ ഒരു ഫസ്റ്റ് 8 ബിറ്റ്സ് നോക്കാം. സോ ഫസ്റ്റ് 8 ബിറ്റ്സ് നോക്കണ്ട, സത്യം പറഞ്ഞാൽ ഈ ഫസ്റ്റ് ഇതിനകത്ത് ഈ സെക്കൻഡ് പോർഷൻ മാത്രം നോക്കുക. ഓക്കെ, സെക്കൻഡ് എലമെന്റ് മാത്രം നോക്കുക. ഓക്കെ, സോ ഈ സെക്കൻഡ് എലമെന്റിനകത്ത് ലാസ്റ്റ് ബിറ്റ്, ഓക്കെ, ലാസ്റ്റ് ബിറ്റ് 0 ആണെങ്കിൽ, ഓക്കെ, ഈ ഒരു ലാസ്റ്റ് ബിറ്റ് 0 ആണെങ്കിൽ ദാറ്റ് മീൻസ് ആ ഒരു അഡ്രസ് മൊത്തം യൂണികാസ്റ്റ് അഡ്രസ് ആണെന്ന് അർത്ഥം. ഓക്കെ, സോ ലാസ്റ്റ് ബിറ്റ് 1 ആണെങ്കിൽ ദെൻ ദാറ്റ് മീൻസ് ദാറ്റ് ഇസ് എ മൾട്ടികാസ്റ്റ് അഡ്രസ്. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മനസ്സിലാവും 4A എന്നുള്ള കേസിൽ ലാസ്റ്റ് ബിറ്റ് എത്രയാണ് വരുന്നത്? 0 ആണ് വരുന്നത്. ഓക്കെ, സോ 0 വരുന്നതുകൊണ്ട് ദിസ് അഡ്രസ് ഇസ് ഫസ്റ്റ് അഡ്രസ്, ഫസ്റ്റ് ഇതർനെറ്റ് അഡ്രസ് എന്തായിരിക്കും? യൂണികാസ്റ്റ് അഡ്രസ് ആണ്. ഇനി രണ്ടാമത്തെ കേസ് നോക്കുകയാണെങ്കിൽ 47 ആണ്. സോ 7 എന്നുള്ള നമ്പർ നിങ്ങൾ എഴുതുന്ന സമയത്ത് ലാസ്റ്റ് ബിറ്റ് എത്ര വരും? ലാസ്റ്റ് ബിറ്റ് 1 ആണ് വരിക. ഓക്കെ, സോ നമുക്ക് എഴുതി നോക്കാം. 0, 1, 0, 0 ദാറ്റ് ഇസ് 4 എന്നുള്ളത് നമ്മൾ അങ്ങനെ എഴുതി. 7 നമ്മൾ അങ്ങനെ എഴുതും 0, 1, 1, 1. ഇതാണ് 7 അല്ലെ? അപ്പൊ ഇവിടെ ലാസ്റ്റ് ബിറ്റ് എത്ര വന്നു? 1 വന്നു. ഓക്കെ, സോ 1 വരുന്ന സമയത്ത് നമുക്കറിയാം എന്താണ്? ദാറ്റ് അഡ്രസ് ഇസ് മൾട്ടികാസ്റ്റ്. ഓക്കെ, സോ തന്നിരിക്കുന്നതിൽ ആദ്യത്തെ അഡ്രസ് യൂണികാസ്റ്റും രണ്ടാമത്തെ അഡ്രസ് മൾട്ടികാസ്റ്റും ആണ്. ഇനി ഒരു വേറെ ഒരു ട്രിക്ക്, ഷോർട്ട് ട്രിക്ക് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇതുപോലെ നിങ്ങൾ ബൈനറിയിലേക്ക് എഴുതാൻ ഒന്നും നിൽക്കണ്ട, ഇത്ര മാത്രം നോക്കുക. ഈ 4A അത് ഈ A എന്ന് പറയുന്ന നമ്പർ, ഓക്കെ, അല്ലെങ്കിൽ ആ സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് ഓഡ് ആണോ ഈവൻ ആണോ എന്ന് നോക്കുക. ഇഫ് ഇറ്റ് ഈസ് എൻ ഓഡ്
ഓഡ് നമ്പർ. ഓഡ് നമ്പർ ആണെങ്കിൽ അഡ്രസ് മൾട്ടികാസ്റ്റ് ആയിരിക്കും. ഓക്കെ, മൾട്ടികാസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഈവൻ നമ്പർ ആണെങ്കിൽ ദെൻ ദാറ്റ് ഇസ് യൂണികാസ്റ്റ്. ഇപ്പൊ ഇവിടെ നോക്കുക, എ എന്ന് പറയുന്നതിന്റെ ഡെസിമൽ നമ്പർ എത്രയാണ്? 10 ആണ് അല്ലെ. സോ 10 ഇസ് എ ഈവൻ നമ്പർ. ഈവൻ നമ്പർ ആവുമ്പോ എന്തായി? യൂണികാസ്റ്റ് ആയി. ഓക്കെ, ഇവിടെ 7 എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണ് അല്ലെ. ഓഡ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? മൾട്ടികാസ്റ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ? സോ ആ ഒരു ട്രിക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ബൈനറിയിലേക്ക് ഒന്നും കൺവേർട്ട് ചെയ്യാൻ നിൽക്കണ്ട. ജസ്റ്റ് ഈ സെക്കൻഡ് പോർഷൻ, ആദ്യത്തെ ഒക്ടറ്റിനകത്തെ ആ ഒരു 8 ബിറ്റിനകത്തെ ആ ലാസ്റ്റ് 4 ബിറ്റ്, ആ 4 ബിറ്റിന്റെ ഡെസിമൽ നമ്പർ ഓഡ് ആണോ ഈവൻ ആണോ എന്ന് മാത്രം നോക്കുക. ഓഡ് ആണെങ്കിൽ then that is multicast, even ആണെങ്കിൽ then that is unicast. Okay, next question നോക്കാം. Consider the following statements. Statement 1, checksum field is present in both TCP header and UDP header. Statement 2, size of source port in a TCP header is 16 bytes. Okay, so ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ട്രൂ നമുക്ക് നോക്കണ്ടേ? സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ചെക്സം ഫീൽഡ് ഇസ് പ്രസന്റ് ഇൻ ബോത്ത് TCP ഹെഡർ ആൻഡ് UDP ഹെഡർ. സോ ഈ ചെക്സം എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ, ഓക്കെ, ചെക്സം എന്ന് പറയുന്നത് TCPയുടെ അകത്തും UDPയുടെ അകത്തും യൂസ് ചെയ്യുന്നുണ്ട്. സോ സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആണ്. ചെക്സം ഫീൽഡ് TCP ഹെഡറിലും UDP ഹെഡറിലും രണ്ടിലും നമുക്ക് യൂസ് ചെയ്യാം. സോ സ്റ്റേറ്റ്മെന്റ് 1 ഇസ് ട്രൂ. ഇനി സ്റ്റേറ്റ്മെന്റ് 2 നോക്കാം. സോഴ്സ് പോർട്ട് TCP ഹെഡറിനകത്ത് സോഴ്സ് പോർട്ടിന്റെ സൈസ് 16 ബൈറ്റ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ ബേസിക്കലി ആ ഒരു സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. ഓക്കെ, സോഴ്സ് പോർട്ടിന്റെ സൈസ് എന്ന് പറയുന്നത് 16 ബൈറ്റ്സ് ആണ് TCP ഹെഡറിനകത്ത്. ആ ഒരു സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. PSCയുടെ ആൻസർ കീയുടെ അകത്ത്, പ്രൊവിഷണൽ ആൻസർ കീ വന്നതിനകത്ത് ഓപ്ഷൻ എ ആണ് എടുത്തിരിക്കുന്നത്. അതായത് സ്റ്റേറ്റ്മെന്റ് 1 മാത്രമേ ട്രൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം രണ്ടും ട്രൂ ആണ്. സോ ബേസിക്കലി ശരിക്കുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. Next question, the message A5, which is in hexadecimal, is to be transmitted using the CRC polynomial x cube plus x plus 1. ഇത് x3 അല്ല, x raised to 3 ആണ്. x cube ആണ്. x cube plus x plus 1 ആണ്. ടൈപ്പിംഗിൽ വന്ന മിസ്റ്റേക്ക് ആണ്. ഓക്കെ, find the message that should be transmitted in hexadecimal. ഓക്കെ, സോ നമ്മുടെ കയ്യിലൊരു പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു മെസ്സേജ് ഉണ്ട്. A5 എന്ന് പറയുന്ന ഒരു മെസ്സേജ് ഹെക്സാഡെസിമലിലുള്ള ഒരു മെസ്സേജ് ആണ്. ഇതിൽ CRC അപ്ലൈ ചെയ്തിട്ട് ഈ പോളിനോമിയൽ x ക്യൂബ് പ്ലസ് x പ്ലസ് 1 എന്ന് പറയുന്ന പോളിനോമിയൽ യൂസ് ചെയ്തിട്ട്, CRC പോളിനോമിയൽ യൂസ് ചെയ്തിട്ട് CRC അപ്ലൈ ചെയ്ത് അയക്കുന്ന ആ ഒരു മെസ്സേജ് എന്താണ്, അത് തന്നെ ഹെക്സാഡെസിമലിനെ റെപ്രസെന്റ് ചെയ്തിട്ട് എന്താണ് ആ മെസ്സേജ് എന്നാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ C2C, ഓപ്ഷൻ ബി 5-2D, ഓപ്ഷൻ സി A1D, ഓപ്ഷൻ ഡി 36D. സോ ഇതിന്റെ ആൻസർ എങ്ങനെയാ വരുന്നത് നമുക്ക് നോക്കാം. സോ ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ള ഹെക്സാഡെസിമൽ മെസ്സേജിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ A5 എന്ന് പറയുന്ന മെസ്സേജിനെ നമ്മൾ ബൈനറിയിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ A എന്ന് പറയുന്ന 10നെ നമ്മൾ ബൈനറിയിൽ കൺവേർട്ട് ചെയ്തു. സോ 1010 എന്ന് കിട്ടി. ദെൻ ഈ 5നെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ 0101. ഓക്കെ, സോ ദാറ്റ് ഇസ് 5. സോ ഇത് ടോട്ടൽ ആണ് നമ്മുടെ മെസ്സേജ്. ഈ ഒരു A5ന്റെ കറസ്പോണ്ടിങ് ബൈനറി കൺവേർഷൻ ആണിത്. ഇനി CRC പോളിനോമിയൽ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഡിവൈസർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. സോ ഇവിടെ പോളിനോമിയൽ എത്രയാണ്? എക്സ് ക്യൂബ് പ്ലസ് എക്സ് പ്ലസ് 1 ആണ് നമ്മുടെ ഡിവൈസർ, നമ്മുടെ പോളിനോമിയൽ. ഇതിന്ന് ഡിവൈസർ എങ്ങനെ കണ്ടുപിടിക്കും? എക്സ് ക്യൂബ്. അപ്പൊ എക്സ് ക്യൂബിന്റെ ടേം നമ്മുടെ കയ്യിലുണ്ട്. സോ അവിടെ 1 ഇടുക. എക്സ് സ്ക്വയറിന്റെ ടേം ഈ പോളിനോമിയലിൽ ഉണ്ടോ? ഇല്ല. സോ അവിടെ 0 ഇടുക. ദെൻ എക്സിന്റെ ടേം പോളിനോമിയലിലുണ്ട്. സോ 1 ഇട്ടു. അതുപോലെ ഒരു കോൺസ്റ്റന്റ് ടേമും ഉണ്ട്. സോ അവിടെ 1 ഇട്ടു. ഓക്കെ, സോ ദിസ് ഇസ് ദ ഡിവൈസർ 1011. ഇതാണ് ഡിവൈസർ. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോസ് പാഡ് ചെയ്യണം. സോ ഈ ഒരു കേസിൽ 3 സീറോസ് ആണ് പാഡ് ചെയ്യേണ്ടത്. സോ നമ്മുടെ ആക്ച്വൽ മെസ്സേജ് ഇതിന്റെ കൂട്ടത്തിൽ നമ്മളൊരു 3 സീറോനും കൂടെ പാഡ് ചെയ്ത് വെച്ചു. അഡീഷണൽ ആയിട്ട് 3 ബിറ്റും കൂടെ 3 സീറോസും കൂടെ പാഡ് ചെയ്ത് വെച്ചു. ഇനി ഈ പറയുന്ന നമ്പറിനെ, ഓക്കെ, ഈ പറയുന്ന മെസ്സേജിനെ 1011 എന്ന് പറയുന്ന ഡിവൈസർ യൂസ് ചെയ്ത് ഡിവിഷൻ ആണ് പെർഫോം ചെയ്യേണ്ടത്. അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഡിവിഷൻ എന്ന് പറയുമ്പോൾ ബേസിക്കലി ഒരു എക്സോർ ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യുന്നത്. സോ നമ്മുടെ ആക്ച്വൽ മെസ്സേജ്, നമ്മുടെ ആ ഒരു സീറോസ് പാഡ് ചെയ്തിട്ടുള്ള ആ ഒരു ആക്ച്വൽ മെസ്സേജ് നമ്മളിവിടെ എഴുതി, താഴെ ഡിവൈസർ എഴുതി. ഇനി ഇവിടെ നോക്കുക നിങ്ങൾ,
സെയിം ബിറ്റ് ആണെങ്കിൽ, അതായത് 1 1 അല്ലെങ്കിൽ 0 0 ആണെങ്കിൽ അവിടെ 0 ആണ് റിസൾട്ട് ആയിട്ട് വരിക. ഡിഫറെന്റ് ആയിട്ടുള്ള ബിറ്റ്സ് ആണെങ്കിൽ 1 വരും. ഇപ്പൊ ഇവിടെ ആദ്യം നോക്കുക 1 1. ഓക്കെ, 1 1 സെയിം ആണ്, അപ്പൊ 0 വന്നു. എക്സോർ ഓപ്പറേഷൻ ആണ് ചെയ്യുന്നത്. 0 0 സെയിം ആണ്, സോ 0 വന്നു. 1 1 സെയിം ആണ്, രണ്ടും സെയിം ആണ്, സോ 0 വന്നു. ഇവിടെ നോക്കുക 0 1 രണ്ടും ഡിഫറെന്റ് ആണ് അല്ലെ. സോ അങ്ങനെ വരുന്ന കേസിൽ ഇവിടെ 1 റിസൾട്ട് ആയിരുന്നു. ഓക്കെ, സോ ഇപ്പൊ നമ്മുടെ കയ്യിൽ 1 മാത്രമാണ് ബാക്കിയുള്ളത്. ബാക്കി മുമ്പിലുള്ള സീറോസ് ഒക്കെ നമുക്ക് ഡിസ്കാർഡ് ചെയ്യാം. 1 മാത്രമാണ് ഉള്ളത്. ഇനി 3 ബിറ്റും കൂടെ നമുക്ക് വേണം, കാരണം നമ്മുടെ ഡിവൈസിൽ 4 ബിറ്റാണ്. സോ 3 ബിറ്റും കൂടെ ഈ മോളിൽ നിന്ന് നമ്മൾ എടുത്ത് താഴത്തേക്ക് എടുത്ത് എഴുതി. അതാണ് 0 1 0 എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അഗെയിൻ എക്സോർ ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. എക്സോർ ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോഴും നമുക്ക് 1 തന്നെ കിട്ടും. ഇനിയും നമുക്ക് 3 ബിറ്റും കൂടെ വേണം. സോ 3 ബിറ്റ് 1 0 0 എന്ന് പറയുന്ന 3 ബിറ്റും കൂടെ നമ്മൾ എടുത്ത് എഴുതി. അഗെയിൻ നമ്മൾ എക്സോർ പെർഫോം ചെയ്യാണ്. ഇവിടെ എക്സോർ പെർഫോം ചെയ്യുമ്പോൾ 1 1 1 എന്ന് കിട്ടി. സോ ഇവിടെ ഡിവൈസർ 4 ബിറ്റാണ്, അപ്പൊ ഒരു ബിറ്റും കൂടെ നമ്മൾ മുകളിൽ നിന്ന് എടുത്ത് എഴുതിയാൽ മതി. സോ ആ റിമൈനിങ് ആയിട്ടുള്ള 0 കൂടെ നമ്മൾ എടുത്ത് എഴുതി. ദെൻ അഗെയിൻ ഡിവൈസർ വെച്ച് നമ്മൾ എക്സോർ ഓപ്പറേഷൻ പെർഫോം ചെയ്യാണ്. പെർഫോം ചെയ്യുമ്പോൾ 1 1 0 0 1 ആണ്, അപ്പൊ ഇവിടെ 1 എന്ന് കിട്ടി. ദെൻ 1 1 0 എടുത്തു. ദെൻ 0 1 ഇവിടെ 1. സോ നമുക്ക് ഫൈനൽ ആൻസർ എന്താണ് കിട്ടുന്നത്? 1 0 1 ആണ് ഫൈനൽ നമുക്ക് ഡിവിഷൻ ചെയ്യുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, സോ ഇതാണ് ഈ 101 ആണ് നമ്മുടെ CRC കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആക്ച്വൽ മെസ്സേജ് ഉണ്ടല്ലോ, അതായത് സീറോസ് പാഡ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ആക്ച്വൽ മെസ്സേജ്, ആ ആക്ച്വൽ മെസ്സേജിന്റെ കൂടെ 101 കൂടെ പാഡ് ചെയ്തിട്ട്, സീറോസിന് പകരം 101 കൂടെ പാഡ് ചെയ്തിട്ടുള്ളതായിരിക്കും നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട മെസ്സേജ്. ഓക്കെ, സോ ആ 101 കൂടെ പാഡ് ചെയ്തിട്ട് നമ്മൾ ആ മെസ്സേജിനെ എടുത്ത് എഴുതി. ഇനി ഈ പറയുന്ന മെസ്സേജിൽ നമ്മൾ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് 4 ബിറ്റ്സ് നോക്കുകയാണെങ്കിൽ 1101 എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതിന്റെ ഹെക്സ് റെപ്രസെന്റേഷൻ D ആണ്. ദെൻ 0 0 0 1 0 ദാറ്റ് ഹെക്സ് റെപ്രസെന്റേഷൻ എന്താണ്? 2. ദെൻ ഇവിടെ 3 ബിറ്റേ ഉള്ളൂ, അപ്പൊ ഇവിടെ ഫ്രണ്ടിൽ ഒരു 0 കൂടെ ഇടുക. സോ 0 1 0 1 എന്ന് പറയുമ്പോൾ അതിന്റെ ഹെക്സ് റെപ്രസെന്റേഷൻ എന്ത് വരും? 5. ഓക്കെ, അപ്പൊ 52D ആണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട മെസ്സേജിന്റെ ഹെക്സാഡെസിമൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. സോ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് USART, മൈക്രോ കൺട്രോളർ, ഇന്ററപ്റ്റ് കൺട്രോളർ, DMA കൺട്രോളർ, UART. റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് 8251, 8051, 8259, 8257, 8250. സോ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതില് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഒരുപാട് കൺട്രോളേഴ്സിന്റെ നെയിംസ് ആണ്. ഓക്കെ, ഒരുപാട് കൺട്രോളേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് മെമ്മറി ചിപ്പുകളുടെ നമ്പേഴ്സ് ആണ്. ഓക്കെ, സോ കൺട്രോളേഴ്സിന്റെ കറസ്പോണ്ടിങ് മെമ്മറി ചിപ്പായിട്ട്, ആ ചിപ്പായിട്ട് മാപ്പ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ എന്താണ് ആൻസർ വരിക? സോ ഇത് വളരെ ഈസി ആയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സോ USARTയുടെ ചിപ്പ് നമ്പർ എത്രയാണ്? 8251 തന്നെയാണ്. ഓക്കെ, മൈക്രോ കൺട്രോളർ 8051 തന്നെയാണ്. അതുപോലെ ഇന്ററപ്റ്റ് കൺട്രോളർ എന്ന് പറയുന്നത് 8259 ആണ്. DMA കൺട്രോളർ 8257ഉം അതുപോലെ തന്നെ 8237ഉം DMA കൺട്രോളറിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. 8257ഉം 8237ഉം ഓക്കെ, DMA കൺട്രോളറിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ദെൻ UARTക്ക് വരുന്നതാണ് 8250. സോ ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് തന്നിരിക്കുന്നത്. സോ ഓപ്ഷൻ A ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ദ പ്രോസസിംഗ് സ്പീഡ് ഓഫ് പൈപ്പ്ലൈൻ സെഗ്മെന്റ്സ് ആർ. ഓപ്ഷൻ A ഈക്വൽ, ഓപ്ഷൻ B unequal, ഓപ്ഷൻ C കോൺസ്റ്റന്റ്, ഓപ്ഷൻ D increases initially and then attains constant value. അപ്പോ പ്രോസസിംഗ് സ്പീഡ്, ഓരോ പൈപ്പ് ലൈൻ സെഗ്മെന്റ്സിന്റെ പ്രോസസിംഗ് സ്പീഡ്സ് യൂഷ്വലി ദേ ആർ അൺഈക്വൽ. ഓക്കെ, പക്ഷെ നമുക്ക് എപ്പോഴും ഓൾവേസ് അൺഈക്വൽ എന്ന് പറയാൻ പറ്റില്ല. യൂഷ്വലി ദേ ആർ അൺഈക്വൽ. ഓക്കെ, സോ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ B ആണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് യൂഷ്വലി എന്നൊരു കണ്ടീഷൻ ഇവിടെ കൊടുത്തിട്ടില്ല. സോ എപ്പോഴും അൺഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. യൂഷ്വലി ദേ ആർ അൺഈക്വൽ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, number of flip-flop needed for mode 18 counter is. mode 18 കൗണ്ടറിന് വേണ്ടി എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണ്ടി വരുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മളത് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ഓപ്ഷൻ C 5 ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് മോഡ് 18 കൗണ്ടറിന് വേണ്ടി നമുക്ക് വേണ്ടി വരിക. ഓക്കെ,
So next question, what will happen when executing XCHG instruction? Option A, all flags are affected. Option B, only carry flag is affected. Option C, no flags are affected. Option D, all flags other than carry flags are affected. So നമുക്കറിയാം XCHG എന്ന് പറയുന്നത് ഒരു 8085 ഇൻസ്ട്രക്ഷൻ ആണ്. ഡാറ്റ ട്രാൻസ്ഫർ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ആണ്. രണ്ട് രജിസ്റ്റേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു 8085 ഇൻസ്ട്രക്ഷൻ ആണ് XCHG എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഈ ഒരു ഇൻസ്ട്രക്ഷൻ ഒരു ഫ്ലാഗിനെ പോലും എഫക്ട് ചെയ്യുന്നില്ല. അത് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഫ്ലാഗിനെ പോലും ബേസിക്കലി അത് എഫക്ട് ചെയ്യുന്നില്ല. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. നോ ഫ്ലാഗ്സ് ആർ അഫക്റ്റഡ്. Next question, most efficient to perform arithmetic operation on numbers is option A, 1's complement, option B, 2's complement, option C, 10's complement, option D, all of the above. So arithmetic operations, അങ്ങനത്തെ ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യാൻ അഡീഷൻ സബ്സ്ട്രാക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം സർക്യൂട്ട്സ് ഡിസൈൻ ചെയ്യാനും കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ഈസിയർ 2's complement റെപ്രസെന്റേഷൻ ആണ്. ഓക്കെ, സോ അരിത്തമെറ്റിക് ഓപ്പറേഷൻസിന് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ളത് 2's complement ആണ്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. IEEE single precision and double precision format to represent floating point number has. So single precision ആണെങ്കിൽ അത് 32 ബിറ്റും ഡബിൾ precision ആണെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെന്റ് ചെയ്യാൻ 64 ബിറ്റ്സും ആണ് വേണ്ടത്. സോ ഓപ്ഷൻ സി ആണ് ഇവിടത്തെ റൈറ്റ് ആൻസർ. Next question, simplified form of AB plus A bar C plus BC is. സോ എ ബാർ എന്നാണ് ഞാൻ എഴുതാൻ എളുപ്പത്തിന് വേണ്ടി കോംപ്ലിമെന്റ് ആയിട്ട് ഇട്ടിരിക്കുകയാണ്. നിങ്ങൾ ബാർ എന്ന് റീഡ് ചെയ്യായി. കോംപ്ലിമെന്റ് എന്ന് എഴുതിയിരിക്കുന്നത് എല്ലാം ശരിക്കും ഇങ്ങനെ എ ബാർ സി എന്നാണ് വരേണ്ടത്. ഓക്കെ, സോ ഞാൻ ടൈപ്പ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി കോംപ്ലിമെന്റ് ആയിട്ട് എ കോംപ്ലിമെന്റ് എന്ന് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. സോ ബാർ ആയിട്ട് നിങ്ങൾ റീഡ് ചെയ്യുക. സോ ഓപ്ഷൻ എ ബാർ ബി ബാർ പ്ലസ് എ ബി, ഓപ്ഷൻ ബി എ ബാർ സി പ്ലസ് എ ബി, ഓപ്ഷൻ സി എ സി ബാർ പ്ലസ് ബി, ഓപ്ഷൻ ഡി എ ബി ബാർ പ്ലസ് സി ബാർ. ഓക്കെ, സോ ഇത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. സോ ഇവിടെ നിങ്ങൾ അറിയേണ്ട ഒന്ന് രണ്ട് ലോസ് ഞാൻ ആദ്യം എഴുതാം. നമുക്കറിയാം എ പ്ലസ് എ ബാർ എന്ന് പറയുന്നത് എന്താണ്? എ പ്ലസ് എ ബാർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 അല്ലെ? എ പ്ലസ് എ ബാർ എന്ന് പറയുന്നത് 1 ആണ്. ഇനി വേറൊരു ലോ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് 1 പ്ലസ് എ എന്ന് പറഞ്ഞ എന്തായിരിക്കും? 1 plus a is always 1. Okay, 1 plus a is always 1. ഇനി വേറൊരു കാര്യം 1 into a. 1 into a എന്ന് പറഞ്ഞ എന്താണ്? 1 dot a. a എന്ന് പറഞ്ഞ എന്താണ് വരിക അവിടെ? Then that is a. Okay, so അതായത് a പ്ലസ് എ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ യൂണിയൻ എ ബാർ എന്നുള്ള ആ ഒരു ഫോം ആണ്. സോ എയും എയുടെ കോംപ്ലിമെന്റും കൂടെ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടും. യൂണിവേഴ്സൽ എന്നുള്ളൊരു ഫോമിൽ കിട്ടും. ദെൻ എ ഓർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്നിലും മതി. സോ നമുക്ക് യൂണിവേഴ്സൽ 1 എന്നാണ് ആൻസർ വരിക. ദെൻ 1 ഡോട്ട് എ എന്ന് പറഞ്ഞാൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ഏതാണ്? എ ആണ്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. സോ ഇവിടെ ഈ ഒരു ഫോർമുലാസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ സിംപ്ലിഫിക്കേഷൻ ചെയ്യുന്നത്. സോ ബേസിക്കലി നമ്മുടെ ഇക്വേഷൻ എന്താണ്? എ ബി പ്ലസ് എ ബാർ സി പ്ലസ് ബി സി. ഇതിനെയാണ് നമുക്ക് സിംപ്ലിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഈ ബി സി എന്നുള്ള ടേമിന്റെ കൂടെ ഞാൻ എ പ്ലസ് എ ബാറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓക്കെ, സോ എ പ്ലസ് എ ബാർ നമുക്ക് എന്താണെന്നറിയാം? 1 ആണെന്നറിയാം. ഓക്കെ, സോ ബി സിയുടെ കൂടെ ഞാൻ 1 മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് ബി സി തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, സോ എ പ്ലസ് എ ബാർ 1 ആണ്. സോ ബി സി ഡോട്ട് 1 എന്ന് എഴുതുന്നതിന് പകരം ഞാൻ എ പ്ലസ് എ ബാർ എന്ന് എഴുതി. സോ ബി സി ഡോട്ട് 1 എന്ന് എഴുതി കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ബി സി അല്ലെ? അത് ബി സി തന്നെയാണ്. ഈ 1 എന്ന് എഴുതുന്നതിന് പകരം അവിടെ എന്തെഴുതി? എ പ്ലസ് എ ബാർ എന്ന് എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആയല്ലോ? എന്നിട്ട് ഞാൻ അതിനെ എക്സ്പാൻഡ് ചെയ്തു. ഓക്കെ, അപ്പൊ എ ബി പ്ലസ് എ ബാർ സി അത് അങ്ങനെ തന്നെ നിൽക്കുന്നു. ദെൻ ഇതിനകത്തേക്ക് എടുത്തു. സോ എ ബി സി പ്ലസ് എ ബാർ ബി സി എന്നുള്ള ടേം കിട്ടി. ഓക്കെ, നൗ ഈ എ ബി സിനെയും എ ബിനെയും ഞാൻ ഒരുമിച്ച് എഴുതി. ഓക്കെ, ആ ടേംസ് അങ്ങനെ അറേഞ്ച് ചെയ്ത് എഴുതി. ദെൻ എ ബാർ സിനെയും എ ബാർ ബി സിനെയും അറേഞ്ച് ചെയ്ത് എഴുതി. ഈ ഫസ്റ്റ് 2 ടേമിൽ നിന്ന് എ ബി പുറത്തേക്ക് എടുത്തു. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? 1 പ്ലസ് സി എന്ന് കിട്ടി. അതുപോലെ ലാസ്റ്റ് 2 ടേംസിൽ നിന്ന് എ ബാർ സി കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. അപ്പോൾ അവിടെ
ബ്രാക്കറ്റിൽ 1 പ്ലസ് ബി എന്ന് കിട്ടി. നമുക്ക് 1 പ്ലസ് എന്ത് ടേമും അത് 1 പ്ലസ് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഫൈനൽ ആൻസർ? 1 ആണ് ആൻസർ. ഓക്കെ. സോ എ ബി ഇൻറ്റു 1 എന്ന് വരും. അതുപോലെ തന്നെ എ ബാർ സി ഇൻറ്റു 1 എന്ന് വരും. അപ്പോ ഏതൊരു ടേമും ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എന്താണ് ആൻസർ വരുന്നത്? ദാറ്റ് ടേം ഇറ്റ് സെൽഫ് അല്ലെ. അപ്പൊ എ ബി ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ ഫൈനൽ ആൻസർ എ ബി എന്ന് വരും. അതുപോലെ എ ബാർ സി ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ ഫൈനൽ ആൻസർ എന്ത് വരും? എ ബാർ സി തന്നെ വരും. ഓക്കെ. സോ ഇതിന്റെ സിംപ്ലിഫൈഡ് ഫോം എന്ന് പറയുന്നത് എ ബി പ്ലസ് എ ബാർ സി എന്നുള്ളതാണ് ഇതിന്റെ സിംപ്ലിഫൈഡ് ഫോം. ഓക്കെ. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. എ ബാർ സി പ്ലസ് എ ബി. സോ നെക്സ്റ്റ് ഒരു കോഡ് തന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതൊരു 8085 ഇൻസ്ട്രക്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഇതിന്റെ പ്രോഗ്രാം ഇതിന്റെ ഔട്ട്പുട്ട് കിട്ടാൻ വളരെ എളുപ്പമാണ്. ആദ്യം അതിന് നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം, ഈ ഔട്ട് ഇൻസ്ട്രക്ഷന്റെ വർക്കിംഗ് എങ്ങനെയാന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് വളരെ സിമ്പിൾ ആയിട്ട് ഈ പ്രോഗ്രാമിന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഈ ഔട്ട് ഇൻസ്ട്രക്ഷൻ എന്താ ചെയ്യുന്നത്? ബേസിക്കലി അക്യുമുലേറ്ററിനകത്തുള്ള കണ്ടന്റ് എന്താണോ അത് ഈ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന പോർട്ടിലേക്ക് പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഈ ഔട്ട് ഇൻസ്ട്രക്ഷൻ ചെയ്യുന്നത്. ഓക്കെ. സോ എന്താണ്? ഇറ്റ് ഔട്ട്പുട്ട്സ് ദ കണ്ടന്റ് ഇൻ ദ അക്യുമുലേറ്ററിലെ കണ്ടന്റ് എന്താണോ ടു ദ പോർട്ട് സ്പെസിഫൈഡ്. ഏത് പോർട്ടാണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് ആ പോർട്ടിലേക്ക് അക്യുമുലേറ്ററിലെ കണ്ടന്റ് എന്താണോ അതിനെ ഔട്ട്പുട്ട് ചെയ്യുക. ഇതാണ് ബേസിക്കലി ഈ ഔട്ട് എന്നുള്ള ഇൻസ്ട്രക്ഷൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത് എന്തായിരിക്കും? ബേസിക്കലി അക്യുമുലേറ്ററിലെ കണ്ടന്റ് ആയിരിക്കും ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. അപ്പൊ അക്യുമുലേറ്ററിൽ എന്ത് കണ്ടന്റ് വരുന്നു എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. സോ ഇവിടെ നിങ്ങൾ നോക്കുക, ആദ്യം ബിയിലേക്ക് 80H എന്ന് പറയുന്ന വാല്യൂ നമ്മൾ കൊടുക്കുന്നു. ബിയിലേക്ക് 80H വന്നു. ഓക്കെ. ദെൻ ആ ബിനകത്തുള്ള കണ്ടന്റ് നമ്മൾ എയിലേക്ക് മൂവ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് അക്യുമുലേറ്ററിലേക്ക് 80H എന്നുള്ള വാല്യൂ വന്നു. ഓക്കെ. അക്യുമുലേറ്ററിൽ 80H എന്നുള്ള വാല്യൂ വന്നു. ദെൻ അക്യുമുലേറ്ററിലെ കണ്ടന്റ് ഞാൻ സിയിലേക്ക് മൂവ് ചെയ്യുന്നു. സോ അതൊന്നും ബേസിക്കലി നമുക്ക് ഇനി ആവശ്യമില്ല. അക്യുമുലേറ്ററിലെ കണ്ടന്റ് എന്താണോ അതാണ് ഈ ഒരു പോർട്ട് 1 വരാൻ പോകുന്നത്. സോ അതാണ് അവസാനം ഔട്ട്പുട്ട് ചെയ്ത് വരാൻ പോകുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഔട്ട്പുട്ട് ഈക്വൽ ടു 80H. അക്യുമുലേറ്ററിലെ കണ്ടന്റ് 80H ആണ്. സോ അത് അതുപോലെ തന്നെ ഔട്ട്പുട്ട് ചെയ്ത് വരും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, how many 8-bit char can be transmitted per second over 7200 baud serial communication link using parity synchronous mode of transfer with 1 start bit, 9 data bits, 1 stop bit and 1 parity bit? Option A 600, option B 720, option C 800, option D 900. സോ ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സോ 7200 ബോർഡ് എന്ന് വെച്ചാൽ എന്താ അതിന്റെ മീനിങ്? ദാറ്റ് മീൻസ് ദാറ്റ് സീരിയൽ പോർട്ട് ഈസ് കേപ്പബിൾ ഓഫ് ട്രാൻസ്ഫറിങ് എ മാക്സിമം ഓഫ് 7200 ബിറ്റ്സ് പെർ സെക്കൻഡ്. അപ്പൊ 7200 ബിറ്റ്സ് പെർ സെക്കൻഡ് വരെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി, ഓക്കെ, ആ ഒരു കപ്പാസിറ്റിയാണ് ആ സീരിയൽ പോർട്ടിനുള്ളത് എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ. സോ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ബിറ്റ്സ്, എത്ര ബിറ്റ്സ് ഉണ്ട് നമുക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെയാന്ന് നോക്കാം. നമുക്കറിയാം ഒരു സ്റ്റാർട്ട് ബിറ്റ് ആന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 1 പ്ലസ് ഡാറ്റാ ബിറ്റ്സ് എത്രയാന്ന് പറഞ്ഞിരിക്കുന്നത്? 9 ബിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ പ്ലസ് 9. ദെൻ പാരിറ്റി ബിറ്റ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 1 ബിറ്റ് ആണ്. സോ പ്ലസ് 1. ദെൻ സ്റ്റോപ്പ് ബിറ്റ് 1 ആണ്. ഓക്കെ. സോ 1 ബിറ്റ്. സോ ടോട്ടൽ എത്ര ബിറ്റ്സ് കിട്ടി? നമുക്ക് 12 ബിറ്റ്സ് കിട്ടി. ഓക്കെ. അപ്പൊ നമുക്ക് 12 ബിറ്റ്സ് എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ number of 8-bit characters that can be transmitted per second. Per second നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്ന 8-bit characters എത്രയായിരിക്കും? നമുക്കറിയാം ടോട്ടൽ 7200 ബിറ്റ്സ് ആണ്. ദെൻ ഇവിടെ 12 ബിറ്റ്സ് ഉണ്ട്. സോ 7200 ഡിവൈഡഡ് ബൈ 12 വരുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 600. ഓക്കെ. സോ 600 ആണ് ദ നമ്പർ ഓഫ് 8-bit characters. സോ 600 8-bit charactersനെ നമുക്ക് ഒരു സെക്കൻഡിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. സോ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ 8085 മൈക്രോ പ്രൊസസർ ഹാസ് ഓപ്ഷൻ എ 8-bit address bus and 8-bit data bus, option B 16-bit address bus and 8-bit data bus, option C 16-bit address bus and 16-bit data bus, option D 8-bit address bus and 16-bit data bus. എന്താണ് ആൻസർ? ഓപ്ഷൻ ബി അല്ലെ, 16-bit address busഉം 8-bit data busഉം ആണ് 8085 മൈക്രോ പ്രൊസസറിനകത്തുള്ളത്.
സോ നെക്സ്റ്റ് നമുക്ക് 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതിനകത്ത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, സെലക്ട് ദ ട്രൂ സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, അൺലെസ് അനേബിൾഡ് CPU won't be able to process interrupt. Option B, loop instruction can be interrupted till they complete. Option C, a processor checks for interrupt before executing a new instruction. Option D, only level triggered interrupts are possible on microprocessors. So നമുക്ക് ഇതിൽ ഓരോ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ ബി നോക്കാം, ലൂപ്പ് ഇൻസ്ട്രക്ഷൻസ് കാൺ ബി ഇന്ററപ്റ്റഡ് ടിൽ ദേ കംപ്ലീറ്റ്. നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല, കാരണം ഏതൊരു ഇൻസ്ട്രക്ഷനെയും നമുക്ക് ഇന്ററപ്റ്റ് ചെയ്യാൻ പറ്റും. സോ ലൂപ്പ് ഇൻസ്ട്രക്ഷനെ നമുക്ക് അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഒന്നും ഇല്ല. സോ ലൂപ്പ് ഇൻസ്ട്രക്ഷനെ നമുക്ക് ഇന്ററപ്റ്റ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് എ false statement. Okay, then next statement നോക്കാം. A processor checks for interrupt before executing a new instruction. സോ ബേസിക്കലി ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ അല്ല, ഒരു ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുന്നതിന് മുന്നേ ആണ് ബേസിക്കലി ഒരു പ്രോസസ്സർ ഇന്ററപ്റ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ അല്ല, ഫെച്ച് ചെയ്യുന്നതിന് മുന്നേ ആണ്. ഓക്കെ, സോ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റും ഫാൾസ് ആണ്. ദെൻ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഓൺലി ലെവൽ ട്രിഗേർഡ് ഇന്ററപ്റ്റ്സ് ആർ പോസിബിൾ ഓൺ മൈക്രോ പ്രോസസേഴ്സ്. നമുക്കറിയാം എഡ്ജ് ട്രിഗേർഡ് ഇന്ററപ്റ്റും ഉണ്ട്, ലെവൽ ട്രിഗേർഡ് ഇന്ററപ്റ്റും ഉണ്ട്. ഓക്കെ, സോ ലെവൽ ട്രിഗേർഡ് ഇന്ററപ്റ്റ്സ് മാത്രമാണുള്ളത് എന്ന് പറയുന്നതും ഫാൾസ് ആണ്. ഓക്കെ, എഡ്ജ് ട്രിഗേർഡ് ഉണ്ട്. ഇനി ഓപ്ഷൻ എ, ദാറ്റ് ഇസ് ട്രൂ സ്റ്റേറ്റ്മെന്റ്. എനേബിൾ ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, CPU won't be able to process interrupt. This is a true statement. Unless enabled, CPU won't be able to process interrupt. ഇതൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ക്വസ്റ്റ്യനകത്ത് നമ്മുടെ അടുത്ത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. സോ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, RST7 ഇൻസ്ട്രക്ഷൻ ഇൻ 8085 മൈക്രോപ്രോസസർ ഈസ് ഇക്വലന്റ് ടു. സോ ഈ RST7 എന്ന് പറയുന്നത് ഒരു വെക്ടേർഡ് ഇൻസ്ട്രക്ഷൻ ആണ്. 8085-നകത്തുള്ള ഒരു സോഫ്റ്റ്വെയർ ബേസ്ഡ് ഇന്ററപ്റ്റ് ആണ്. ദാറ്റ് ഈസ് ഓൾസോ എ വെക്ടേർഡ് ഇന്ററപ്റ്റ്. ഓക്കെ, ഒരു വെക്ടേർഡ് ഇന്ററപ്റ്റ് ആണിത്. സോ ഒരു ഇന്ററപ്റ്റ് നമ്മൾ മൈക്രോ പ്രോസസർ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുക? അതിന്റെ ഒരു മെമ്മറി ഉണ്ട്. ആ മെമ്മറി പർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനിൽ നിന്നാണ് ഈ ഒരു ഇന്ററപ്റ്റിന്റെ ഇൻസ്ട്രക്ഷൻസിന് നമ്മുടെ മൈക്രോ പ്രോസസർ എന്ത് ചെയ്യുന്നത്, അവിടെ നിന്നാണ് എക്സിക്യൂഷൻ ബിഗിൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ RST7 എന്ന് പറയുന്ന ഈ വെക്ടേർഡ് ഇന്ററപ്റ്റിന്റെ മെമ്മറി ലൊക്കേഷൻ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആ മെമ്മറി ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഈ മെമ്മറി ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ ബേസിക്കലി ഈ 7 എന്ന് ഉദ്ദേശിക്കുന്നത് വെക്ടർ നമ്പർ ആണ്. ഓക്കെ, സോ ഈ വെക്ടർ നമ്പർ അപ്പൊ നമ്മളത് ഐഡന്റിഫൈ ചെയ്യാൻ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ ഇക്വേഷൻ ഇങ്ങനെയാണ്, വെക്ടർ നമ്പർ ഇൻറ്റു 8. ഓക്കെ, സോ 7 into 8 നമുക്ക് എന്ത് കിട്ടും? 7 into 8 is equal to 56 എന്ന് കിട്ടും. ഓക്കെ, സോ ഈ 56ന്റെ ഹെക്സാഡെസിമൽ റെപ്രസെന്റേഷൻ, അതിന്റെ ഹെക്സാഡെസിമൽ റെപ്രസെന്റേഷൻ, ഇത് ഒരു ഡെസിമൽ വാല്യൂ ആണ്. ഇതിന്റെ ഹെക്സാഡെസിമൽ റെപ്രസെന്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് 38H എന്നാണ് ഇതിന്റെ ഹെക്സ് റെപ്രസെന്റേഷൻ വരുന്നത്. സോ ഇതായിരിക്കും ഈ പറയുന്ന വെക്ടേർഡ് ഇന്ററപ്റ്റ് RST7 എന്ന് പറയുന്ന ഈ 8085-ന്റെ ഈ ഒരു വെക്ടേർഡ് ഇന്ററപ്റ്റിന്റെ മെമ്മറി ലൊക്കേഷൻ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ഡി അതാണ് ഇതിന്റെ റൈറ്റ് ആൻസർ. ഓക്കെ, സോ RST ഇൻസ്ട്രക്ഷൻ ഇൻ 8085 മൈക്രോ പ്രോസസർ ഈസ് ഈക്വലന്റ് ടു കോൾ 0038H. അതായത് ആ ഒരു മെമ്മറി ലൊക്കേഷനിലേക്ക് കോള് പോയിട്ട് അവിടുന്നാണ് എക്സിക്യൂഷൻ ബിഗിൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പെർഫോമൻസ് ഓഫ് പൈപ്പ്ലൈൻഡ് പ്രോസസർ സഫേഴ്സ് ഇഫ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, pipeline stages have different delays. Second statement, instructions depend on each other. Third statement, stages share hardware resources. Okay, so ഒരു പൈപ്പ്ലൈൻഡ് പ്രോസസേഴ്സിന്റെ പെർഫോമൻസ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് അത് സഫർ ചെയ്യാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതൊക്കെ പെർഫോമൻസ് ഡിക്ലൈൻ ചെയ്യാൻ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, പൈപ്പ്ലൈൻ സ്റ്റേജസ് ഹാവ് ഡിഫറെന്റ് ഡിലേസ്. ഓരോ സ്റ്റേജസിനും ഡിഫറെന്റ് ഡിലേ ആണെങ്കിൽ പെർഫോമൻസിനെ അത് ബാധിക്കും. ഇത് ട്രൂ ആണ്. ദെൻ ഇൻസ്ട്രക്ഷൻസ് ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ. കോൺസിക്യൂട്ടീവ് ഇൻസ്ട്രക്ഷൻസ് പരസ്പരം ഡിപ്പെൻഡന്റ് ആണെങ്കിൽ അതും പെർഫോമൻസിനെ ബാധിക്കും. ദെൻ സ്റ്റേജസ് ഷെയർ ഹാർഡ്വെയർ റിസോഴ്സസ്. ഈ ഡിഫറെന്റ് സ്റ്റേജസ് ഹാർഡ്വെയർ റിസോഴ്സസിനെ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതും
പെർഫോമൻസിനെ, പൈപ്പ് ലൈൻ പ്രൊസസറിന്റെ പെർഫോമൻസിനെ ബാധിക്കും. അപ്പൊ ഈ 3 കാര്യങ്ങളും 3 സ്റ്റേറ്റ്മെന്റ്സും ട്രൂ ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. So next question, in 8085 microprocessor, flags affected by arithmetic operations is. So ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് ഒട്ടുമിക്ക ഫ്ലാഗ്സിനെ അത് എഫക്ട് ചെയ്യും. ഓക്കെ, സോ നമുക്കറിയാം ഓക്സിലറി ക്യാരി ഫ്ലാഗ്, ഓപ്ഷൻ എ പറയുന്നത് ഓക്സിലറി ക്യാരി ഫ്ലാഗ് ആണ്. ഓപ്ഷൻ ബി പറയുന്നത് ഓക്സിലറി ക്യാരി ഫ്ലാഗ്, അതുപോലെ ക്യാരി ഫ്ലാഗ്. ഓപ്ഷൻ സി പറയുന്നത് സീറോ ഫ്ലാഗ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന എല്ലാ ഫ്ലാഗ്സിനെയും അരിത്തമെറ്റിക് ഓപ്പറേഷൻ എഫക്ട് ചെയ്യും. ഓക്സിലറി ക്യാരി ഫ്ലാഗ്, സീറോ ഫ്ലാഗ്, എല്ലാത്തിനെയും തന്നെ അരിത്തമെറ്റിക് ഓപ്പറേഷൻ എഫക്ട് ചെയ്യും. ഓക്കെ, സോ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ 8086 microprocessor can access option A 2^16 bytes of memory, option B 2^20 bytes of memory, option C 2^32 bytes of memory, ഓപ്ഷൻ ഡി 2^24 bytes of memory. സോ ബേസിക്കലി ഒരു 8086-നകത്ത് അഡ്രസ് ബസിന്റെ സൈസ് എന്ന് പറയുന്നത് 20 ബിറ്റ്സ് ആണ്. ഓക്കെ, 20 ബിറ്റ്സ് ആണ് അഡ്രസ് ബസിന്റെ സൈസ്. ഓക്കെ, സോ 20 ബിറ്റ്സ് ആവുമ്പോൾ 2:20 മെമ്മറി ലൊക്കേഷൻസിനെ ആക്സസ് ചെയ്യാൻ സാധിക്കും 8086 മൈക്രോപ്രൊസസറിന്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, following statements are given. First statement, counters are sequential circuits. Second statement, gate is an example of combinational logic. സോ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ഏതാണ്, ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നൊക്കെ ഐഡന്റിഫൈ ആണ് ചോദിച്ചിരിക്കുന്നത്. കൗണ്ടേഴ്സ് ആർ സീക്വൻഷ്യൽ സർക്യൂട്ട്സ്, ദിസ് ഇസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ് അല്ലെ, ഇതൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഗേറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് കോമ്പിനേഷൻ ലോജിക്, നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല, ഗേറ്റ് നമുക്കൊരു കോമ്പിനേഷൻ ലോജിക്കിന്റെ എക്സാമ്പിൾ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. സോ ഇതൊരു ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സീക്വൻഷ്യൽ, കൗണ്ടേഴ്സ് ഒരു സീക്വൻഷ്യൽ സർക്യൂട്ട് ആണ്, ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. സോ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അസേർഷനും റീസണും ആണ് തന്നിരിക്കുന്നത്. സോ അസേർഷൻ പറഞ്ഞിരിക്കുന്നത്, ഇഫ് മോർ ദാൻ വൺ ഇൻപുട്ട് ഇൻ എൻ എൻകോഡർ ഈസ് ആക്റ്റീവ് ഹൈ, then it produce an output that may not be the correct code. Reason, assigning priorities to each input of encoder solves the issue. സോ നിങ്ങൾ നോക്കുക, ഇത് ബേസിക്കലി എൻകോഡേഴ്സിന്റെ ഒരു ഇഷ്യൂ ആണ്, വരുന്ന ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. അതായത് ഒന്നിലധികം ഇൻപുട്ട്, എൻകോഡറിന്റെ ഒന്നിലധികം ഇൻപുട്ട് ഹൈ ആയി കഴിഞ്ഞാൽ ദെൻ ഔട്ട്പുട്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് കറക്റ്റ് ആയിട്ട് വരണമെന്നില്ല. ഓക്കെ, ഇതൊരു പ്രോബ്ലം ആണ്. ഇതിന്റെ സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ പ്രയോറിറ്റി എൻകോഡർ കൊണ്ടുവന്നത്. ഓക്കെ, അതായത് ഓരോ ഇൻപുട്ട് ലൈൻസിനും നമ്മൾ പ്രയോറിറ്റി അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിലധികം ഇൻപുട്ട് ഹൈ ആയി കഴിഞ്ഞാലും, ഇൻപുട്ട് ലൈൻസ് ഹൈ ആയി കഴിഞ്ഞാലും ഹയർ പ്രയോറിറ്റി ഉള്ള ആളെയായിരിക്കും ആ ഇൻപുട്ട് ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, സോ അപ്പൊ ഔട്ട്പുട്ടിൽ പ്രശ്നം വരില്ല. സോ ഇതിന്റെ ഈ ഒരു പ്രോബ്ലത്തിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയാണ് പ്രയോറിറ്റി എൻകോഡർ നമ്മൾ കൊണ്ടുവന്നത്. സോ ബേസിക്കലി ഈ പറയുന്ന അസേർഷന്റെ റീസൺ അല്ല ഈ താഴെ തന്നിരിക്കുന്നത്. ഓക്കെ, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് ആണ്, പക്ഷെ ഇതിന്റെ റീസൺ അല്ല ഇത്. ഓക്കെ, സോ ബേസിക്കലി ഇതിന്റെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി ആണ്. റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ അസേർഷൻ, ബട്ട് അസേർഷൻ ഈസ് ട്രൂ. ഇതാണ് ശരിക്കും ആൻസർ വരേണ്ടത്. പക്ഷെ PSCയുടെ ആൻസർ കീയുടെ അകത്ത് ഓപ്ഷൻ എ ആണ് വന്നിരിക്കുന്നത്, ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ഫോൾസ്. പക്ഷെ ഇത് തെറ്റാണ്. രണ്ടും ശരിക്കും പറഞ്ഞ ട്രൂ ആണ്. അസേർഷനും ട്രൂ ആണ്, റീസണും ട്രൂ ആണ്. ഓക്കെ, സോ പക്ഷെ ഈ അസേർഷന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അല്ല ബേസിക്കലി ഈ റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ സൊല്യൂഷൻ ആണ് താഴെ തന്നിരിക്കുന്ന റീസൺ. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്, ഏതാണ് റോങ് എന്നാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. സ്റ്റേറ്റ്മെന്റ് 1, എ സ്വിച്ച് ടെയിൽ റിംഗ് കൗണ്ടർ കണക്ട്സ് ദ കോംപ്ലിമെന്റ് ഓഫ് ദ ഔട്ട്പുട്ട് ഓഫ് ദ ലാസ്റ്റ് ഷിഫ്റ്റ് രജിസ്റ്റർ ടു ദ ഇൻപുട്ട് ഓഫ് ദ ഫസ്റ്റ് രജിസ്റ്റർ. സ്റ്റേറ്റ്മെന്റ് 2, അറൌണ്ട് ദ റിംഗ് ഇറ്റ് സർക്കുലേറ്റ്സ് എ സ്ട്രീം ഓഫ് വൺസ് ഫോളോഡ് ബൈ സീറോസ്. സോ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഓക്കെ, സ്വിച്ച് ടെയിൽ റിംഗ് കൗണ്ടറിനകത്ത് ബേസിക്കലി എന്താണ്, ലാസ്റ്റ് ഷിഫ്റ്റ് രജിസ്റ്ററിന്റെ ഔട്ട്പുട്ടിന്റെ കോംപ്ലിമെന്റ് എന്താണോ അതാണ് ഫസ്റ്റ് രജിസ്റ്ററിലേക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. അങ്ങനെയാണ് അതിന്റെ ഒരു കണക്ഷൻ. ഓക്കെ, അതുപോലെ തന്നെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ എന്താ പറയുന്നത്, ആദ്യം സ്ട്രീംസ് ഓഫ് വൺസും അതിനുശേഷം
സീറോസും അങ്ങനെയാണ് ഇതിൽ സർക്കുലേറ്റ് ചെയ്യുന്നത്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. ഓക്കെ, ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. സോ ഈ സ്വിച്ച് ടെയിൽ റിംഗിന് പറയുന്ന മറ്റു പേരുകളാണ് ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ, അതുപോലെ വാക്കിംഗ് റിംഗ് കൗണ്ടർ, അല്ലെങ്കിൽ ജോൺസൺ കൗണ്ടർ. ജോൺസൺ കൗണ്ടർ എന്നായിരിക്കും നിങ്ങൾ കൂടുതൽ കേട്ടിട്ടുണ്ടായിരിക്കുക. ഓക്കെ, സോ ജോൺസൺ കൗണ്ടർ, ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ, സ്വിച്ച് ടെയിൽ റിംഗ് കൗണ്ടർ, ഇതെല്ലാം വാക്കിംഗ് റിംഗ് കൗണ്ടർ, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഓക്കെ, സോ അതിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് കണക്ട്സ് ദ കോംപ്ലിമെന്റ് ഓഫ് ഔട്ട്പുട്ട് ഓഫ് ദ ലാസ്റ്റ് ഷിഫ്റ്റ് രജിസ്റ്റർ ടു ദ ഇൻപുട്ട് ഓഫ് ഫസ്റ്റ് രജിസ്റ്റർ. മനസ്സിലായോ? ലാസ്റ്റ് ഷിഫ്റ്റ് രജിസ്റ്ററിന്റെ ഔട്ട്പുട്ട് എന്താണോ അതിന്റെ കോംപ്ലിമെന്റിനെയാണ് ബേസിക്കലി ഫസ്റ്റ് രജിസ്റ്ററിലേക്ക് കണക്ട് ചെയ്യുന്നത്, അതിന്റെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. ഇനി ഇത് സർക്കുലേറ്റ് ചെയ്യുന്നത് എന്താണ്? ആദ്യം സ്ട്രീംസ് ഓഫ് വൺസും ഫോളോഡ് ബൈ സ്ട്രീംസ് ഓഫ് സീറോസും, അങ്ങനെയാണ് റിംഗിലൂടെ നമ്മൾ സർക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് among the following the minimum number of JK flip-flop required to construct a synchronous counter with count sequence 0 0 1 1 2 2 3 3 അങ്ങനെ 0 0 വീണ്ടും അങ്ങനെ കൗണ്ട് ചെയ്ത് പോകണം. ഓക്കെ, സോ ഈ ഒരു സീക്വൻസ് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര മിനിമം JK ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് വേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം സീറോനെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് 2 ബിറ്റ് വേണം അല്ലെ, 0 0. ഓക്കെ, ദെൻ 1 റെപ്രസെന്റ് ചെയ്യുന്നത് 0 1, 2 റെപ്രസെന്റ് ചെയ്യാൻ 1 0, 3 റെപ്രസെന്റ് ചെയ്യാൻ 1 1. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സീക്വൻസ് വരേണ്ടത്? 2 പ്രാവശ്യം 0 വരണം. അപ്പൊ 0 0 2 പ്രാവശ്യം വരണം, ദെൻ 0 1 2 പ്രാവശ്യം വരണം, 1 0 2 പ്രാവശ്യം വരണം, 1 1 2 പ്രാവശ്യം വരണം. ഓക്കെ, അപ്പൊ ഇതിൽ 2 പ്രാവശ്യം 0 0 വരുന്നുണ്ട്. അപ്പൊ ഈ 2 ഇൻപുട്ടുകളെ നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനപ്പുറം നമ്മൾ ഒരു ബിറ്റും കൂടെ യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഒരെണ്ണം ആദ്യം 0 ആണെങ്കിൽ ദെൻ ഒരെണ്ണം 1. ഓക്കെ, അപ്പൊ ഈ സീറോസിനെ രണ്ടിനെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തേർഡ് ബിറ്റും കൂടെ എടുത്തു. അതിൽ 0 1 നമ്മൾ 2 വാല്യൂ കൊടുക്കുന്നതോടുകൂടി ഇതെല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആയി അല്ലെ. അപ്പൊ 000 ആണെങ്കിൽ ആദ്യത്തെ സീറോനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, അതുപോലെ 100 ആണെങ്കിൽ രണ്ടാമത്തെ സീറോനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നു. ഓക്കെ, സോ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് മൂന്നാമതൊരു ബിറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതേപോലത്തെ മൂന്നാമത്തെ ബിറ്റ് ഈ പറയുന്ന എല്ലാത്തിനും നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, സോ അങ്ങനെ നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് എല്ലാ ഇൻപുട്ടുകളെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെ മൊത്തത്തിൽ എത്ര ബിറ്റ് ഇപ്പൊ നമുക്ക് ആവശ്യമുണ്ട്? ഈ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ 3 ബിറ്റ് ആണ് ആവശ്യമായിട്ടുള്ളത്. സോ എത്ര ബിറ്റ് ആണോ ആവശ്യം അത്രയും നമ്പർ ഓഫ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിരിക്കും നമുക്ക് ഒരു സിങ്ക്രണസ് കൗണ്ടർ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ട് വരിക. അപ്പൊ നമുക്കിവിടെ 3 ബിറ്റ് ആണ് വേണ്ടത്. സോ 3 JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിരിക്കും വേണ്ടി വരിക. ഓക്കെ, സോ 3 is the right answer here. Next question, the range of integers that can be represented by n-bit 2's complement number system is. n-bit 2's complement number systemത്തിന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഇന്റിജേഴ്സിന്റെ റേഞ്ച് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ എ is the right answer. -2 raised to n - 1 മുതൽ 2 raised to n - 1 - 1 അത്രയും വരെയുള്ള വാല്യൂസിനെ, അത്രയും ഇന്റിജേഴ്സിനെയാണ്, ആ റേഞ്ച് ഓഫ് ഇന്റിജേഴ്സിനെയാണ് ഒരു n-bit 2's complement number systemത്തിന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക. സോ ഓപ്ഷൻ എ is the right answer. In Pentium 4, the address bus is of dash bits. Pentium 4-നകത്ത് അഡ്രസ് ബസ് എന്ന് പറയുന്നത് 36 ബിറ്റ്സ് ആണ്. 36 ബിറ്റ്സ് ആണ്. Next question, which register used as a working area in CPU? Option A, accumulator. Option B, program counter. Option C, instruction register. Option D, memory address register. So CPU ഒരു വർക്കിംഗ് ഏരിയ ആയിട്ട് എടുക്കുന്ന രജിസ്റ്റർ എന്ന് പറയുന്നത് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സിനെയാണ് CPU വർക്കിംഗ് ഏരിയ ആയിട്ട് എടുക്കുക. ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സിനെയാണ് CPU വർക്കിംഗ് ഏരിയ ആയിട്ട് എടുക്കുക. അത് തന്നിരിക്കുന്ന കൂട്ടത്തില് അക്യുമുലേറ്റർ മാത്രമാണ് ജനറൽ പർപ്പസ് രജിസ്റ്റർ തന്നിട്ടുള്ളൂ. സോ അക്യുമുലേറ്റർ ആണ് ഇവിടത്തെ ആൻസർ. ഓക്കെ, അപ്പോൾ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സിനെയാണ് വർക്കിംഗ് ഏരിയ ആയിട്ട് CPU എടുക്കുക. സോ തന്നിരിക്കുന്നതിൽ അക്യുമുലേറ്റർ മാത്രമാണ് ജനറൽ പർപ്പസ് രജിസ്റ്റർ. സോ ആൻസർ എ is the right answer. Which memory is non-volatile and can be programmed and erased in circuit? Option A, RAM. Option B, dynamic RAM. Option C, EEPROM. Option D, cache memory. അപ്പൊ നമുക്കറിയാം ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്, നോൺ വോളറ്റൈൽ എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ നോൺ വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റാം എന്ന് പറയുന്നത് വോളറ്റൈൽ മെമ്മറിയാണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും എല്ലാം പോയി അല്ലെ. കാഷ് മെമ്മറി അതെല്ലാം തന്നെ വോളറ്റൈൽ മെമ്മറിയാണ്. ഓക്കെ, സോ അതെല്ലാം പോയി.
പിന്നെ നെക്സ്റ്റ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? പ്രോഗ്രാംഡ് ആൻഡ് ഇറേസ്ഡ് അല്ലെ. സോ പ്രോഗ്രാം ചെയ്യാനും ഇറേസ് ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? WEPROM ആണ്. ഓക്കെ, സോ ഈ പറയുന്ന റോം WEPROM ഈ റോം ആണ് ബേസിക്കലി പ്രോഗ്രാം ചെയ്യാനും ഇറേസ് ചെയ്യാനും ഒക്കെ നോൺ വോളറ്റൈൽ ആയിട്ടുള്ള മെമ്മറി എന്ന് പറയുന്നത് WEPROM എന്ന് പറയുന്നതാണ്. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ ഹിയർ. Next question, how many addresses are required for 25/40 video RAM? ഇതിനകത്ത് എത്ര അഡ്രസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. 25/40 കണ്ടുപിടിക്കുക. സോ ആൻസർ 1000 എന്ന് കിട്ടും. സോ അതാണ്, അത്രയും അഡ്രസ് ആണ് റിക്വയർഡ് ആയിട്ടുള്ളത്. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. The main feature of RAM bus technology is option A, speed of transfer, option B, efficiency, option C, memory utilization, option D, none of the above. So ഇതിന് ആൻസർ വരുന്നത് സ്പീഡ് ഓഫ് ട്രാൻസ്ഫർ. RAM bus ടെക്നോളജിയുടെ ഏറ്റവും വലിയ ഫീച്ചർ എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ട്രാൻസ്ഫർ ആണ്. സോ RAM bus ടെക്നോളജി എന്താണ് അതിന്റെ കീ ഫീച്ചർ? ഫാസ്റ്റ് സിഗ്നലിംഗ് മെത്തേഡ് ടു യൂസ് ടു ട്രാൻസ്ഫർ ഇൻഫർമേഷൻ ബിറ്റ്വീൻ ചിപ്സ്. രണ്ട് ചിപ്സുകൾ തമ്മിൽ ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഫാസ്റ്റ് സിഗ്നലിംഗ് മെക്കാനിസം ആണ് ബേസിക്കലി RAM bus ടെക്നോളജി യൂസ് ചെയ്യുന്നത്. അപ്പൊ സ്പീഡ് ഓഫ് ട്രാൻസ്ഫർ അതാണ് ഇതിന്റെ കീ ഫീച്ചർ അല്ലെങ്കിൽ ഹൈലൈറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് RAM bus ടെക്നോളജിയുടെ. Which of the following is not true about cache memory? Cache മെമ്മറിയെ പറ്റി താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ട്രൂ അല്ലാത്തത്? ഓപ്ഷൻ എ, വോളറ്റൈൽ മെമ്മറി, ഓപ്ഷൻ ബി, സ്മോളർ സൈസ് ദാൻ RAM, ഓപ്ഷൻ സി, സീക്വൻഷ്യൽ ആക്സസ് മെമ്മറി, ഓപ്ഷൻ ഡി, ഫാസ്റ്റർ ദാൻ RAM. ഇതിൽ ഏതാണ് ട്രൂ അല്ലാത്തത്? ഓപ്ഷൻ സി, സീക്വൻഷ്യലി ആക്സസ് മെമ്മറി. ഇതാണ് ട്രൂ അല്ലാത്തത്. ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത് ഒരു വോളറ്റൈൽ മെമ്മറിയാണ്. അതുപോലെ തന്നെ അതിന്റെ സൈസ് എന്ന് പറയുന്നത് റാമിനേക്കാൾ കുറവാണ് ക്യാഷിന്റെ സൈസ്, പക്ഷേ റാമിനേക്കാൾ ഫാസ്റ്റർ ആണ്. ഓക്കെ, സീക്വൻഷ്യൽ ആക്സസ് മെമ്മറി നമുക്ക് പറയാൻ പറ്റില്ല. ക്യാഷ് മെമ്മറി റാൻഡം ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ റോങ് ആൻസർ, റോങ് ഓപ്ഷൻ, റോങ് സ്റ്റേറ്റ്മെന്റ്. സോ റോങ് സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഓപ്ഷൻ സി. The data size of word is option A 8 byte, option B 2 byte, option C 4 byte, option D 16 byte. PSCയുടെ ആൻസർ കീയില് ആൻസർ ബി ആണ് 2 byte. പക്ഷേ ഒരു വേർഡിന്റെ ഡാറ്റാ സൈസ് എന്ന് പറയുന്നത് അതിന്റെ ആർക്കിടെക്ചർ ഡിപ്പെൻഡന്റ് ആണ്. ഓക്കെ, ഇവിടെ ഇത് ഏത് ആർക്കിടെക്ചർ ആണ്, ഏത് മൈക്രോ പ്രോസസർ ആണെന്ന് ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് 2 byte തന്നെ ആയിരിക്കും എപ്പോഴും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഇതൊരു ആംബിഗ്യസ് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ കീയുടെ അകത്താണ് ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എഫിഷ്യന്റ് ആക്സസ് ടൈം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു. സോ നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത് ഡാറ്റ ആക്സസ് ടൈം ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ് അസ്യൂം ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മെമ്മറി ആക്സസ് ടൈം, മിസ് റേഷ്യോ, പേജ് ഫോൾട്ട് റേഷ്യോ, നൺ ഓഫ് ദി അബവ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെമ്മറി ആക്സസ് ടൈമും എഫിഷ്യന്റ് ആക്സസ് ടൈമിനെ ബാധിക്കുന്നതാണ്. സോ ഇറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അതുപോലെ മിസ് റേഷ്യോ പ്രൊപ്പോർഷണൽ ആണ്, പേജ് ഫോൾട്ട് റേഷ്യോ അതും ബാധിക്കുന്ന കാര്യമാണ്. സോ ഇതെല്ലാം തന്നെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ PSCയുടെ ആൻസർ കീയുടെ അകത്ത് ഓപ്ഷൻ സി ആണ് വന്നിരിക്കുന്നത്. പക്ഷെ ഈ പറയുന്ന എല്ലാം തന്നെ ആക്സസ് ടൈമിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. ഓക്കെ, ദ ആക്സസ് ടൈം ഓഫ് മാഗ്നറ്റിക് ബബിൾ മെമ്മറി ഈസ് ഓപ്ഷൻ എ 30 നാനോസെക്കൻഡ്, ഓപ്ഷൻ ബി 30 millisecond, ഓപ്ഷൻ സി 0.3 seconds, ഓപ്ഷൻ ഡി 30 microseconds. സോ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി 30 microseconds ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് ബസ് ഇസ് യൂസ്ഡ് ഫോർ ട്രാൻസ്ഫറിംഗ് ഡാറ്റ ടു ആൻഡ് ഫ്രം ഡിഫറെന്റ് ഡിവൈസസ്? ഡിവൈസുകൾ തമ്മിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ ഫോർമേഷനിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഇതിന്റെ ആൻസർ PSC പറഞ്ഞിരിക്കുന്നത് അഡ്രസ് ബസ് എന്നാണ്. അതൊരിക്കലും റെലവെന്റ് അല്ല. ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ ഡിഫറെന്റ് കമ്പോണൻസിന്റെ തമ്മിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ബസ് എന്ന് പറയുന്നത് ഡാറ്റാ ബസ് ആണ്. ഇനി എക്സ്റ്റേണൽ ബസ് യൂസ് ചെയ്യാണ് ഡിഫറെന്റ് ഡിവൈസസ് തമ്മിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ആണെങ്കിൽ USB ഒക്കെ യൂസ് ചെയ്യാം. സോ അതൊക്കെ എക്സ്റ്റേണൽ അതായിട്ട് വരുന്നതാണ്. സോ ഇന്റേണൽ ആയിട്ടാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് കമ്പോണൻസിന്റെ ഇടയിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഡാറ്റാ ബസ് ആണ്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ഫോർമേഷനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ദിസ് ഇസ് ഓൾസോ ആൻ ആംബിഗിയസ് ക്വസ്റ്റ്യൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, RR ഷെഡ്യൂളിംഗ് ഈസ് സ്യൂട്ടബിൾ ഫോർ. RR ഷെഡ്യൂളിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ്. ഓക്കെ, റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഓപ്ഷൻ എ, an ordinary operating system,
Option B, distributed operating system. Option C, time shared operating system. Option D, real time operating system. PSCയുടെ ആൻസർ കീഴിൽ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാണ്, പക്ഷെ അത് തെറ്റാണ്. ടൈം ഷെയർഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്താണ് RR ഷെഡ്യൂളിംഗ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ് ഇസ് സ്യൂട്ടബിൾ ഫോർ ടൈം ഷെയർഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. PSCയുടെ ആൻസർ കീയുടെ അകത്ത് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷെ റൈറ്റ് ആൻസർ ടൈം ഷെയർഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. Next question, in optimal page replacement algorithm, when a page is to be replaced, which of the following page is chosen? Option A, oldest page. Option B, newest page. Option C, not frequently occurred page in future. Option D, frequently occurred page in future. So basically ഈ പറയുന്ന ഓപ്ഷൻസ് ഒന്നുമല്ല ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. PSCയുടെ ആൻസർ ഓപ്ഷൻ സി ആണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് PSCയുടെ ആൻസർ. ഒപ്റ്റിമൽ പേജ് റീപ്ലേസ്മെന്റിന്റെ പ്രത്യേകത എന്താണ്? ഫ്യൂച്ചറിൽ വരുന്ന ആ ഒരു പേജ് റിക്വയർമെന്റിന്റെ ആ ഒരു നീഡ് നമുക്കറിയാം. സോ നമ്മൾ ഏത് പേജിനെ വേണം അതിനകത്ത് റീപ്ലേസ് ചെയ്യാൻ? ലാസ്റ്റ് ആയിട്ട് ഏത് പേജാണോ നമുക്ക് വരുന്നത്, ഓക്കെ, അതിനെയാണ് നമ്മൾ ഇതിനകത്ത് നിന്ന് ഇപ്പൊ കറന്റ്ലി റിമൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അങ്ങനെയാണ് ഒപ്റ്റിമൽ പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം. അപ്പൊ ഫ്രീക്വൻസി ആയിട്ട് അതിന് ബന്ധമൊന്നുമില്ല. സോ നോട്ട് ഫ്രീക്വന്റ്ലി ഒക്കേർഡ് പേജ് ഇൻ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി ആയിട്ട് സത്യം പറഞ്ഞ ഇതിന് ബന്ധമില്ല. അതുകൊണ്ട് ഈ രണ്ട് ഓപ്ഷൻ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഓൾഡസ്റ്റ് പേജോ ന്യൂവസ്റ്റ് പേജോ അല്ല. നമുക്ക് തന്നിരിക്കുന്ന അവൈലബിൾ ആയിട്ടുള്ള പേജസിനകത്ത് ഏത് പേജാണോ നെക്സ്റ്റ് ഇനി വരുന്ന ഫ്യൂച്ചർ നീഡിൽ ഏറ്റവും അവസാനമായിട്ട് വരുന്നത് അതിനെയാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഒപ്റ്റിമൽ പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം. ഓക്കെ, ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം തന്നെ ഇതിന്റെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ല. ഓക്കെ, next question, deadlock can be described more precisely in terms of directed graph is called. Option A, system resource allocation graph. Option B, pseudo graph. Option C, symmetric digraph. Option D, pie chart. സോ നമുക്കറിയാം ഒരു ഡെഡ്ലോക്ക്, ഒരു സിസ്റ്റത്തിൽ ഡെഡ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ്. റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫിനകത്ത് സൈക്കിൾ ഉണ്ടെങ്കിൽ ഡെഡ്ലോക്ക് ഉണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ നോക്കാറുണ്ട് അല്ലെ. സോ സിസ്റ്റം റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് ബേസിക്കലി നമുക്ക് ഇതിന്റെ ഡെഡ്ലോക്കിന് വേണ്ടി യൂസ് ചെയ്യാം. സോ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. The first bit, best fit and worst fit algorithm can be used for. ഈ ഫസ്റ്റ് ഫിറ്റ്, ബെസ്റ്റ് ഫിറ്റ്, വേഴ്സ്റ്റ് ഫിറ്റ് അൽഗോരിതം ഇതൊക്കെ എന്തുമായി റിലേറ്റ് ചെയ്ത് വരുന്നതാണ്? കണ്ടിഗ്യൂസ് അലോക്കേഷൻ ഓഫ് മെമ്മറി, കണ്ടിഗ്യൂസ് മെമ്മറി അലോക്കേഷനുമായിട്ട് വരുന്നതാണ്. സോ നോൺ കണ്ടിഗ്യൂസിന്റെ എക്സാമ്പിൾ ആണ് പേജിങ്. ഓക്കെ, പേജിങ്, സെഗ്മെന്റേഷൻ, അതൊക്കെ നോൺ കണ്ടിഗ്യൂസ് ആണ്. കണ്ടിഗ്യൂസ് അലോക്കേഷൻ ഓഫ് മെമ്മറിയുടെ ഭാഗമായി വരുന്നതാണ് ഫസ്റ്റ് ഫിറ്റ്, ബെസ്റ്റ് ഫിറ്റ്, വേഴ്സ്റ്റ് ഫിറ്റ് അൽഗോരിതംസ് ഒക്കെ. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. External fragmentations occur when Option A, memory are remain unused because it is too large to be allocated. Option B, less memory is allocated than required by the process. Option C, more memory is allocated than requested by the process. Option D, memory are remain unused because it is too small to be allocated. Okay, so എന്താണ് ബേസിക്കലി എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്? ഒരു പ്രോസസ്സിനെ നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കഴിയുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ച് പോർഷൻസ് റിമൈനിങ് ആയിട്ട് വരും. ഓക്കെ, സോ അങ്ങനെ ചെറിയ ചെറിയ ഫ്രാഗ്മെന്റ്സ് ഓഫ് മെമ്മറി ഇങ്ങനെ വരികയാണ്. സോ ഒരു പ്രോസസ്സ് പുതിയതായിട്ട് മെമ്മറി റിക്വസ്റ്റ് ചെയ്ത് വരുന്നു. സോ ആ പ്രോസസ്സിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ അത്രയും സൈസിലുള്ള മെമ്മറി അവൈലബിൾ അല്ല. പക്ഷെ ഈ സ്മോൾ മെമ്മറീസ് എല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പ്രോസസ്സിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യാനുള്ള മെമ്മറി ഉണ്ടായിരിക്കും. എന്നാൽ പോലും ഇതെല്ലാം ഫ്രാഗ്മെന്റഡ് ആയിട്ട് പല സ്ഥലത്ത് കിടക്കുന്നത് കൊണ്ട്, സ്മോൾ പോർഷൻസ് ആയിട്ട് കിടക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആ മെമ്മറീനെ ഈ പറയുന്ന പ്രോസസ്സിന് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, സോ ഈ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. മെമ്മറി ഏരിയ റിമൈൻ അൺയൂസ്ഡ് ബിക്കോസ് ഇറ്റ് ഈസ് ടു സ്മോൾ ടു ബി അലോക്കേറ്റഡ്. അലോക്കേറ്റ് ചെയ്യാൻ പറ്റാതെ അത്രയും സ്മോൾ ആയിട്ട് കിടക്കുന്നത് കൊണ്ട് ആ മെമ്മറി അൺയൂസ്ഡ് ആയിട്ട് പോവാണ്. സോ ഇതാണ് എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. The time taken for desired sector to rotate to the disk head is called. എന്താണ് ആൻസർ വരുന്നത്? സെക്ടറിന്റെ ഡിസ്ക് ഹെഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ള ആ ഒരു ടൈം എന്താണ്? ദ ആൻസർ ഇസ് ഓപ്ഷൻ എ, റൊട്ടേഷണൽ ലേറ്റൻസി. റൊട്ടേഷണൽ ലേറ്റൻസി ആണ് ഇതിന്റെ ആൻസർ. ഓപ്ഷൻ എ.
If a disk has a seek time of 20 microseconds, rotate 20 revolutions per second, has 100 words per block, and each track has a capacity of 300 words, the total time required to access one block is എത്രയാണ് വരിക? നമുക്ക് ചെയ്തു നോക്കാം. സോ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? 300 into 20 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് കിട്ടി. ദാറ്റ് ഇസ് ട്രാക്ക് കപ്പാസിറ്റി. ഓക്കെ, 300 എന്ന് പറഞ്ഞ ട്രാക്ക് കപ്പാസിറ്റി ആണ്. സോ 6000 വേർഡ്സ് പെർ സെക്കൻഡ്സ് എന്ന് കിട്ടി. ദെൻ 100 വേർഡ്സിന് ട്രാൻസ്ഫർ ചെയ്യാൻ 100 വേർഡ് ബ്ലോക്കിനെയാണ് ഈ ഒരു ടൈം റിക്വയർ ചെയ്യുന്നത്. സോ ഓവർ ഹെഡ് എത്രയായിട്ട് വരിക? 100 by 6000, 16.67 ms എന്ന് കിട്ടും. Then rotational delay calculate ചെയ്യാൻ half of 1 by 20 ചെയ്യുക. So answer will be 25 ms. So total time required to access one block എത്രയാണ്? Seek time plus rotational delay plus overhead. Okay, ഇതിനെടുക്കുന്ന ടൈമുകൾ എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ total time required for accessing one block കിട്ടും. So seek time ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 20 ആണെന്ന്. റൊട്ടേഷണൽ ഡിലേ നമ്മൾ കണ്ടുപിടിച്ചു 16.67 ms ആണ്. ഓവർഹെഡ് എത്രയാണ്? സോറി, ഓവർഹെഡ് 16.67 ms ആണ്. റൊട്ടേഷണൽ ഡിലേ 25 ms ആണ്. സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 61.67 ms എന്ന് കിട്ടും. സോ അപ്രോക്സിമേറ്റ് ആയിട്ട് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് അടുത്ത് വരുന്ന ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 60 ആണ് വരുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. Next question, how many bits are there in logical address? Option A 12, option B 15, option C 13, option D 11. സോ ഈ ക്വസ്റ്റ്യൻ ഒരു ഇൻകംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ലോജിക്കൽ അഡ്രസ്സിൽ എത്ര ബിറ്റ്സ് ആണെന്ന് ചോദിക്കണമെങ്കിൽ നമുക്ക് അതിനെ പറ്റി ബാക്കി ഇൻഫോർമേഷൻ ഒക്കെ തരണം. ആൻസർ കീ പ്രകാരം ഓപ്ഷൻ സി 13 ബിറ്റ്സ് എന്നാണ് വരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ക്വസ്റ്റ്യൻ ഒരു ആംബിഗ്യൂസ് ക്വസ്റ്റ്യൻ ആണ്, അത് ഇൻകംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആണെന്നാണ് തോന്നുന്നത്. ഓക്കെ, സോ ആൻസർ കീ പ്രകാരം ഓപ്ഷൻ സി ആണ് ഇവിടെ വരുന്നത്. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. CPU fetches the instruction from memory according to the value of ഏതാണ്? സ്റ്റാറ്റസ് രജിസ്റ്റർ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ്, പ്രോഗ്രാം കൗണ്ടർ. എന്താണ്? എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? പ്രോഗ്രാം കൗണ്ടറിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലെ. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. Poor response time is caused by ഓപ്ഷൻ എ processor busy. സോ ഇതിനകത്ത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. പ്രോസസ് ഓർ ബിസി എന്നാണ് എഴുതി വന്നിരുന്നത്. പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണത്. പ്രൊസസർ ബിസി എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പ്രൊസസർ ബിസി, ഓപ്ഷൻ ബി ഹൈ ഇൻപുട്ട് ഔട്ട്പുട്ട് റേറ്റ്, ഓപ്ഷൻ സി ഹൈ പേജിംഗ് റേറ്റ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബവ്. സോ പുവർ റെസ്പോൺസ് ടൈം എന്തൊക്കെ കാരണം കൊണ്ട് കോസ് ആവാം? ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ പുവർ റെസ്പോൺസ് ടൈമിന്റെ എഫക്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പ്രൊസസർ ബിസി ആയി കഴിഞ്ഞാൽ റെസ്പോൺസ് ടൈം പുവർ ആവാം. അതുപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് റേറ്റ് അതായത് ഒരുപാട് IO ഓപ്പറേഷൻസ് പെർഫോം ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ റെസ്പോൺസ് ടൈം കുറയും. അതുപോലെ പേജിംഗ് റേറ്റ്, ഹൈ പേജിംഗ് റേറ്റ് ആണെങ്കിലും റെസ്പോൺസ് ടൈം കുറയും. അപ്പൊ ഈ പറയുന്ന എല്ലാം തന്നെ പുവർ റെസ്പോൺസ് ടൈം ഉണ്ടാവാനുള്ള കാരണങ്ങളാണ്. സോ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബവ് ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. സോ നെക്സ്റ്റ് ഒരു ജാവ കോഡ് തന്നിട്ടുണ്ട്. സോ പബ്ലിക് ക്ലാസ് പ്രോഗ്രാം സ്റ്റാറ്റിക് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് ഹലോ, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് ആർഗ്സ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് ഹൈ, then again static system.out.print hi. സോ ഇവിടെ ഈ ഒരു പ്രോഗ്രാമിനകത്ത് പ്രോഗ്രാം 1 എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് 2 സ്റ്റാറ്റിക് ബ്ലോക്കുകളുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റാറ്റിക് ബ്ലോക്ക് ഇത്, സെക്കൻഡ് സ്റ്റാറ്റിക് ബ്ലോക്ക് ഇത് കൂടാതെ ഒരു മെയിൻ ഫംഗ്ഷനും ഉണ്ട്. ഓക്കെ, സോ നമുക്കറിയാം ഒരു സ്റ്റാറ്റിക് മെമ്പേഴ്സ് എന്ത് തന്നെ ആയിക്കോട്ടെ, അത് സ്റ്റാറ്റിക് ബ്ലോക്ക് ആയിക്കോട്ടെ, സ്റ്റാറ്റിക് വേരിയബിൾസ് ആയിക്കോട്ടെ, സ്റ്റാറ്റിക് മെത്തേഡ്സ് ആയിക്കോട്ടെ, എല്ലാ സ്റ്റാറ്റിക് മെമ്പേഴ്സും ക്ലാസിന്റെ എലമെന്റ്സ് ആണ്. ഓക്കെ, സോ അതിന് ഒരു മെയിൻ ഫംഗ്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ആയിട്ടോ ഒന്നും ഒരു ബന്ധമില്ല. ഓക്കെ, ദേ ആർ മെമ്പേഴ്സ് ഓഫ് ക്ലാസ്. ഓക്കെ, സോ ബേസിക്കലി നമ്മളൊരു മെയിൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ പറയുന്ന സ്റ്റാറ്റിക് ബ്ലോക്കുകൾ എക്സിക്യൂട്ട് ആവും. ഓക്കെ, സോ ആദ്യം പ്രിന്റ് ആവുന്നത് ഏതായിരിക്കും? ഫസ്റ്റ് സ്റ്റാറ്റിക് ബ്ലോക്കിലെ ഹലോ ആയിരിക്കും ആദ്യം പ്രിന്റ് ആവുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് സ്റ്റാറ്റിക് ബ്ലോക്കിന്റെ ഹായ് പ്രിന്റ് ആവും. അതിനുശേഷമാണ് ഹി, നമ്മുടെ മെയിനിന്റെ അകത്ത് ഈ ഹി പ്രിന്റ് ആവുള്ളൂ. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. അതായത് ആദ്യത്തെ സ്റ്റാറ്റിക് ബ്ലോക്കിലെ ഹലോ പ്രിന്റ് ആവും, ദെൻ സെക്കൻഡ് സ്റ്റാറ്റിക് ബ്ലോക്കിലെ ഹായ് പ്രിന്റ് ആവും. അതിനുശേഷമാണ് നമ്മുടെ മെയിൻ എക്സിക്യൂട്ട് ആവുള്ളൂ. ഓക്കെ, എന്നിട്ടാണ് നമ്മുടെ ഈ ഹൈ എന്ന് പറയുന്ന HI എന്ന് പറയുന്നത് അവസാനം പ്രിന്റ് ആവും. ഓക്കെ, സോ ദിസ് ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് കോഡ്?
സോ ഇവിടെ പാരന്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്, അതുപോലെ ചൈൽഡ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. സോ ചൈൽഡ് എക്സ്റ്റെൻസ് പാരന്റ്സ്, ഇവിടെ ഇൻഹെറിറ്റൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. സോ പാരന്റ് ക്ലാസ്സിനകത്ത് ഒരു മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്, ഇൻഫോ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അതിനകത്ത് ഐ ആം പാരന്റ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിന്റ് ചെയ്യുന്നത്. സെയിം നെയിമിൽ തന്നെ ഒരു മെത്തേഡ് ആരുടെ കയ്യിലും ഉണ്ട്, ചൈൽഡിന്റെ കയ്യിലും ഉണ്ട്. സോ ഐ ആം ചൈൽഡ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബേസിക്കലി നമ്മുടെ ആര് പ്രിന്റ് ചെയ്യുന്നത്, ചൈൽഡിനകത്തുള്ള ഇൻഫോ എന്ന് പറയുന്ന മെത്തേഡ് പ്രിന്റ് ചെയ്യുന്നത്. സോ നമ്മൾ മെയിനിനകത്ത് എന്ത് ചെയ്യാണ്, ചൈൽഡിന് ഒരു ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്യാണ് പാരന്റിന്റെ ടൈപ്പിൽ. ഓക്കെ, സോ ബേസിക്കലി ഇവിടെ എന്താണ് സംഭവിക്കേണ്ടത്, എന്നിട്ട് നമ്മൾ ആ ഒരു ഒബ്ജക്ട് യൂസ് ചെയ്തിട്ട് ഇൻഫോ എന്ന് പറയുന്ന മെത്തേഡിനെ കോൾ ചെയ്യാണ്. സോ ബേസിക്കലി ഇവിടെ ഒരു പോളിമോർഫിസം ആണ് നമ്മളിവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ ദിസ് വിൽ ഇവിടെ എന്ത് സംഭവിക്കണം, ഒരു റൺ ടൈം പോളിമോർഫിസം സംഭവിക്കണം. സോ ഇൻഫോ എന്നുള്ള പേരിൽ പാരന്റ് ക്ലാസ്സിനകത്തും ഒരു മെത്തേഡ് ഉണ്ട്, ചൈൽഡ് ക്ലാസ്സിനകത്ത് ഒരു മെത്തേഡ് ഉണ്ട്. സോ ഇങ്ങനെ വിളിക്കുമ്പോൾ ബേസിക്കലി ഓവർ റിഡൻ സംഭവിച്ചിട്ട്, ഓവർ റൈഡിങ് സംഭവിച്ചിട്ട് ചൈൽഡ് ക്ലാസ്സിലെ മെത്തേഡ് ആണ് ആക്ടിവേറ്റ് ആയിട്ട് വിളിക്കേണ്ടത്. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറ്റിക് എന്നുള്ള കീവേഡ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ പാരന്റ് ക്ലാസ്സിലെ മെത്തേഡ് സ്റ്റാറ്റിക് മെത്തേഡ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ചൈൽഡ് ക്ലാസ്സിലെ മെത്തേഡും സ്റ്റാറ്റിക് മെത്തേഡ്സ് ആണ്. സോ ഈ സ്റ്റാറ്റിക് മെത്തേഡ്സിൽ എന്ത് സംഭവിക്കില്ല, ഓവർ റൈഡിങ് സംഭവിക്കില്ല. ഓക്കെ, സോ ഏത് ഈ പി എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഏത് ടൈപ്പിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, പാരന്റ് ടൈപ്പിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ പാരന്റ് ക്ലാസ്സിലെ മെത്തേഡ് ആയിരിക്കും അവിടെ ആക്ടിവേറ്റ് ആവുക, അവിടെ ഓവർ റൈഡിങ് സംഭവിക്കില്ല. ഓക്കെ, സോ ഐ ആം പാരന്റ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും എന്ത് ചെയ്യുക, പ്രിന്റ് ചെയ്ത് വരിക. ഓക്കെ, നെക്സ്റ്റ് നോക്കുക, ഈ ഒരു പ്രോഗ്രാമിനകത്ത് വാട്ട് വിൽ ബി ദ എറർ ഓഫ് ദ ഫോളോയിങ് പ്രോഗ്രാം. അപ്പൊ ഈ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു എറർ ആണ് ജനറേറ്റ് ചെയ്യുക. എന്തായിരിക്കും ജനറേറ്റ് ചെയ്യുന്ന എറർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇന്റർഫേസ് I1 എന്ന് പറയുന്ന ഒരു ഇന്റർഫേസിനകത്ത് ഡബിൾ PI is equal to 3.14. PI എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിനകത്ത് 3.14 എന്നുള്ള വാല്യൂ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. I2 എന്ന് പറയുന്ന ഇന്റർഫേസിനകത്ത് PIക്ക് മറ്റൊരു വാല്യൂ ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നൗ I3 എന്ന് പറയുന്ന ഇന്റർഫേസ് ഈ രണ്ട് ഇന്റർഫേസുകളെയും I1നെയും I2നെയും എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിനകത്ത് ഏരിയ എന്ന് പറയുന്ന ഒരു മെത്തേഡ്, ഒരു അബ്സ്ട്രാക്ട് മെത്തേഡ് ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ അതിനുശേഷം മറ്റൊരു ക്ലാസ്, ഓക്കെ, ഇന്റർഫേസ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ്, ഇന്റർഫേസ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഈ പറയുന്ന I3 എന്ന് പറയുന്ന ഇന്റർഫേസിനെ ഇംപ്ലിമെന്റ് ചെയ്യാണ്. ഓക്കെ, സോ I3നെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ I3നകത്തുള്ള ഈ അബ്സ്ട്രാക്ട് മെത്തേഡിന്റെ ഡെഫിനിഷൻ ആര് കൊടുക്കണം, ഈ പറയുന്ന ഇന്റർഫേസ് ടെസ്റ്റ് എന്ന് പറയുന്ന ഈ ക്ലാസ് ഡിഫൈൻ ചെയ്യണം. ഓക്കെ, സോ ഇവിടെ ഈ പറയുന്ന ഡബിൾ ഏരിയ എന്ന് പറയുന്ന ആ മെത്തേഡിന്റെ ബോഡി ആയിട്ട് ഇവിടെ എന്ത് കൊടുക്കാണ്, റിട്ടേൺ PI സ്റ്റാർ R ഇതാണ് കൊടുക്കുന്നത്. ഓക്കെ, സോ ഈ PIയുടെ വാല്യൂ ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്താണ് എറർ സംഭവിക്കുക. സോ നമുക്കറിയാം I3 എന്ന് പറയുന്ന ആള് രണ്ട് ഇന്റർഫേസിനെയും എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്, I1നെയും I2നെയും എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ I1 PIക്ക് കൊടുക്കുന്ന വാല്യൂവും I2 PIക്ക് കൊടുക്കുന്ന വാല്യൂവും രണ്ടും ഡിഫറെന്റ് ആണ്. ഓക്കെ, സോ ഒരു ആംബിഗ്യൂസ് ആയിട്ട് വരും, അതായത് ഏത് PIയുടെ വാല്യൂ ആണ് എടുക്കേണ്ടതെന്നുള്ളൊരു പ്രോബ്ലം വരും. ഓക്കെ, സോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നടക്കുന്ന സമയത്ത് ഈ ഒരു റിട്ടേൺ PI സ്റ്റാർ R എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ആംബിഗ്യൂറ്റി എറർ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ബേസിക്കലി 12th സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് പ്രോഗ്രാമിൽ വരിക. ഇത് ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ ഞാൻ ഈ ഒരു കോഡ് ഇതിനകത്ത് കൊള്ളാൻ വേണ്ടി സ്പേസ് ഒക്കെ എലിമിനേറ്റ് ചെയ്തിട്ടാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് 12 ആയിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെയാണ് എറർ ജനറേറ്റ് ചെയ്യുന്നത്. സ്റ്റേറ്റ്മെന്റ് 12നകത്ത് എന്താണ് എറർ, PI is ambiguous. PIക്ക് ഏത് വാല്യൂ വരും എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്നതുകൊണ്ട് PI is ambiguous. So this is the error generating. Okay. സോ നെക്സ്റ്റ് ഒരു പ്രോഗ്രാം ആണ്. ഇവിടെ സിമ്പിൾ ക്ലാസ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. അതിനകത്ത് ഇവിടെ SC എന്ന് പറയുന്ന ഒരു ഒബ്ജക്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു ആ ക്ലാസ്സിനകത്ത്. ദെൻ ബിഗിൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് വിളിച്ചിരിക്കുകയാണ്. ഇനി ഈ ബിഗിൻ എന്നുള്ള മെത്തേഡിനകത്ത് എന്താ പറയുന്നത്, ഇവിടെ A എന്ന് പറയുന്ന ഒരു അറേ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, A എന്ന് പറഞ്ഞ ഒരു അറേ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. നൗ B എന്ന് പറയുന്നതിനകത്ത് ഓപ്പറേറ്റ് ഓഫ് A എന്ന് പറയുന്ന ആ ഒരു ഓപ്പറേറ്റ് എന്ന് പറയുന്ന മറ്റൊരു ഫംഗ്ഷനിലേക്കാണ് ബേസിക്കലി ഈ ഒരു കോള് പോകുന്നത്. സോ ബേസിക്കലി എന്താണ്, ഓപ്പറേറ്റ് ഓൺ A. ഓക്കെ, സോ ഇവിടെ എന്താണോ റിട്ടേൺ ചെയ്യുന്നത് ദാറ്റ് വിൽ ബി ആൻ അറേ. ഓക്കെ, സോ ഇവിടെ A എന്ന് പറയുന്നത് നമുക്കറിയാം ജാവയുടെ അകത്തെ അറേ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ,
സോ ഈ എ എന്ന് പറയുന്ന അറേയുടെ അകത്ത് എന്തൊക്കെയാണ് വാല്യൂസ് ഉള്ളത്? സോ എ എന്ന് പറയുന്ന അറേയുടെ അകത്ത് ബേസിക്കലി ഉള്ള വാല്യൂസ് 4, 5, 6 അല്ലെ? 4, 5, 6 ഇങ്ങനെയുള്ള വാല്യൂസ് ആണുള്ളത്. നൗ എ ഇസ് പോയിന്റിംഗ് ടു ദിസ് അറേ. നൗ ബി എന്ന് പറയുന്നത് ഓപ്പറേറ്റ് ഓഫ് എ എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാണ്. സോ ഓപ്പറേറ്റ് ഓഫ് എ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് കോൾ പോകും. സോ അതിനകത്ത് സി ഓഫ് 2, ഓക്കെ, സി ഓഫ് 2 അതായത് ഈ ലൊക്കേഷനിലുള്ള വാല്യൂ എന്തായിട്ട് അപ്ഡേറ്റ് ചെയ്യാണ്? 8 ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാണ്. ഓക്കെ, സോ ഈ വാല്യൂ 8 ആയിട്ട് അപ്ഡേറ്റ് ചെയ്തു. സോ ബേസിക്കലി എ റെഫർ ചെയ്യുന്നത് ഈ പറയുന്ന അറയിലേക്ക് തന്നെയാണ്, ബി റെഫർ ചെയ്യുന്നതും ഈ പറയുന്ന അറയിലേക്ക് തന്നെയാണ്. സോ ഈ ഒരു അപ്ഡേഷൻ സംഭവിക്കുമ്പോൾ ബോത്ത് എനെയും ബിനെയും ഈ പറയുന്ന അപ്ഡേഷൻ ബാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇനി ഈ ഒരു അപ്ഡേഷൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ്സ്, ഈ രണ്ട് പ്രിന്റ് സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ നടത്തുന്നത്. ഓക്കെ, സോ പ്രിന്റ് എ ഓഫ് 0 പ്ലസ് എ ഓഫ് 1 പ്ലസ് എ ഓഫ് 2 എന്തായിരിക്കും പ്രിന്റ് ചെയ്ത് വരിക? എ ഓഫ് 0 4 പ്ലസ് 5 പ്ലസ് 8. സോ 4 പ്ലസ് 5 പ്ലസ് 8 എന്ത് ആൻസർ വരും? 17 ആൻസർ വരും. അതുപോലെ തന്നെ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് ബി ഓഫ് 0 പ്ലസ് ബി ഓഫ് 1 പ്ലസ് ബി ഓഫ് 2 അത് പ്രിന്റ് ചെയ്യുമ്പോഴും സെയിം 17 തന്നെയാണ് ആൻസർ ആയിട്ട് വരിക. കാരണം എയും ബിയും ഈ രണ്ടും പോയിന്റ് ചെയ്യുന്നത് ഒരേ അറേ ലൊക്കേഷനിലേക്കാണ്. മനസ്സിലായോ? സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 17:70. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ ട്രൂ? Statement 1, every class is part of some package. Statement 2, all classes in a files are part of the same package. Statement 3, if no package is specified, the class in the file goes to java.lang package. Statement 4, if no package is specified, a new package is created with folder name custom and the class is put in that package. Okay, so basically ഇതിലെ ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് മാത്രമാണ് ട്രൂ. ഓക്കെ, അതായത് എല്ലാ ക്ലാസ്സും ഏതെങ്കിലും ഒരു പാക്കേജിന്റെ ഭാഗമാണ്. ദിസ് ഇസ് ട്രൂ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഓൾ ക്ലാസ്സസ് ഇൻ എ ഫയൽ ആർ പാർട്ട് ഓഫ് സെയിം പാക്കേജ്. നമ്മളൊരു ഫയലിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സസും, അതായത് നിങ്ങളൊരു പ്രോഗ്രാം എഴുതി അതിനകത്ത് ഒരുപാട് ക്ലാസ്സസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പറയുന്ന ക്ലാസ്സസ് എല്ലാം തന്നെ ഒരു സെയിം പാക്കേജിന്റെ ഭാഗമായിരിക്കും. ഓക്കെ, സോ ഈ സ്റ്റേറ്റ്മെന്റ് 2 ട്രൂ ആണ്. സ്റ്റേറ്റ്മെന്റ് 3 എന്ത് സംഭവിക്കുന്നേ? ഒരു പാക്കേജ് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ, അല്ലെങ്കിൽ ആ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു പെർട്ടിക്കുലർ പാക്കേജ് സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു അൺനെയിംഡ് പാക്കേജിലേക്കാണ് പോകുന്നത്. ഓക്കെ, അതായത് ആ പാക്കേജിന്റെ പേരൊന്നുമില്ലാത്ത ഒരു അൺനെയിംഡ് പാക്കേജിലേക്കാണ് പോകുന്നത്. ഓക്കെ, അല്ലാതെ ഒരിക്കലും അത് ജാവ ഡോട്ട് ലാങ് പാക്കേജിലേക്ക് പോവില്ല. കാരണം ജാവ ഡോട്ട് ലാങ് പാക്കേജ് എന്ന് പറയുന്നത് ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള പാക്കേജ് ആണ്. അതിലേക്ക് ഒരിക്കലും നമുക്ക് പുതിയതായിട്ടുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അത് ഓൾറെഡി ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു പാക്കേജ് ആണ്. ഓക്കെ, സോ അതിലേക്ക് നമുക്ക് കണ്ടന്റ് കയറ്റാനൊന്നും പറ്റില്ല. ഓക്കെ, സോ സ്റ്റേറ്റ്മെന്റ് 3 റോങ് ആണ്. ദെൻ സ്റ്റേറ്റ്മെന്റ് 4 പറയുന്നത് കസ്റ്റം എന്ന് പറയുന്ന ഒരു പേരിൽ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെയില്ല, ബേസിക്കലി അൺനെയിംഡ് ആണ് ഈ പാക്കേജ്. ഈ ഒരു നമ്മൾ ഈ പാക്കേജ് സ്പെസിഫൈ ചെയ്തില്ലെങ്കിൽ ഒരു പുതിയ പാക്കേജ് ക്രിയേറ്റ് ആവുന്ന ഒരു അൺനെയിംഡ് പാക്കേജ് ആണ് അവിടെ ക്രിയേറ്റ് ആവുന്നത്. ഓക്കെ, സോ സ്റ്റേറ്റ്മെന്റ് 3ഉം 4ഉം ഫാൾസ് ആണ്. സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം ട്രൂ ആണ്. ഓക്കെ, സോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ എന്നാണ്. സോ ഓൺലി സ്റ്റേറ്റ്മെന്റ് 1 and 2 is true. ഓപ്ഷൻ ഡി is the right answer. ഈ ഒരു പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ നോക്കുക, ഫസ്റ്റ് ഇവിടെ കോള് പോകുന്നത് മെത്തേഡ് ഓഫ് 35ലേക്കാണ്. മെത്തേഡ് ഓഫ് 35. സോ മെത്തേഡ് ഓഫ് 35 ഈ മെത്തേഡ് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്താണ് മെത്തേഡിൽ എന്താ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഇഫ് ദ വാല്യൂ ഓഫ് n ഈസ് ലെസ് ദാൻ 50 then n is equal to method of n plus 5. Okay, so n is equal to method of n plus 5 then return n minus 2. ഇത്രയാണ് ചെയ്യുന്നത്. സോ നമുക്ക് ഇതിന്റെ എക്സിക്യൂഷൻ നോക്കാം. സോ ഇവിടെ നമുക്ക് ആദ്യം കോള് പോകുന്നത് എങ്ങനെയാണ്? മെത്തേഡ് ഓഫ് 35 ആണ്. സോ എം ഓഫ് 35 എന്ന് ഞാൻ എഴുതുന്നത്. എം ഓഫ് 35 കോള് പോകുന്നു. സോ എം ഓഫ് 35 വിളിക്കുന്ന സമയത്ത് എം ഓഫ് 35 ലെസ് ദാൻ 50 ആണോ? യെസ്, ഇറ്റ് ഈസ് ലെസ് ദാൻ 50. അങ്ങനെയാണെങ്കിൽ എന്നിന്റെ വാല്യൂ എന്ത് വരും? എന്നിന്റെ വാല്യൂ മെത്തേഡ് ഓഫ് 35 പ്ലസ് 5 ദാറ്റ് ഇസ് 40. എം ഓഫ് 40 വിളിക്കും. അതിനുശേഷം എന്നിന്റെ വാല്യൂ എന്ത് വരണം? n is equal to എന്താ റിട്ടേൺ ചെയ്യേണ്ടത്? n is equal to n minus 2 ആണ് ഫൈനലി റിട്ടേൺ ചെയ്യേണ്ടത്. ഓക്കെ, n minus 2 ആണ് റിട്ടേൺ ചെയ്യേണ്ടത്. ഓക്കെ, എം ഓഫ് 40യിൽ എന്താ സംഭവിക്കുന്നത്? എം ഓഫ് 40യിൽ അഗെയിൻ എം ഓഫ് 40 is less than 50. സോ n is equal to എം ഓഫ് 45 എന്നുള്ള വാല്യൂ അവിടെ വരും. ദെൻ 45 വിളിക്കുന്ന സമയത്ത് ദെൻ അഗെയിൻ n minus 2 എന്ന് പറയുന്ന ഓപ്പറേഷൻ ഇവിടെ സംഭവിക്കും. ദെൻ
എൻ ഓഫ് 45 എന്താണ് കേസ്? എൻ ഓഫ് 45 എം ഓഫ് 45 വിളിക്കുമ്പോൾ എന്താ സംഭവിക്കുക? എം ഓഫ് 45 അഗെയിൻ ദിസ് വാല്യൂ 45 ഇസ് ലെസ് ദാൻ 50, സോ എൻ ഇസ് ഈക്വൽ ടു എം ഓഫ് എം ഓഫ് 50 എന്ന് വിളിക്കും, പ്ലസ് 5 45 പ്ലസ് 5 50 എന്ന് വിളിക്കും. മാത്രമല്ല എൻ ഈക്വൽ ടു എൻ മൈനസ് 2 എന്നുള്ള വാല്യൂ കൂടെ കമ്പ്യൂട്ട് ചെയ്യും. ദെൻ എം ഓഫ് 50 എന്ന് പറയുമ്പോൾ എം ഓഫ് 50 എന്ന് വിളിക്കുന്ന സമയത്ത് എന്താണ്? ദാറ്റ് ഇസ് നോട്ട് ലെസ് ദാൻ 50. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പിന്നെ സംഭവിക്കേണ്ട കാര്യമില്ല. പിന്നെ ഏത് സ്റ്റേറ്റ്മെന്റ് മാത്രം റിട്ടേൺ എൻ മൈനസ് 2 എന്നുള്ള വാല്യൂ മാത്രം റിട്ടേൺ ചെയ്യണ്ടോ? സോ എന്ത് വാല്യൂ റിട്ടേൺ ചെയ്യും? എൻ മൈനസ് 2. ഇപ്പൊ ഓൾറെഡി എന്നിന്റെ വാല്യൂ 50 ആണ്. സോ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്തായിരിക്കും? 48 എന്നുള്ള വാല്യൂ ആയിരിക്കും. ഇങ്ങോട്ടേക്ക് എം ഓഫ് 45ലേക്ക്, അതായത് മെത്തേഡ് ഓഫ് 45ലേക്ക് റിട്ടേൺ ചെയ്യുന്നത് 48 എന്നുള്ള വാല്യൂ ആയിരിക്കും. ഓക്കെ, സോ എം ഓഫ് 45 അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് 45 എന്താ റിട്ടേൺ ചെയ്യുക? ഈ 48ൽ നിന്ന് 2 കുറച്ച വാല്യൂ അല്ലെ? സോ 48 മൈനസ് 2 46 ആയിരിക്കും. മെത്തേഡ് ഓഫ് 45 റിട്ടേൺ ചെയ്യുക. ഈ മെത്തേഡ് ഓഫ് 45 റിട്ടേൺ ചെയ്യുന്ന വാല്യൂ വരുന്നത് മെത്തേഡ് ഓഫ് 40ലേക്കാണ്. മെത്തേഡ് ഓഫ് 40ല് അഗെയിൻ ഈ 46ൽ നിന്ന് 2 വാല്യൂ കൂടെ കുറച്ച് 44 എന്നുള്ള വാല്യൂ ആണ് എം ഓഫ് 4 റിട്ടേൺ ചെയ്യുക. ആർക്ക്? മെത്തേഡ് 35ന്. സോ മെത്തേഡ് 35ല് എം ഓഫ് 40 മെത്തേഡ് ഓഫ് 40യുടെ വാല്യൂ ആയിട്ട് വരുന്നത് എന്താണ്? 44 ആണ്. അതിൽ നിന്നും കൂടെ 2 വാല്യൂ കുറച്ച് എൻ മൈനസ് 2 കുറയ്ക്കുമ്പോൾ എന്താണ് ആൻസർ വരിക? 42. ആ 42 എന്നുള്ള വാല്യൂ ആയിരിക്കും ഫൈനലി ഔട്ട്പുട്ട് ആയിട്ട് മെത്തേഡ് ഓഫ് 35 പ്രിന്റ് ചെയ്യുക. ഓക്കെ, സോ ആൻസർ വിൽ ബി 42. സോ ഈ ഒരു പ്രോഗ്രാം ക്വസ്റ്റ്യൻ നോക്കാം. സോ ഇവിടെ ബേസിക്കലി ടെസ്റ്റ് 2 എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. ടെസ്റ്റ് 2 എന്ന് പറയുന്ന ക്ലാസ്, അതിനകത്താണ് നമ്മൾ മെയിൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ ഈ മെയിനിനകത്ത് ബേസിക്കലി നമ്മൾ ഇനി 2 സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. സോ അതിനു വേണ്ടി ആദ്യം യൂസ് ചെയ്തിരിക്കുന്നത് സ്ട്രിങ് ക്ലാസ്. ഓക്കെ, ഇപ്പൊ ഇവിടെ 2 ക്ലാസ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്. സ്ട്രിങ് ക്ലാസ്സും യൂസ് ചെയ്യുന്നുണ്ട്, സ്ട്രിങ് ബഫർ ക്ലാസ്സും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ സ്ട്രിങ് ക്ലാസ് യൂസ് ചെയ്ത് ആദ്യം ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. സ്ട്രിങ് str1 എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് ABCD എന്നുള്ള വാല്യൂ കൊടുത്തു. ഓക്കെ, അതിനുശേഷം സ്ട്രിങ് 2 ഇസ് ഈക്വൽ ടു സ്ട്രിങ് 1. ഓക്കെ, അപ്പൊ നൗ str1ൽ എന്തുണ്ട്? str1ല് എന്താണ് കണ്ടന്റ്? ABCD ആണുള്ളത്. ഇപ്പോ str2 ഇസ് ഈക്വൽ ടു str1 എന്ന് കൊടുത്തോട് കൂടിയിട്ട് ദിസ് ഇസ് str1. സോ str2നകത്തും ഇപ്പൊ എന്താണ് കണ്ടന്റ് ഉള്ളത്? ABCD തന്നെയാണ് കണ്ടന്റ് ഉള്ളത്. ഓക്കെ, അതിനുശേഷം str2 ഡോട്ട് കൺകാറ്റ് ന്യൂ സ്ട്രിങ് EF. ഓക്കെ, അപ്പൊ ഈ str2നകത്ത് ഓൾറെഡി എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ABCD ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെ കൂടെ EFും കൂടെ കൺകാറ്റിനേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ സ്ട്രിങ് 2ൽ എന്തായി മാറും? ABCD EF എന്നായിട്ട് അത് മാറി. ക്ലിയർ ആയോ? സോ str1നകത്ത് ABCD, ആ കണ്ടന്റ് തന്നെയാണ് നമ്മൾ str2ലേക്ക് കൊടുത്തത്. അതിനുശേഷം str2ന്റെ സ്ട്രിങ്ങിനെ നമ്മൾ കൺകാറ്റിനേറ്റ് ചെയ്യാണ്. ഓക്കെ, സോ str2നകത്ത് ഇപ്പൊ ABCD ആണ്. ABCD EF ആയി. str1നകത്ത് ABCD. ഓക്കെ, നൗ എന്ത് ചെയ്യാണ്? നമ്മൾ ഔട്ട്പുട്ട് ചെയ്യാണ്, അതായത് പ്രിന്റ് ചെയ്യാണ്. ഓക്കെ, സോ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് പ്രിന്റ് ചെയ്യുന്നത്? str1 ഡോട്ട് കൺകാറ്റിനേറ്റ് str2. അപ്പൊ str1ന്റെ സ്ട്രിങ് കൺകാറ്റിനേറ്റ് ചെയ്ത് str2ന്റെ ഒപ്പം കൺകാറ്റിനേറ്റ് ചെയ്ത് നമുക്ക് പ്രിന്റ് ചെയ്യണം. സോ ഔട്ട്പുട്ട് എന്ത് വരും? ABCD. ഇത് str1ന്റെ സ്ട്രിങ്. ദെൻ str2 ഇതിന്റെ കൂടെ കൺകാറ്റിനേറ്റ് ചെയ്തിട്ട് വരണം. സോ ABCDEF. ക്ലിയർ ആയോ? സോ ഇത്രയാണ് ആദ്യത്തെ ഈ ഒരു ഔട്ട്പുട്ട്. ഈ ഒരു സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട്. ഓക്കെ, സോ സ്ട്രിങ് ക്ലാസ്സിനെ പറ്റിയുള്ളത് കഴിഞ്ഞു. അടുത്തത് സ്ട്രിങ് ബഫർ ക്ലാസ് ആണ്. സ്ട്രിങ് ബഫർ ക്ലാസ്സിൽ ഞാൻ ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്തു SB1 എന്ന് പറഞ്ഞിട്ട്. സോ SB1നകത്ത് ഇപ്പൊ എന്താ കണ്ടന്റ്? SB1നകത്ത് ഇപ്പോൾ ഉള്ള കണ്ടന്റ് എന്ന് പറഞ്ഞത് ABCD ആണ്. ഓക്കെ, ABCD ആണ് SB1നകത്തുള്ളത്. അതിനുശേഷം അടുത്തൊരു ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്തു SB2. നൗ SB2 is also pointing to where? ഈ സെയിം മെമ്മറി ലൊക്കേഷനിലേക്കാണ് SB2 പോയിന്റ് ചെയ്യുന്നത്. അതിനുശേഷം SB2നകത്ത് ഞാൻ അപ്പൻഡ് ഓപ്പറേഷൻ ചെയ്യാണ്. EF എന്നുള്ള ഒരു 2 ക്യാരക്ടേഴ്സും കൂടെ ഞാൻ ഇതിന് കൂടെ അപ്പൻഡ് ചെയ്യാണ്. ഇവിടെ അപ്പൻഡിങ് നടക്കുന്ന സമയത്ത് നമ്മളൊരു പുതിയ ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്യുന്നില്ല. അതാണ് സ്ട്രിങ് ക്ലാസും സ്ട്രിങ് ബഫർ ക്ലാസും തമ്മിലുള്ള ഡിഫറൻസ്.
സോ സ്ട്രിംഗ് ക്ലാസ്സിനകത്ത് നമ്മൾ എന്ത് ചെയ്തു, STR2-നകത്ത് മാത്രമാണ് അപ്പൻഡ് ഓപ്പറേഷൻ നടന്നത്. സോ സ്ട്രിംഗ് ബഫർ ക്ലാസ് യൂസ് ചെയ്യുമ്പോൾ രണ്ടുപേരും പോയിന്റ് ചെയ്യുന്നത് ഒരേ മെമ്മറി ലൊക്കേഷനിലാണ്. സോ ഈ മെമ്മറി ലൊക്കേഷനിലാണ് അപ്ഡേഷൻ സംഭവിക്കുന്നത്. അല്ലാതെ പുതിയൊരു ഒബ്ജക്റ്റ് നമ്മൾ ഈ SB2-ന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പുതിയൊരു സ്ട്രിംഗ് അവിടെ വരികയോ ചെയ്യുന്നില്ല. ഓക്കെ, സോ നൗ SB1-ലെ കണ്ടന്റും SB2-ലെ കണ്ടന്റും രണ്ടും അപ്ഡേറ്റ് ആയി. മനസ്സിലായോ? രണ്ടും പോയിന്റ് ചെയ്യുന്നത് ഒരേ ലൊക്കേഷനിലാണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, അഗെയിൻ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ചെയ്യാണ്. സോ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ചെയ്യുമ്പോൾ SB1-ലെ കണ്ടന്റ് ആദ്യം വരണം, അതിനുശേഷം SB2-ലെ കണ്ടന്റ് വരണം. അപ്പൊ ഓൾറെഡി നമ്മൾ ഇത്രയും സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ബാക്കി ഭാഗമായിട്ട് SB1-ലെ കണ്ടന്റ് വരും. SB1-ലെ കണ്ടന്റ് എന്താണ്? ABCDEF. അപ്പൊ ABCDEF വരും. ദെൻ SB2-ലെ കണ്ടന്റ് എന്താ? അഗെയിൻ ABCDEF ആണ്. ഞാൻ താഴെ എഴുതാണ് ABCDEF തന്നെ പിന്നെയും വരും. ഓക്കെ, മനസ്സിലായോ? സോ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ ദിസ് വിൽ ബി അവർ ഓപ്ഷൻ എ. ഓക്കെ, ഓപ്ഷൻ എ ആണ് ABCD, ABCDEF, ABCDEF, ABCDEF. മനസ്സിലായോ? സോ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. Next question, what will be the output of the following program? Class base public static void main display system.out.print IAM base derived extend base super dot display print system.out.print IAM derived then public class test3. സോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഒരു ബേസ് ക്ലാസ് ഉണ്ട്. ആ ബേസ് ക്ലാസ്സിനകത്ത് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതിനകത്ത് IAM ബേസ് എന്ന് പ്രിന്റ് ചെയ്യും. അതുപോലെ ഡിറൈവ്ഡ് ക്ലാസ് ഉണ്ട്. ഡിറൈവ്ഡ് ക്ലാസ്സിനകത്തും ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അവിടെ സൂപ്പർ ഡോട്ട് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു കോള് പോകുന്നുണ്ട്. അതുകൂടാതെ IAM ഡിറൈവ്ഡ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പാരന്റ് ക്ലാസ്സിലും ചൈൽഡ് ക്ലാസ്സിലും ഒരേ പേരിലുള്ള മെത്തേഡ് ഉണ്ട്. നൗ നമ്മൾ test3 എന്ന് പറയുന്ന ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. സോ ബേസ് ക്ലാസിന്റെ ടൈപ്പില് ഡിറൈവ്ഡ് ക്ലാസ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ എന്നിട്ട് ആ ഒരു b.display എന്ന് പറയുന്ന കോള് വരുമ്പോൾ എന്ത് സംഭവിക്കും എന്നാണ് ചോദിക്കുന്നത്. സോ നേരത്തെ നമ്മളൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിരുന്നു. അതേ കാര്യം തന്നെയാണ് ഇവിടെ വരുന്നത്. അതായത് ഇവിടെ സ്റ്റാറ്റിക് കീവേഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ സ്റ്റാറ്റിക് കീവേഡ് യൂസ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് ഇവിടെ മെത്തേഡ് ഓവർ റൈഡിങ് തന്നെയാണ് സംഭവിക്കേണ്ടത്. പക്ഷെ സ്റ്റാറ്റിക് ആയിട്ടാണ് മെത്തേഡ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ സ്റ്റാറ്റിക് കീവേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് സംഭവിക്കില്ല? മെത്തേഡ് ഓവർ റൈഡിങ് സംഭവിക്കില്ല. ഓക്കെ, സോ ബേസിക്കലി അതാണ് കേസ്. പക്ഷെ ഇവിടെ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. സൂപ്പർ ഡോട്ട് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഈ ഒരു കോള് നിങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, സോ ഇവിടെ ഈ പറയുന്ന ഡിസ്പ്ലേ എന്ന് പറയുന്ന മെത്തേഡ് എന്താണ്? ഒരു സ്റ്റാറ്റിക് മെത്തേഡ് ആണ്. സോ സ്റ്റാറ്റിക് മെത്തേഡിനകത്ത് സ്റ്റാറ്റിക് എലമെന്റ്സ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ സൂപ്പർ എന്ന് പറയുന്ന അതൊരു കീവേഡ്, അതൊരു സ്റ്റാറ്റിക് മെമ്പർ അല്ല. ഓക്കെ, സോ ഇത് ഒരു ഇല്ലീഗൽ യൂസ് ആണ്. ഈ സൂപ്പർ ഡോട്ട് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഈ ഒരു യൂസ്, ഇതൊരു ഇല്ലീഗൽ ആയിട്ടുള്ള യൂസ് ആണ്. സോ ഇറ്റ് വിൽ ജനറേറ്റ് എ കമ്പൈലേഷൻ എറർ. ഓക്കെ, സോ ഈ ഒരു സൂപ്പർ കീവേഡ് ഇവിടെ യൂസ് ചെയ്തതുകൊണ്ട് സ്റ്റാറ്റിക് മെത്തേഡിനകത്ത് ഈ ഒരു നോൺ സ്റ്റാറ്റിക് മെമ്പറിനെ യൂസ് ചെയ്തതുകൊണ്ട് ദാറ്റ് വിൽ ജനറേറ്റ് എ കമ്പൈലേഷൻ എറർ. ഓക്കെ, സോ ഇവിടെ നമ്മുടെ കയ്യിൽ ഒരു പ്രീ ഓർഡർ ട്രാവേഴ്സൽ ഓഫ് എ ബൈനറി സെർച്ച് ട്രീ, ബൈനറി സെർച്ച് ട്രീയുടെ ഒരു പ്രീ ഓർഡർ ട്രാവേഴ്സൽ തന്നിട്ടുണ്ട്. ഇതിന്റെ പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഓൾറെഡി ബൈനറി സെർച്ച് ട്രീ ആണെന്ന് പറഞ്ഞതുകൊണ്ട് ട്രീ പെട്ടെന്ന് തന്നെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ പ്രീ ഓർഡറിൽ നമുക്കറിയാം ഇപ്പോഴും റൂട്ട് ആയിരിക്കും നമ്മുടെ ഏറ്റവും ഫസ്റ്റ് എലമെന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ 11 എന്ന് പറയുന്നത് റൂട്ട് ആയിരിക്കും. ഓക്കെ, 11 റൂട്ട് ആണ്. ദെൻ നെക്സ്റ്റ് 7 എന്ന് പറയുന്നത് 11നേക്കാൾ ചെറിയ നമ്പർ ആണ്. സോ ലെഫ്റ്റ് സൈഡിൽ വന്നു. ദെൻ 5 അഗെയിൻ ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ വന്നു. ദെൻ 1 അഗെയിൻ ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ വന്നു. ദെൻ 6 5നേക്കാൾ ഗ്രേറ്റർ നമ്പർ ആണ്. അപ്പൊ ഇവിടെ വന്നു. ദെൻ 8 എന്ന് പറയുന്നത് 7നേക്കാൾ ഗ്രേറ്റർ നമ്പർ ആണ്. അപ്പൊ ഇവിടെ വന്നു. ദെൻ 9 8നേക്കാൾ വലിയ നമ്പർ ആണ്. അപ്പൊ 9 ഇവിടെ വന്നു. ദെൻ 11 കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് 15 എന്ന് പറയുന്നത് 11നേക്കാൾ ഗ്രേറ്റർ നമ്പർ ആണ്. സോ ഇവിടെ വന്നു. ദെൻ 14 ഇവിടെ വരും. ദെൻ 18 ഇവിടെ വരും. Then 16 will comes here. Then 90. Okay, so this will be our tree. ഇനി ഇതിന്റെ പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സിൽ കാണാൻ എളുപ്പമല്ലേ? പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സിൽ കാണുമ്പോൾ എങ്ങനെയാണ്? ഇനീഷ്യലി റൂട്ട്, പ്രീ ഓർഡർ ട്രാവേഴ്സിൽ എങ്ങനെയായിരുന്നു? റൂട്ട്, ലെഫ്റ്റ്, റൈറ്റ്, ഇതായിരുന്നു പ്രീ ഓർഡർ ട്രാവേഴ്സലിന്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത്. പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സിലാകുമ്പോൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ ലെഫ്റ്റ്,
റൈറ്റ് റൂട്ട് ഏറ്റവും അവസാനം വരും. ഓക്കെ, സോ 11 എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് ആണ് വരേണ്ടത്. സോ ഓൾറെഡി ഓപ്ഷൻ എ കട്ടായി പോയി. ദെൻ ആദ്യം ലെഫ്റ്റ് മോസ്റ്റ് എലമെന്റ് ആണ് വരേണ്ടത്. സോ ലെഫ്റ്റ് മോസ്റ്റ് ട്രീയിലേക്ക് പോകുമ്പോൾ നമുക്ക് ആദ്യം വരേണ്ട ഔട്ട്പുട്ട് 1 ആയിരിക്കണം. ഓക്കെ, സോ 1 തുടങ്ങി 11 അവസാനിക്കുന്ന, ഓക്കെ, അത് മാത്രം നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഈ ട്രീയുടെ അകത്ത് 1 തുടങ്ങി 11 അവസാനിക്കുന്ന ഓപ്ഷൻ ആകെ ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. നിങ്ങൾ മൊത്തം ട്രാവേഴ്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, നമുക്ക് മനസ്സിലായി 11 ആണ് റൂട്ട്, അപ്പൊ 11 ആയിരിക്കും ഏറ്റവും അവസാനം വരേണ്ടത്. ഈ ട്രീയുടെ പ്രകാരം ഏറ്റവും ആദ്യം വരുന്ന എലമെന്റ് 1 ആണെന്ന് മനസ്സിലായി. സോ ഇതിനകത്ത് ആകെ ആ ഒരു കോമ്പിനേഷനിൽ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. നിങ്ങൾ ഫുൾ ട്രാവേഴ്സ് ചെയ്ത് നോക്കിക്കോളൂ, ഈ സെയിം ആൻസർ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ ഷോർട്ട് ആയിട്ട് പെട്ടെന്ന് ഇങ്ങനെ ട്രിക്കായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാം. ഓക്കെ, so next question, an unordered list contain m distinct elements. The number of comparison to find an element that is element in the list that is neither minimum nor maximum. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കയ്യിൽ m ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സ് ഉണ്ട്. അപ്പൊ ഈ ഡിസ്റ്റിങ്ക്ട് എന്നുള്ള കീവേഡ് ഇതിൽ ഇമ്പോർട്ടന്റ് ആണ്. m ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സ് ആണുള്ളത്. എമ്മിന്റെ വാല്യൂ എന്ത് തന്നെ ആയിക്കോട്ടെ. സോ ഇതിനകത്ത് ചോദിക്കുന്നത് എത്ര കമ്പാരിസൺ വേണം. അതിനകത്ത് ഒരു എലമെന്റ്, ഓക്കെ, അതിനകത്ത് ഒരു എലമെന്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. ദാറ്റ് ഈസ് നൈദർ മാക്സിമം നോർ മിനിമം. മാക്സിമോ അല്ല മിനിമോ അല്ലാത്ത ഒരു സിംഗിൾ എലമെന്റ് കണ്ടുപിടിക്കാൻ നമുക്ക് എത്രയായിരിക്കും നമ്മുടെ നമ്പർ ഓഫ് കമ്പാരിസൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ സപ്പോസ് നമ്മുടെ കയ്യിൽ ഒരു 10 എലമെന്റ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. 10 എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, സോ ഇതിനകത്ത് 7, 5, 8, 1, 2, 3 ഇത്ര എലമെന്റ്സ് ആണ് ഉള്ളതെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ദിസ് മച്ച് എലമെന്റ്സ് ആർ ദർ. ഓക്കെ, ഇനി ഇതിനകത്തുനിന്ന് എനിക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഒരു എലമെന്റ് കണ്ടുപിടിക്കണം. ദാറ്റ് ഇസ് നൈദർ മാക്സിമം നോർ മിനിമം. മാക്സിമമോ മിനിമമോ അല്ലാത്തൊരു എലമെന്റിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇതിനകത്ത് ഞാൻ ആദ്യത്തെ 3 നമ്പറിനെ മാത്രം കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ആദ്യത്തെ 3 നമ്പറിനെ മാത്രം കൺസിഡർ ചെയ്തു. ഇതിനകത്ത് ഗ്രേറ്റസ്റ്റും സ്മോളസ്റ്റും ആയിട്ടുള്ള എലമെന്റിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ, ഇപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ 7 എന്നുള്ള എലമെന്റ് 5നേക്കാൾ ഗ്രേറ്റർ ആണ്. ഓക്കെ, എന്നാൽ 8നേക്കാൾ സ്മോളറും ആണ്. അപ്പൊ ഈ 7 എന്ന് പറയുന്ന എലമെന്റ് എന്തായിരിക്കും? ഒരു സ്മോളസ്റ്റ് എലമെന്റും അല്ല, ഈ മൊത്തം ലിസ്റ്റിനകത്ത് സ്മോളസ്റ്റ് എലമെന്റും അല്ല, ലാർജസ്റ്റ് എലമെന്റും അല്ല. ഓക്കെ, സോ ഈ 3 നമ്പേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടി? ഒരു എലമെന്റ് അങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. ദാറ്റ് ഇസ് നൈദർ മാക്സിമം നോർ മിനിമം ഇൻ ദിസ് ലിസ്റ്റ്. ഇതിനകത്ത് എല്ലാ എലമെന്റും ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സ് ആണ്. ഓക്കെ, സോ അങ്ങനെയാവുന്ന കേസിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സ് ആണ്. സോ ഈ 3 നമ്പേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് എനിക്ക് ഒരു സിംഗിൾ എലമെന്റിനെ ഇങ്ങനത്തെ ഈ ഒരു കേസിനകത്ത് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലൊരു നമ്പറിനെ എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. ഓക്കെ, സോ ഈ നമ്പർ ഓഫ് കമ്പാരിസൺ എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആണ് ഇവിടെ. ഓക്കെ, ഈ ലിസ്റ്റ് എത്ര തന്നെ വലുതായിക്കോട്ടെ, ഓക്കെ, എത്ര വലിയ ലിസ്റ്റ് ആണെങ്കിലും ഒരു 3 നമ്പർ വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ആൻസർ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. സോ ദിസ് വിൽ ഓൾവേസ് ബി എ കോൺസ്റ്റന്റ്. ഈ നമ്പർ ഓഫ് കമ്പാരിസൺ റിക്വയർഡ് വിൽ ഓൾവേസ് ബി എ കോൺസ്റ്റന്റ്. ഓക്കെ, സോ ഓപ്ഷൻ ഡി ബിഗ് ഓഫ് 1 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലെവൽ ഓർഡർ ട്രാവേഴ്സൽ of a rooted tree can be done by starting from the root and performing which of the following? Option A, pre-order traversal. Option B, depth first search. Option C, post-order traversal. Option D, breadth first search. Okay, so level order traversal നമുക്ക് എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റും? ഒരു റൂട്ടഡ് സബ് ട്രീ തന്നിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഒരു റൂട്ടഡ് ട്രീ തന്നിട്ടുണ്ടെങ്കിൽ അവിടെ ലെവൽ ഓർഡർ ട്രാവേഴ്സൽ എങ്ങനെ പറ്റും? അപ്പൊ എ, ബി, സി, ഡി, ഇ, എഫ്, ജി ഇത്ര എലമെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ലെവൽ ഓർഡർ ഓരോ ലെവൽ വൈസ് നമുക്ക് ട്രാവേഴ്സ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രീ ഓർഡറോ പോസ്റ്റ് ഓർഡറോ ഡെപ്ത് ഫസ്റ്റ് സെർച്ചോ ഏതെങ്കിലും ഓപ്ഷൻസ് യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഓക്കെ, ഏതാണ് ഇതിന്റെ റൈറ്റ് ആൻസർ വരുന്നത്? BFS, ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്നത്. ലെവൽ ബൈ ലെവൽ നമുക്ക് സ്കാൻ ചെയ്യണമെങ്കിൽ പ്രീ ഓർഡർ ആണെങ്കിൽ എങ്ങനെയാണ്? പ്രീ ഓർഡർ ആണെങ്കിൽ ഫസ്റ്റ് റൂട്ട് എടുക്കും, ദെൻ ലെഫ്റ്റ് മോസ്റ്റ് എലമെന്റ് ആണ് എടുക്കുക. അപ്പൊ ഫസ്റ്റ് എ എഴുതും, അതിനുശേഷം ലെഫ്റ്റ് മോസ്റ്റ് എലമെന്റിലേക്കാണ് പോകുന്നത്. ഓക്കെ, സോ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരു ലെവൽ ബൈ ലെവൽ സ്കാനിങ് അല്ല,
പോസ്റ്റ് ഓർഡർ ആണെങ്കിലും അങ്ങനെ തന്നെ അല്ലെ. പോസ്റ്റ് ഓർഡർ ആണെങ്കിൽ എങ്ങനെയാണ്, ഫസ്റ്റ് തന്നെ നമ്മൾ ലെഫ്റ്റ് മോസ്റ്റ് എലമെന്റിലേക്ക് പോകും അല്ലെ. സോ ഫസ്റ്റേ നമ്മൾ താഴത്തേക്ക് പോകും. സോ അവിടെയും ലെവൽ ബൈ ലെവൽ സ്കാനിങ് ഇല്ല. ഡെപ്ത് ഫസ്റ്റ് സെർച്ചും അതെ, നമ്മൾ ഡെപ്ത് വൈസ് ആണ് സ്കാൻ ചെയ്ത് പോകുന്നത്. സോ അവിടെയും ഒരു ലെവൽ ബൈ ലെവൽ സ്കാനിങ് അല്ല. ലെവൽ ബൈ ലെവൽ സ്കാനിങ് ചെയ്യുന്നത് ഇതിനകത്ത് BFS മാത്രമാണ്, ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് മാത്രമാണ്. BFSന്റെ മറ്റൊരു പേര് തന്നെയാണ് ലെവൽ ഓർഡർ ട്രാവേഴ്സൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഒരു എക്സ്പ്രഷൻ ഇവാലുവേഷൻ ആണ്. ഒരു പ്രിഫിക്സ് എക്സ്പ്രഷൻ തന്നിട്ട് അതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്താന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനു വേണ്ടി നമുക്കൊരു സ്റ്റാക്ക് ക്രിയേറ്റ് ചെയ്യണം. ഓപ്പറാൻസിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക, ഓപ്പറേറ്ററിനെ കാണുമ്പോൾ പോപ്പ് ചെയ്ത് ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. ഇതാണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇനീഷ്യലി സ്റ്റാക്കിനകത്ത് എന്തായിരിക്കും എലമെന്റ്സ് ഉണ്ടാവുക? ഇനീഷ്യലി സ്റ്റാക്കിനകത്ത് ഫസ്റ്റ് 1 വന്നു, പിന്നെ 3 കയറി, അതിനുശേഷം അതിന്റെ മുകളിലായിട്ട് ആര് വന്നു? 5 വന്നു. അപ്പോൾ സ്റ്റാക്കിനകത്ത് ഇപ്പൊ 1, 3, 5. ഓക്കെ, ഇത്രയും എലമെന്റ്സ് ആണുള്ളത്. ഇതിനുശേഷം എന്ത് ഓപ്പറേഷൻ വന്നു? മൈനസ് ഓപ്പറേഷൻ വന്നു. സോ മൈനസ് ഓപ്പറേഷൻ വരുന്ന സമയത്ത് സ്റ്റാക്കിന്റെ ടോപ്പിൽ കിടക്കുന്ന 5ഉം 3യും തമ്മിൽ സബ്സ്ട്രാക്ഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്തു. റിസൾട്ട് നമ്മൾ സ്റ്റോർ ചെയ്യാണ്. സോ 1 അവിടെ തന്നെ കിടപ്പുണ്ട്. 5ഉം 3യും 5 - 3 2 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടി. ഓക്കെ, സോ 2 എന്നുള്ള ആൻസർ കിട്ടി. അത് നമ്മൾ സ്റ്റാക്കിൽ വെച്ചു. നെക്സ്റ്റ് പ്ലസ് ഓപ്പറേഷൻ ആണ്. സോ ഈ അവൈലബിൾ ആയിട്ടുള്ള രണ്ടാൾക്കാരും നമ്മൾ പ്ലസ് ഓപ്പറേഷൻ പെർഫോം ചെയ്തു. റിസൾട്ട് എന്ത് വന്നു? 3 എന്ന് പറയുന്ന റിസൾട്ടിനെ നമ്മൾ ഇവിടെ വെച്ചു. നൗ സ്റ്റാക്കിലേക്ക് 2 പുഷ് ചെയ്തു, 4 പുഷ് ചെയ്തു. അതിനുശേഷം സബ്സ്ട്രാക്ഷൻ ഓപ്പറേഷൻ ആണ്. സോ സബ്സ്ട്രാക്ഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ 4 - 2 2 എന്നുള്ള ആൻസർ കിട്ടും. സോ 3 ഇവിടെ വന്നു, 2 ഇവിടെ വന്നു. ഓക്കെ, ദെൻ ഒരു ഡിവിഷൻ ഓപ്പറേഷൻ ആണ്. സോ 2ഉം 3യും നമ്മൾ ഡിവിഷൻ ചെയ്യണം. നിങ്ങളത് ഫ്രാക്ഷനിലേക്ക് ഒന്നും പോകണ്ട, ഫ്രാക്ഷൻ ആയിട്ട് തന്നെ എഴുതിയാൽ മതി. പോയിന്റ് വാല്യൂ ഒന്നും എഴുതണ്ട, 2/3 തന്നെ എഴുതി. ഓക്കെ, അതിനുശേഷം 1 പുഷ് ചെയ്തു, 2 പുഷ് ചെയ്തു. ഓക്കെ, ദെൻ ഒരു സബ്സ്ട്രാക്ഷൻ ഓപ്പറേഷൻ ആണ്. സോ 2 - 1 ഓപ്പറേഷൻ പെർഫോം ചെയ്തു. 2/3 ഇവിടെ ഉണ്ട് താഴെ. ദെൻ 2ഉം 1ഉം തമ്മിൽ ഒരു സബ്സ്ട്രാക്ഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്തു. 1 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടി. അതിനുശേഷം 5 പുഷ് ചെയ്യാണ്. സോ 5 പുഷ് ചെയ്യുമ്പോൾ ഇവിടെ 2/3 ഉണ്ട്, 1 ഉണ്ട്, 5 ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് പ്ലസ് ഓപ്പറേഷൻ ആണ്. സോ 5ഉം 1ഉം തമ്മിൽ പ്ലസ് ഓപ്പറേഷൻ പെർഫോം ചെയ്യും. സോ 6 എന്നുള്ള ആൻസർ വരും, 6 വരും, 2/3 വരും. ദെൻ ലാസ്റ്റ് ഓപ്പറേഷൻ എന്താണ്? ഈ 6ഉം 2/3 തമ്മിൽ ഒരു മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ 6 × 2/3 എന്ന് പറയുമ്പോൾ ഇവിടെ ക്യാൻസൽ ആയി പോവും. 2 എന്നുള്ള ആൻസർ വരും. സോ ദാറ്റ് ആൻസർ വിൽ ബി 2 × 2 4. ഓക്കെ, 4 എന്നായിരിക്കും ഫൈനൽ ആൻസർ വരിക. ഓക്കെ, സോ ഇത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് പ്രിഫിക്സ് എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യാം. പ്രിഫിക്സ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും അവസാനത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, ഓപ്പറേറ്റേഴ്സിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. സോറി, ഓപ്പറേറ്റേഴ്സിനെ അല്ലെ, ഓപ്പറാൻസിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. ഒരു ഓപ്പറേറ്റർ വരുന്ന സമയത്ത് മുകളിലുള്ള എലമെന്റ്സിന്റെ ഇടയിൽ ആ ഓപ്പറേഷൻ പെർഫോം ചെയ്യുക, ആ റിസൾട്ടും സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അവസാനം വരെ ചെയ്ത് പോവുക. ഇത്രയേ ഉള്ളൂ പ്രിഫിക്സ് എക്സ്പ്രഷൻ ഇവാലുവേഷൻ. ഓക്കെ, സോ ഫൈനൽ ആൻസർ ഓപ്ഷൻ സി 4 എന്നാണ് നമുക്ക് കിട്ടുക. So next question, in the balanced binary tree in the below figure, how many nodes will become unbalanced when 2 nodes are inserted as a children of the node G? ഇവിടെ ചോദിച്ചിരിക്കുന്നത് G എന്ന് പറയുന്ന ഈ ഒരു നോഡ്, ഇതിന് 2 ചിൽഡ്രൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. സപ്പോസ് എക്സും വൈ എന്നും പറഞ്ഞ് 2 ചിൽഡ്രനെ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇങ്ങനെ 2 ചിൽഡ്രൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതില് എത്ര നോഡ്സ് അൺബാലൻസ്ഡ് ആവും എന്നാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇവിടെ ക്വസ്റ്റ്യനില് ബാലൻസ്ഡ് ബൈനറി ട്രീ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമുക്കറിയാം ഒരുപാട് ബാലൻസ്ഡ് ബൈനറി ട്രീ ഉണ്ട്, AVL ട്രീ ഉണ്ട്, റെഡ് ബ്ലാക്ക് ട്രീ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, സോ ഇതിൽ ഏത് ട്രീ ആണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്നൊന്നും ഇവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. നമ്മൾ ഇവിടെ അസ്യൂം ചെയ്യുന്നത് AVL ട്രീ ആണ് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു അസംഷനിലാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. സോ AVL ട്രീ ആണ് എന്നുള്ള ഒരു അസംഷനിൽ നമ്മളത് ചെയ്യാണ്. സോ AVL ട്രീയിൽ നമ്മൾ ഒരു 2 നോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇനി അൺബാലൻസ്ഡ് നോഡ്സ് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? ബാലൻസ് ഫാക്ടർ കണ്ടുപിടിക്കണം. അപ്പൊ ഓരോ നോഡിന്റെയും ബാലൻസ് ഫാക്ടർ കണ്ടുപിടിക്കുക. ബാലൻസ് ഫാക്ടറിന്റെ വാല്യൂ -1ഓ 0യോ 1ഓ വരികയാണെങ്കിൽ കുഴപ്പമില്ല. അതല്ലാതെ വാല്യൂ വന്നു കഴിഞ്ഞാൽ
2 ഒക്കെ വന്നു കഴിഞ്ഞാൽ that means the node is unbalanced. Okay. സോ ഇതാണ് നമുക്ക് ഈ ബാലൻസ് ഫാക്ടർ ഓരോ നോഡിന്റെയും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ പുതിയതായിട്ട് 2 നോഡ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, എക്സും വൈയും. സോ അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, ബാലൻസ് ഫാക്ടർ ഐഡന്റിഫൈ ചെയ്ത് പോവാം. സോ എക്സ് എങ്ങനെ ബാലൻസ് ഫാക്ടർ കണ്ടുപിടിക്കുക? ദ ഹൈറ്റ് ഓഫ് ലെഫ്റ്റ് ചൈൽഡ് മൈനസ് ദ ഹൈറ്റ് ഓഫ് റൈറ്റ് ചൈൽഡ്. ഓക്കെ, സോ ലെഫ്റ്റ് ചൈൽഡിന്റെ എക്സിന്റെ ലെഫ്റ്റ് ചൈൽഡിന്റെ ഹൈറ്റ് എത്രയാണ്? -1. ഓക്കെ, മൈനസ് റൈറ്റ് ചൈൽഡിന്റെ ഹൈറ്റ് എത്രയാണ്? -1. സോ -1 അത് രണ്ടും കൂടെ സബ്സ്ട്രാക്ട് ചെയ്ത് നമുക്ക് എന്താ ആൻസർ കിട്ടുക? 0. ഓക്കെ, സോ എക്സിന്റെ ഹൈറ്റ് 0 ആണെന്ന് കിട്ടി. എക്സിന്റെ മാത്രമല്ല, എല്ലാ ലീഫ് നോഡുകളും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും അതിന്റെ എല്ലാം ഹൈറ്റ് എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ എക്സ് ഇവിടെ ലീഫ് നോഡാണ്, സോ എക്സിന്റെ ഹൈറ്റ് 0. വൈ ലീഫ് നോഡാണ്, വൈയുടെ ഹൈറ്റ് 0. ഡി ലീഫ് നോഡാണ്, ഡിയുടെ ഹൈറ്റ് 0. എഫും ലീഫ് നോഡാണ്, സോ എഫിന്റെ ഹൈറ്റും 0. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇനി സി നമുക്ക് നോക്കാം. സോ സിയുടെ കേസില് സിയുടെ ഹൈറ്റ് ബാലൻസ് ഫാക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ ഹൈറ്റ് ഓഫ് ലെഫ്റ്റ് ചൈൽഡ് എത്രയാണ്? 0, 1. ഓക്കെ, സോ 1 മൈനസ് റൈറ്റ് ചൈൽഡ് ഇല്ല, സോ -1. ഓക്കെ, സോ 1 മൈനസ് 1 എന്ന് വരും. സോ ആൻസർ എന്ത് വരും? സിയുടെ ബാലൻസ് ഫാക്ടർ എന്ന് പറയുന്നത് 2 ആയിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ബി എന്ന് പറയുന്ന നോഡിന്റെ ബാലൻസ് ഫാക്ടർ നോക്കാം. സോ 0, 1, 2. ഓക്കെ, 2 ആണ് ലെഫ്റ്റ് ചൈൽഡ്, മൈനസ് ബാലൻസ് ഫാക്ടർ ഓഫ് റൈറ്റ് ചൈൽഡിന്റെ ഹൈറ്റ് എത്രയാണ്? 0. ഓക്കെ, സോ 2 - 0 എന്താ ആൻസർ വരും? സോ ബി എന്ന് പറയുന്ന നോഡിന്റെയും ബാലൻസ് ഫാക്ടർ 2 ആന്ന് കിട്ടി. ദെൻ എ എന്ന് പറയുന്ന നോഡിന്റെ നോക്കാം. എ എന്ന് പറയുന്ന നോഡിന്റെ ലെഫ്റ്റ് ചൈൽഡിന്റെ ഹൈറ്റ് എത്രയാണ്? സോ 0, 1, 2, 3. ഓക്കെ, 3 മൈനസ് റൈറ്റ് ചൈൽഡിന്റെ ഹൈറ്റ് എത്രയാ? 0, 1. ഓക്കെ, 1. സോ 3 - 1 എന്ന് ആൻസർ കിട്ടിയത് 2 എന്ന് പറയുന്ന ആൻസർ ആണ് എയുടെ ബാലൻസ് ഫാക്ടർ ആയിട്ട് കിട്ടിയത്. ഇനി ഇ എന്ന് പറയുന്ന നോഡ് നമുക്ക് നോക്കാം. സോ ഇ എന്ന് പറയുന്ന നോഡ് നോക്കുമ്പോൾ അതിന്റെ ലെഫ്റ്റ് ചൈൽഡ് എന്ന് പറയുന്ന അതിന്റെ ഹൈറ്റ് ദാറ്റ് ഇസ് 0. ദെൻ മൈനസ് ഇതിന്റെ റൈറ്റ് ചൈൽഡിന്റെ ഹൈറ്റ് -1 ആണ്, സോ -1. സോ 0 - -1 is equal to 1 എന്ന് നമുക്ക് ആൻസർ കിട്ടി. സോ ഇവിടെ ബാലൻസ് ഫാക്ടേഴ്സ് അനലൈസ് ചെയ്യുമ്പോൾ എക്സ്, വൈ, ഡി, എഫ് ഇതിന്റെ എല്ലാം ബാലൻസ് ഫാക്ടേഴ്സ് 0 ആണ്. സോ അതെല്ലാം ബാലൻസ്ഡ് ആണ്. ദെൻ ഇയുടെ നോക്കുമ്പോൾ ഇയുടെ ബാലൻസ് ഫാക്ടർ 1 ആണ്, സോ അതും ബാലൻസ്ഡ് ആണ്. പക്ഷെ നോഡ് എ ബി സി എന്ന് പറയുന്ന ഈ 3 നോഡുകളുടെയും ബാലൻസ് ഫാക്ടർ എത്രയാണ് നമുക്ക് ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത്? 2 ആണ് കിട്ടിയത്. ഓക്കെ, സോ ബാലൻസ് ഫാക്ടർ 2 ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന 3 നോഡുകളും അൺബാലൻസ്ഡ് ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് അൺബാലൻസ്ഡ് നോഡ്സ് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ 3 നോഡ്സ് ആണ് അൺബാലൻസ്ഡ് ആയി പോകുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് ഗ്രാഫ്. താഴെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ഫോളോയിങ് സീക്വൻസസ് തന്നിട്ടുണ്ട്. PQRS എന്ന് പറഞ്ഞിട്ട് 4 സീക്വൻസ് തന്നിട്ടുണ്ട്. അതിനകത്ത് ഈ 4 സീക്വൻസിൽ ഏതൊക്കെയാണ് ഡെപ്ത് ഫസ്റ്റ് ട്രാവേഴ്സൽ ഓഫ് ദ എബോവ് ഗ്രാഫ്? ഈ തന്നിരിക്കുന്ന ഗ്രാഫിന്റെ DFS ട്രാവേഴ്സൽ ഈ പറഞ്ഞിരിക്കുന്ന സീക്വൻസിൽ ഏതൊക്കെയാണെന്നാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. സോ ഓരോ സീക്വൻസ് എടുത്ത് നമുക്ക് നോക്കാം. സോ ABCDEGHF. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, എന്ന് ബിയിലേക്ക് പോയി. ഓക്കെ, എന്ന് ബിയിലേക്ക് ഒരു എഡ്ജ് ഉണ്ട്, സോ കുഴപ്പമില്ല, പോവാം. ദെൻ ബിയിൽ നിന്ന് ഇയിലേക്ക് പോയി. ഓക്കെ, കുഴപ്പമില്ല. ഇയിൽ നിന്ന് ജിയിലേക്ക് പോയി. ഓക്കെ, ഫൈൻ. ദെൻ ജിയിൽ നിന്ന് എച്ചിലേക്ക് പോയി. ഓക്കെ, ദെൻ എച്ചിൽ നിന്ന് എഫിലേക്ക് പോയി. ഓക്കെ, സോ ദിസ് ഇസ് എ DFS. ഈ ഒരു പാത്ത് DFS ആണ്. സോ പി എന്ന് പറയുന്നത് ഒരു DFS സീക്വൻസ് ആണ്. ദെൻ നെക്സ്റ്റ് ഞാൻ വേറൊരു കളറിലെടുക്കാം, ബ്ലൂവിലെടുക്കാം. സോ എയിൽ നിന്ന് ബിയിലേക്ക് പോയി. ഓക്കെ, സോ ബിയിൽ നിന്ന് എഫിലേക്ക് പോയി. ഓക്കെ, എഫിൽ നിന്ന് ജിയിലേക്ക് പോയി. ഓക്കെ, ജിയിൽ നിന്ന് എച്ചിലേക്ക് പോയി. ഓക്കെ, ദെൻ എച്ചിൽ നിന്ന് ഇയിലേക്ക്. അപ്പൊ എച്ചിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഇയിലേക്ക് പോകാൻ പറ്റില്ല, അപ്പൊ എച്ചിൽ നിന്ന് തിരിച്ച് ജിയിലേക്ക് വന്നു. ദെൻ ജിയിൽ നിന്ന് ഇയിലേക്ക് പോയി. ഓക്കെ, ഫൈൻ. സോ ഇതും എന്താണ്? ഒരു DFS സീക്വൻസ് ആണ്. സോ ദിസ് ഇസ് ഓൾസോ കറക്റ്റ്. ദെൻ നെക്സ്റ്റ് സീക്വൻസ് എയിൽ നിന്ന് ബിയിലേക്ക് വന്നു, ബിയിൽ നിന്ന് എഫിലേക്ക് പോയി, എഫിൽ നിന്ന് എച്ചിലേക്ക് പോയി. ഓക്കെ, ദെൻ എച്ചിൽ നിന്ന് ജിയിലേക്ക് പോയി, ജിയിൽ നിന്ന് ഇയിലേക്ക് പോയി. ഓക്കെ, സോ ഇതും ഒരു വാലിഡ് ആയിട്ടുള്ള DFS സീക്വൻസ് ആണ്. ദെൻ അടുത്തത് എസ് നോക്കാം.
എയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എഫിലേക്ക് പോയി. ഓക്കെ, എഫിൽ നിന്ന് ജിയിലേക്ക് പോയി. ഓക്കെ, ജിയിൽ നിന്ന് എച്ചിലേക്ക് പോയി, എച്ചിൽ നിന്ന് ബിയിലേക്ക് പോയി, ബിയിൽ നിന്ന് ഇയിലേക്ക് പോയി. ഓക്കെ, ഇതും എന്താണ്, ഒരു വാലിഡ് ആയിട്ടുള്ള DFS സീക്വൻസ് ആണ്. അപ്പൊ തന്നിരിക്കുന്ന എല്ലാം തന്നെ PQRS എല്ലാം തന്നെ എന്താണ്, ബേസിക്കലി ഒരു DFS സീക്വൻസുകളാണ്. സോ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മോഡൽ ഇസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ അക്കോമഡേറ്റിംഗ് എനി ചേഞ്ച്? ഓക്കെ, സോ ഇവിടെ ഒരുപാട് മോഡൽസ് ഉണ്ട്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് മോഡൽസ് ഉണ്ട്. അപ്പൊ നമുക്കറിയാം റാഡ് മോഡലുണ്ട്, പ്രോട്ടോടൈപ്പ് മോഡലുണ്ട്, ബിൽഡ് ആൻഡ് ഫിക്സ് മോഡലുണ്ട്, വാട്ടർഫോൾ മോഡലുണ്ട്. അപ്പൊ ഈ തന്നിരിക്കുന്ന മോഡൽസിൽ ചേഞ്ചസ് അക്സെപ്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ ചേഞ്ചസ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത മോഡൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിന്റെ ആൻസർ വരുന്നത് വാട്ടർഫോൾ മോഡലാണ്. ഇപ്പൊ വാട്ടർഫോൾ മോഡൽസിന് ചേഞ്ചസ് അക്കോമഡേറ്റ് ചെയ്യാൻ അതിനുള്ള ഒരു കപ്പാസിറ്റി വാട്ടർഫോൾ മോഡലിന് ഇല്ല. ഓക്കെ, സോ വാട്ടർഫോൾ മോഡലാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. White box testing, a software testing technique, is sometimes called option A, graph testing, option B, basic path, option C, glass box testing, option D, data flow. അപ്പോൾ വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങിന് പറയുന്ന മറ്റൊരു പേരാണ് ഗ്ലാസ് ബോക്സ് ടെസ്റ്റിംഗ്. ഓക്കെ, ഗ്ലാസ് ബോക്സ് ടെസ്റ്റിംഗ്, അതുപോലെ ട്രാൻസ്പാരന്റ് ടെസ്റ്റിംഗ് എന്നൊക്കെ നമ്മൾ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് മെത്തേഡ്സിനെ വിളിക്കുന്ന മറ്റു പേരുകളാണ്. സോ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ. Which one of the following is not desired in a good software requirement specification document? അപ്പൊ SRS ഡോക്യുമെന്റ് നമുക്കറിയാം. സോ ഈ SRS ഡോക്യുമെന്റിൽ ഡിസൈർഡ് അല്ലാത്തതായിട്ടുള്ളത് എന്താണെന്നാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. സോ ആദ്യത്തെ നോൺ ഫങ്ഷണൽ റിക്വയർമെന്റ്സ് SRS ഡോക്യുമെന്റ്സിൽ ആവശ്യമായിട്ടുള്ളതാണ്. സോ ദിസ് ഇസ് എ റിക്വയർഡ് ഫീൽഡ്. ദെൻ ഗോൾ ഓഫ് ഇംപ്ലിമെന്റേഷൻ, എന്താണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ ആ ഒരു ഗോള്, അതും നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് SRS ഡോക്യുമെന്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. ദെൻ ഫങ്ഷണൽ റിക്വയർമെന്റ്സ്, നോൺ ഫങ്ഷണൽ റിക്വയർമെന്റ്സിന്റെ ഒപ്പം തന്നെ ഫങ്ഷണൽ റിക്വയർമെന്റ്സും SRS ഡോക്യുമെന്റിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ദെൻ ഓപ്ഷൻ ഡി നോക്കാം, അൽഗോരിതം ഫോർ സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റേഷൻ. സോ ഇതിന്റെ ലോജിക്, അതായത് എങ്ങനെയാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, അതിന്റെ അൽഗോരിതം, ആ ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ ആ ഒരു ഡോക്യുമെന്റിൽ വേണ്ട. ദാറ്റ് ഈസ് SRS എന്ന് പറഞ്ഞാൽ എന്താണ്, സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ ആണ്. നമ്മൾ ഈ സോഫ്റ്റ്വെയറിനെ പറ്റി എന്താണ് അതിന്റെ ഗോള്, എന്തൊക്കെയാണ് അതിന്റെ റിക്വയർമെന്റ്സ്, അത് സ്പെസിഫൈ ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ് SRS. അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, അതിന്റെ ലോജിക് ഒന്നും നമ്മളിവിടെ സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമില്ല. സോ ഓപ്ഷൻ ഡി, അൽഗോരിതം ഫോർ സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റേഷൻ, ഈ ഒരു കാര്യം നമ്മൾ ബേസിക്കലി ഈ SRS ഡോക്യുമെന്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട. ഓക്കെ, സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൊക്കോമോ സ്റ്റാൻഡ്സ് ഫോർ, കൊക്കോമോന്റെ എക്സ്പാൻഷൻ എന്താണ്, കൺസ്ട്രക്റ്റീവ് കോസ്റ്റ് മോഡൽ. അതാണ് കൊക്കോമോന്റെ ആൻസർ, എക്സ്പാൻഷൻ. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ലൈൻ ഓഫ് കോഡ് LOC of a product comes under which type of measure? Option A, direct measure. Option B, coding. Option C, indirect measure. Option D, none of the above. ലൈൻ ഓഫ് കോഡ് LOC എന്ന് പറയുന്നത്, ഒരു പ്രൊഡക്റ്റിന്റെ ലൈൻ ഓഫ് കോഡ് എന്ന് പറയുന്നത് ഡയറക്ട് മെഷറിന്റെ കീഴിൽ വരുന്നതാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ഡയറക്ട് മെഷർ. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ. Which of the following is not one of the principles of agile software development method? Agile software development മെത്തേഡിന്റെ പ്രിൻസിപ്പിൾ അല്ലാത്തത് ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ്. ഓപ്ഷൻ എ, കസ്റ്റമർ ഇൻവോൾവ്മെന്റ്. ഓപ്ഷൻ ബി, എംപ്രൈസ് ചേഞ്ച്. ഓപ്ഷൻ സി, ഇൻക്രിമെന്റൽ ഡെലിവറി. ഓപ്ഷൻ ഡി, ഫോളോയിങ് ദ പ്ലാൻ. സോ ബേസിക്കലി കസ്റ്റമർ ഇൻവോൾവ്മെന്റ്, ചേഞ്ചസിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക, അതുപോലെ ഇൻക്രിമെന്റ് ഡെലിവറി, ഇതെല്ലാം തന്നെ അജൈൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് മെത്തേഡിന്റെ പ്രിൻസിപ്പിൾസ് ആണ്. പക്ഷെ ഒരു പ്ലാൻ ഫോളോ ചെയ്ത് വർക്ക് ചെയ്യുക, അത് അതിന്റെ പ്രിൻസിപ്പിൾ അല്ല. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. In RDBMS, second normal form deals with option A, functional dependencies, option C, transitive dependencies, option C, partial dependencies, option D, multi-value dependencies. So second normal form എന്താണ് ഡീൽ ചെയ്യുന്നത്? It deals with partial dependencies. Partial dependencies ആണ് 2NF ഡീൽ ചെയ്യുന്നത്. Transitive dependencies ആരാ ഡീൽ ചെയ്യുന്നത്? That deals with 3NF-മായി റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ട്രാൻസിറ്റീവ് ഡിപെൻഡൻസീസ് പറയുന്നത്. മൾട്ടി വാല്യൂ ഡിപെൻഡൻസീസ് നമ്മൾ പറയുന്നത് 4NF-മായി റിലേറ്റ് ചെയ്തിട്ടാണ് മൾട്ടി വാല്യൂ ഡിപെൻഡൻസി പറയുന്നത്. ഓക്കെ, സോ പാർഷ്യൽ ഡിപെൻഡൻസി 2NF-ന്റെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ടോപ്പിക് ആണ് പാർഷ്യൽ ഡിപെൻഡൻസി. ഓക്കെ,
So there should not be any partial dependency in 2NF. Okay. Next question. A relation RXY in a particular relational database has a redundant data due to inconsistent data entry and error. Due to this, several queries may fail to execute or generate incorrect answers. Despite these challenges, can any of the queries listed below execute without any error and without any redundant records? Okay. So ഇവിടെ നമ്മുടെ കയ്യിൽ ഒരു റിലേഷൻ ഉണ്ട്. സോ റിലേഷൻ ആർ എന്ന് പറഞ്ഞ റിലേഷൻ ഉണ്ട്. അതിനകത്ത് എക്സ് വൈ എന്ന് പറഞ്ഞ് രണ്ട് എൻട്രി ഉള്ള ഒരു ടേബിൾ ആണ്. സോ ഇതിനകത്ത് റിഡൻഡന്റ് ഡാറ്റ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ. സോ ഇവിടെ സപ്പോസ് 6 ഇവിടെ 4 2 എന്ന് പറഞ്ഞൊരു ഡാറ്റ ഉണ്ട്. അതുപോലെ തന്നെ അഗെയിൻ 4 2 റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ. സോ റിഡൻഡന്റ് ഡാറ്റാസ് ഉണ്ട്. സോ ഇങ്ങനത്തെ ഒരു കേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ താഴെ തന്നിരിക്കുന്ന ക്വറീസിൽ ഏതെങ്കിലും ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ റിഡൻഡന്റ് ഡാറ്റ ഉണ്ടെങ്കിൽ പോലും എറേഴ്സ് ഒന്നും ഇല്ലാതെ റിഡൻഡന്റ് റെക്കോർഡ്സ് ഒന്നും ഇല്ലാതെ ഈ ഒരു ക്വറി നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ. ക്യാൻ എനി ഓഫ് ദ ക്വറി ലിസ്റ്റഡ് ബിലോ എക്സിക്യൂട്ട് വിത്തൌട്ട് എനി എറർ ആൻഡ് വിത്തൌട്ട് എനി റിഡൻഡന്റ് റെക്കോർഡ്. ഓക്കെ. സോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഓപ്ഷൻ എ എന്തായാലും വരില്ല. എക്സ് ഈക്വൽ ടു 1 എന്നുള്ള കണ്ടീഷൻ ഇട്ട് നമുക്ക് നോക്കി ചെയ്താൽ പറ്റില്ല. ദെൻ ഇവിടെ ഈ ഓപ്ഷൻ ബി നിങ്ങൾ നോക്കുക. ഗ്രൂപ്പ് ബൈ സെലക്ട് എക്സ് വൈ ഫ്രം ആർ ഗ്രൂപ്പ് ബൈ എക്സ് കോമ വൈ. ഓക്കെ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു SQL ക്വറി നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റിഡൻഡന്റ് ഡാറ്റ ഒന്നും ഇല്ലാതെ എറേഴ്സ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ക്വറി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. സോ ഇവിടെ ഈ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്തപ്പോൾ കുറച്ച് പോർഷൻസ് മിസ്സായി പോയിട്ടുണ്ട്. സോ ക്വസ്റ്റ്യനിലെ കൺസെപ്റ്റ് ഞാൻ പറയാം. സോ ഇവിടെ രണ്ട് ട്രാൻസാക്ഷൻസ് ഉണ്ട്. T1 T2 എന്ന് പറഞ്ഞ രണ്ട് ട്രാൻസാക്ഷൻസ് ഉണ്ട്. സോ ഇത് കൺകറന്റ് ആയിട്ട് നടക്കുന്ന രണ്ട് ട്രാൻസാക്ഷൻസ് ആണ്. സോ ഇവിടെ എന്ത് ഒരു പ്രോബ്ലം സംഭവിച്ചിട്ട് ഈ ഒരു ഓപ്പറേഷൻ ഫെയിൽ ആയി. ഓക്കെ. സോ അങ്ങനെ ആവുന്ന സമയത്ത് ഈ രണ്ട് ട്രാൻസാക്ഷൻസിൽ ഏതൊക്കെ ട്രാൻസാക്ഷൻസിനെ റോൾ ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി, ഡാറ്റ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഏത് ട്രാൻസാക്ഷനെയാണ് റോൾ ബാക്ക് ചെയ്യേണ്ടത്, ഇതാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ. സോ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. T1 എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ റീഡ് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്തൊന്നും നമുക്ക് കൺസിസ്റ്റൻസിയിൽ പ്രശ്നം വരുന്നില്ല. റൈറ്റ് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്താണ് കൺസിസ്റ്റൻസിയിൽ പ്രശ്നം വരുന്നത്. ഓക്കെ. സോ റീഡ് ഓപ്പറേഷൻ നമുക്ക് വിടാം. റൈറ്റ് ഓപ്പറേഷനിൽ T1 T2 കോമൺ ആയിട്ട് നടക്കുന്ന റൈറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന റെക്കോർഡിലാണ്. ഓക്കെ. സോ ബിയുടെ അകത്ത് സപ്പോസ് T1 100 എന്നുള്ള വാല്യൂ ആണ് കൊടുത്തത്. ഓക്കെ. സോ അങ്ങനെ കൊടുത്ത് T1 ടെർമിനേറ്റ് ചെയ്തു. T1 എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്ത് T1 ടെർമിനേറ്റ് ചെയ്തു. T2 എക്സിക്യൂട്ട് ചെയ്യാണ്. T2 എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അഗെയിൻ ബിയുടെ അകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, വാല്യൂ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. സപ്പോസ് ബിയുടെ അകത്ത് T2 കൊടുക്കുന്ന വാല്യൂ സേ 400 ആണെന്ന് വിചാരിക്കാം. ഓക്കെ. സോ T2 കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ അബോർട്ട് ആയിപ്പോയി, എന്തെങ്കിലും ഫെയിൽ ആയിപ്പോയി, സിസ്റ്റം ഫെയിൽ ആയിപ്പോയി. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ T1 കൊടുത്ത T1 ശരിക്കും സക്സസ്ഫുൾ ആയിട്ട് നടന്നൊരു ട്രാൻസാക്ഷൻ ആണ്. T1 നടന്ന ഈ ഒരു അപ്ഡേഷൻ ബി ഈക്വൽ ടു 100 എന്ന് പറയുന്ന വാല്യൂ ഇപ്പൊ നമ്മുടെ കയ്യിൽ മിസ്സായി പോയി. ഓക്കെ. സോ ആ ഒരു വാല്യൂ മിസ്സായി പോയതോടുകൂടി ആ ഒരു കൺസിസ്റ്റൻസി പ്രോബ്ലം വന്നു. ഓക്കെ. സോ അത് നമുക്ക് ഓവർകം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, T2 മാത്രം റോൾ ബാക്ക് ചെയ്താൽ മതി. കാരണം T2 ഫംഗ്ഷനിങ് ആണ് T1 എഫക്ട് ചെയ്തത്. T1 ഒരിക്കലും T2 എഫക്ട് ചെയ്യുന്നില്ല. ഓക്കെ. സോ T1 ഫംഗ്ഷനെ T2 എഫക്ട് ചെയ്തുകൊണ്ട് T2 റോൾ ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ T1 നമുക്ക് സേഫ് ആയിട്ട് നിർത്താം. ആ ഒരു കൺസിസ്റ്റൻസി പ്രോബ്ലം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ. T1 ഒരിക്കലും T2 എഫക്ട് ചെയ്യുന്നില്ല. കാരണം T2 കഴിഞ്ഞതിന് ശേഷം ഇവിടെ T1 വേറൊരു റൈറ്റ് ഓപ്പറേഷൻ ഒന്നും നടക്കുന്നില്ല. ഓക്കെ. സോ അതുകൊണ്ട് T2 മാത്രം റോൾ ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കൺസിസ്റ്റൻസി പ്രോബ്ലം നമുക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. സോ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. For n given relations, number of alternative joint trees possible may be approximately option A order of n, order of n square, order of n log n, option D none of the above. So എന്താണ് ഈ ഓൾട്ടർനേറ്റീവ് ജോയിന്റ് ട്രീസ് എന്ന് ജസ്റ്റ് ഞാൻ പറയാം. സപ്പോസ് നമ്മുടെ കയ്യിൽ ഒരു റിലേഷൻ ഉണ്ട് R1, R1 നാച്ചുറൽ ജോയിൻ R2 ജോയിൻ R3 ജോയിൻ R4 എന്ന് പറഞ്ഞ ഒരു റിലേഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ. സോ ഇതിന്
പല രീതിയിൽ നമുക്ക് ഇതിന്റെ ഈ കോമ്പിനേഷൻ അല്ലെങ്കിൽ ഈ ജോയിൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യാം. അതായത് ആദ്യം R1ഉം R2ഉം നമ്മൾ ജോയിൻ പെർഫോം ചെയ്യാം. അതുപോലെ R3യും R4ഉം നമ്മൾ ജോയിൻ പെർഫോം ചെയ്ത് ഈ റിസൾട്ടുകൾ തമ്മിൽ നമുക്ക് ജോയിൻ പെർഫോം ചെയ്യാം. ഓക്കെ, ഇതല്ലാതെ മറ്റു ഓർഡറുകളിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പർട്ടിക്കുലർ ജോയിൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യാം. ഈ ഓർഡർ മാറുന്ന അനുസരിച്ച് റിസൾട്ട് മാറും. ഓക്കെ, സോ ഈ ഓരോ ഓർഡറിനും നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ജോയിൻ ട്രീ വരയ്ക്കാൻ പറ്റും. ഈ ഒരു ജോയിൻ ട്രീ എങ്ങനെ വരയ്ക്കാം? സോ ഫസ്റ്റ് ഈ ഒരു ജോയിൻ വരച്ചു, then ഇവിടെ ഒരു ജോയിൻ വരച്ചു, ഇവിടെ ഒരു ജോയിൻ വരച്ചു. ഓക്കെ, സോ ഈ ആദ്യത്തെ ജോയിനിൽ R1 R2 നമ്മൾ ജോയിൻ ചെയ്യുന്നു. ദെൻ അതിന്റെ റിസൾട്ട് അതുപോലെ നെക്സ്റ്റ് ജോയിനിൽ നമ്മൾ R3യും R4ഉം ജോയിൻ ചെയ്യുന്നു, R4ഉം ജോയിൻ ചെയ്യുന്നു. ഇവകളുടെ റിസൾട്ടുകൾ വെച്ച് നമ്മൾ ഫൈനലായിട്ട് ഒരു ജോയിൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നു. സോ അപ്പൊ ഞാൻ ഈ എഴുതിയിരിക്കുന്ന ഈ കോമ്പിനേഷന്റെ ജോയിൻ ട്രീ ആണ് നമ്മൾ വരച്ചിരിക്കുന്നത്. സോ ഇതുപോലെ ഒരുപാട് ജോയിൻ ട്രീസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിൽ n റിലേഷൻസ് ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഓൾട്ടർനേറ്റീവ് ജോയിൻ ട്രീസ് പോസിബിൾ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിന്റെ ആൻസർ വരുന്നത് ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. ഇതാണ് ഇതിന്റെ ആൻസർ, 1/n+1 1/n+1 2n ഇതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. സോ നിങ്ങളിത് സോൾവ് ചെയ്ത് വരുമ്പോൾ ദിസ് ആൻസർ വിൽ ബി എൻ എക്സ്പോണൻഷ്യൽ ആൻസർ. ഓക്കെ, സോ ഒരു എക്സ്പോണൻഷ്യൽ ആയിട്ടാണ് വരിക. സോ അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മുടെ കയ്യിലില്ല. സോ ഓപ്ഷൻ ഡി, നൺ ഓഫ് ദി എബവ് ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. Next question, the objective of normalization technique in DBMS is to option A to remove the functional dependency, option B to reduce the anomalies, option C to remove redundancy, option D reduce the number of resulting relation. So the answer വരുന്നത് remove redundancy. DBMS ന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ഒബ്ജക്റ്റീവ് ഓഫ് നോർമലൈസേഷൻ ടെക്നിക് ഇൻ DBMS നോർമലൈസേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ബേസിക്കലി റിഡൻഡൻസി റിമൂവ് ചെയ്യാനാണ്. അനോമലീസ് റിഡ്യൂസ് ചെയ്യുന്നുണ്ട്, നോർമലൈസേഷന്റെ ഭാഗമായിട്ട് അനോമലീസ് റിഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് നമ്മൾ പറയുമ്പോൾ ആൻസർ റിമൂവ് റിഡൻഡൻസീസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് നോർമലൈസേഷൻ ടെക്നിക് DBMSൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു PHP കോഡ് തന്നിരിക്കുകയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ x equal to 0, then function myTest, static y equal to $x, echo $y plus myTest. ഇതാണ് നമ്മുടെ കോഡ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ നോക്കുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്, എക്സിലേക്ക് നമ്മൾ 0 എന്നുള്ള വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ട്. സോ എക്സിലേക്ക് 0 എന്നുള്ള വാല്യൂ വന്നിട്ടുണ്ട്. നൗ ഇവിടെ വൈയിലേക്ക് നമ്മൾ എക്സിലെ വാല്യൂ അസൈൻ ചെയ്യാണ്. ഓക്കെ, വൈയിലേക്ക് എക്സിലെ വാല്യൂ അസൈൻ ചെയ്യാണ്. ഇവിടെയാണ് പ്രോബ്ലം സംഭവിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നോക്കുക, ഇവിടെ y എന്ന് പറയുന്നത് എന്ത് മെമ്പർ ആണ്? ദാറ്റ് ഇസ് എ സ്റ്റാറ്റിക് മെമ്പർ. ഓക്കെ, സോ ഒരു സ്റ്റാറ്റിക് മെമ്പറിലേക്ക് നമുക്ക് ഒരിക്കലും ഒരു വേരിയബിൾ ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റില്ല. സോ സ്റ്റാറ്റിക് വേരിയബിളിലേക്ക് എപ്പോഴും എന്താണ് കൊടുക്കാൻ പറ്റില്ല, ഒരു കോൺസ്റ്റന്റ് വാല്യൂ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. സോ കോൺസ്റ്റന്റ് വാല്യൂ ഇപ്പൊ നമുക്ക് വൈയിലേക്ക് നേരിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 0 എന്നുള്ള വാല്യൂ അസൈൻ ചെയ്യാം. അല്ലെങ്കിൽ ഡിഫൈൻ യൂസ് ചെയ്ത് നമുക്കൊരു വേരിയബിളിൽ ഒരു വാല്യൂ അസൈൻ ചെയ്ത്, ഒരു കോൺസ്റ്റന്റ് വാല്യൂ അസൈൻ ചെയ്ത് ആ വേരിയബിളിൽ നമുക്ക് ഇവിടെ വേണമെങ്കിൽ പാസ് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂസ് മാത്രമേ ഒരു സ്റ്റാറ്റിക് വേരിയബിളിനകത്ത് PHPയിൽ കൊടുക്കാൻ പറ്റുള്ളൂ. സോ ഈ ഒരു അസൈൻമെന്റ് എന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ആൻസർ വരും, ഇവിടെ ഒരു എറർ ആണ് ജനറേറ്റ് ചെയ്യുക. സോ നെക്സ്റ്റ് കോഡ് നോക്കാം. ഇവിടെ ഒരു സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ആണ് തന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു അറേ ക്രിയേറ്റ് ചെയ്തു. സോ എക്സിന്റെ 0th ലൊക്കേഷനിലേക്ക് കേരള എന്നുള്ള വാല്യൂ അസൈൻ ചെയ്തു, 1 ലൊക്കേഷനിലേക്ക് സ്റ്റേറ്റ് അസൈൻ ചെയ്തു, x(2) ഇന്ത്യ, ഇങ്ങനെ 3 വാല്യൂ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ദെൻ ഇവിടെ നമ്മളൊരു റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാണ്, x(0, 1, 2). ഓക്കെ, ഈ ഒരു ഓപ്പറേഷൻ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇതൊരു വാലിഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നോക്കണം. സോ ദിസ് ഇസ് എ വാലിഡ് സ്റ്റേറ്റ്മെന്റ്. സോ ഇവിടെ എന്താ സംഭവിക്കാം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ആദ്യം x(0, x(1, x(2) അല്ല, എങ്ങനെയാണ് x(0, 1, 2). സോ ബേസിക്കലി ഈ 0th ലൊക്കേഷനിലുള്ള വാല്യൂനെ നെക്സ്റ്റ് 1 എന്ന് എഴുതിയതുകൊണ്ട് 1ലെ ലൊക്കേഷനിലെ വാല്യൂ റീപ്ലേസ് ചെയ്യും. ഓക്കെ, അതിനുശേഷം റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ നടക്കുന്ന കാര്യമാണ് പറയുന്നത്. ഓക്കെ, 0th ലൊക്കേഷനിലെ കാര്യത്തിന് ആദ്യം 1ലെ ലൊക്കേഷനിലെ ആള് റീപ്ലേസ് ചെയ്യും. അത് കഴിഞ്ഞ് 1, 2 എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോ 2 ലൊക്കേഷനിലുള്ള ആൾ എന്ത് ചെയ്യും,
ഈ 1 ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന കണ്ടന്റിനെ എന്ത് ചെയ്യും 2 ലൊക്കേഷനിലാണ് റീപ്ലേസ് ചെയ്യും. ഓക്കെ, സോ ആദ്യം നമ്മുടെ കയ്യിൽ x(0) എന്ന് മാത്രം കൊടുത്തിരുന്നെങ്കിൽ കേരള എന്ന് മാത്രം പ്രിന്റ് ചെയ്തേനെ. പക്ഷെ (1) എന്ന് കൊടുത്തോണ്ട് ആ കേരള എന്നുള്ള കണ്ടന്റ് എന്തായിട്ട് റീപ്ലേസ് ചെയ്തു? സ്റ്റേറ്റ് വെച്ച് റീപ്ലേസ് ചെയ്തു. അതിനുശേഷം (2) കൊടുത്തോണ്ട് ഈ സ്റ്റേറ്റ് എന്നുള്ള കണ്ടന്റിനെയും എന്തായിട്ട് മാറ്റി? ഇന്ത്യ എന്നുള്ളതാക്കിയിട്ട് റീപ്ലേസ് ചെയ്യും. മനസ്സിലായോ? സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇൻഡെക്സിൽ എന്താണോ വാല്യൂ, ഓക്കെ, ഇപ്പൊ ഇവിടുത്തെ ലാസ്റ്റ് ഇൻഡെക്സ് വാല്യൂ എത്രയാണ്? 2 അല്ലെ? സോ ഈ ലാസ്റ്റ് ഇൻഡെക്സ് വാല്യൂ എത്രയാണോ ആ കണ്ടന്റ് ആയിരിക്കും പ്രിന്റ് ചെയ്ത് വരിക. സോ ഇവിടെ പ്രിന്റ് ചെയ്ത് വരിക ആൻസർ ഇന്ത്യ എന്നാണ്. സോ ഇതേ സാധനം ഞാൻ ഓർഡർ മാറ്റി കൊടുക്കുകയാണ്. ഇപ്പൊ document dot write of സപ്പോസ് 1,2,0 എന്നാണ് ഞാൻ കൊടുത്തിരുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, x(1,2,0) എന്നാണെങ്കിൽ ലാസ്റ്റ് ലൊക്കേഷനിലെ വാല്യൂ എത്രയാണ്? 0. സോ 0-നകത്തെ കണ്ടന്റ് എന്താണ്? കേരള. സോ കേരള ആയതിനെ നമ്മുടെ ഔട്ട്പുട്ട്. ഓക്കെ, സോ ഈ ലാസ്റ്റ് ഇൻഡെക്സ് വാല്യൂ നോക്കുക, അതിനകത്ത് വാല്യൂ എന്താണോ അതായിരിക്കും എല്ലാം റീപ്ലേസ് ചെയ്ത് അവസാനമായിട്ട് വരിക. സോ ഫൈനൽ ആൻസർ കേരള എന്നായിരിക്കും പ്രിന്റ് ചെയ്ത് വന്നേനെ. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇവിടെ ലാസ്റ്റ് ഇൻഡെക്സ് വാല്യൂ 2 ആണ്. സോ ഇൻഡെക്സ് വാല്യൂ x(2)-നകത്തുള്ള വാല്യൂ ആയിരിക്കും ഫൈനൽ ഔട്ട്പുട്ട് ആയിട്ട് വരിക. സോ ആൻസർ വിൽ ബി ഇന്ത്യ ഹിയർ. ഓക്കെ, next question. A scripting language is option A, assembly level programming language, option B, machine level programming language, option C, non-compiled language, option D, high level programming language. ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്തായാലും ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും തെറ്റാണ്. ഓക്കെ, ഒരു അസംബ്ലി ലാംഗ്വേജ് അല്ല അതൊരു മെഷീൻ ലെവൽ ലാംഗ്വേജ് അല്ല. സോ ഈ 2 ഓപ്ഷനും തെറ്റാണ്. ഇനി ഈ താഴെയുള്ള 2 ഓപ്ഷൻസ് ആണ് നോക്കേണ്ടത്. നമുക്കറിയാം സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് എല്ലാം തന്നെ എന്താണ്? ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണെന്ന് നമുക്കറിയാം. ഇനി കമ്പൈൽഡ് ആണോ നോൺ കമ്പൈൽഡ് ആണോ എന്നാണ് അറിയേണ്ടത്. ഓക്കെ, സോ എല്ലാ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസും കമ്പൈൽഡ് അല്ല. ഓക്കെ, സോ ചിലത് കമ്പൈൽഡ് ആണ്, ചിലത് നോൺ കമ്പൈൽഡ് ആണ്. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം ക്ലയന്റ് സൈഡഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസും ഉണ്ട്, സെർവർ സൈഡഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസും ഉണ്ട്. സോ ബേസിക്കലി സെർവർ സൈഡഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് എന്ന് പറയുന്നത് Node.js പോലെയുള്ളതൊക്കെ കമ്പൈൽഡ് ലാംഗ്വേജസ് ആണ്. ഓക്കെ, കമ്പൈൽ ചെയ്യേണ്ട ലാംഗ്വേജസ് ആണ്. പക്ഷേ ക്ലയന്റ് സൈഡഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്, അതായത് ജാവ സ്ക്രിപ്റ്റ്, അതൊന്നും കമ്പൈൽ ചെയ്യേണ്ട ആവശ്യമില്ല. ദേ ആർ നോൺ കമ്പൈൽഡ് ലാംഗ്വേജസ്. ഓക്കെ, സോ ഇവിടെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് അങ്ങനെ 2 കാറ്റഗറി ഉള്ളതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല എല്ലാ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസും നോൺ കമ്പൈൽഡ് ആണെന്ന് പറയാൻ പറ്റില്ല. ദർ ആർ കമ്പൈൽഡ് ലാംഗ്വേജസ് ഓൾസോ. ഓക്കെ, സോ ഇവിടെ എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഓൾ ആർ ഹൈ ലെവൽ ലാംഗ്വേജ്. ഓക്കെ, സോ നമുക്ക് ജനറൽ ആയിട്ട് പറയുമ്പോൾ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് ഓപ്ഷൻ എടുക്കാം. ഓക്കെ, സോ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ ഹിയർ. Which of the following is used for terminate script execution in PHP? PHPയുടെ ഒരു സ്ക്രിപ്റ്റ് എക്സിക്യൂഷൻ ടെർമിനേറ്റ് ചെയ്യിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ബ്രേക്ക്, ഓപ്ഷൻ ബി ക്വിറ്റ്, ഓപ്ഷൻ സി ഡൈ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബവ്. ഓക്കെ, സോ ഇതിൽ ബ്രേക്കും ക്വിറ്റും അല്ല, ഡൈ എന്ന് പറയുന്ന മെത്തേഡ് ആണ് ബേസിക്കലി ഒരു സ്ക്രിപ്റ്റിന്റെ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യാൻ, ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് PHPയിൽ യൂസ് ചെയ്യുന്നത്. ഡൈ ആണ് ഇവിടുത്തെ ആൻസർ. Next question. A MySQL customer table with some null value in a particular column for some of the record, that is optional data customers left blank while filling the web form, is given. You are asked to replace only null value entries with a term NA not applicable. What a command can be used to do this? Okay, ഒരു ടേബിൾ തന്നിട്ടുണ്ട്, അതിനകത്ത് ചില ഫീൽഡ് ചില ഫീൽഡ് ബ്ലാങ്ക് ആയിട്ട് ഇട്ടിരിക്കുകയാണ്. ആ ബ്ലാങ്ക് ആയിട്ട് ഇട്ടിരിക്കുന്ന ഫീൽഡുകൾ നമുക്ക് എന്ത് ചെയ്യണം? N(A) നോട്ട് അപ്ലിക്കബിൾ എന്നുള്ള അതിന്റെ ഷോർട്ട് ഫോം, അത് വെച്ച് റീപ്ലേസ് ചെയ്യണം. സോ ഇതിനു വേണ്ടി നമ്മൾ ഏത് കമാൻഡ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അപ്ഡേറ്റ്, ഇൻസേർട്ട്, റീപ്ലേസ്, നൺ ഓഫ് ദി അബവ്. സോ എന്താണ് ആൻസർ വരുന്നത്? ആൻസർ വിൽ ബി അപ്ഡേറ്റ്. ഓക്കെ, അപ്ഡേറ്റ് എന്നുള്ള കമാൻഡ് ആണ് യൂസ് ചെയ്യുക. കണ്ടന്റ് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ഡേറ്റ് എന്നുള്ളതാണ് നമ്മൾ യൂസ് ചെയ്യുക. സോ അപ്ഡേറ്റ് ആണ് ഇവിടെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ് ടു ഡിലീറ്റ് an entire MySQL database? ഒരു entire MySQL ഡാറ്റാബേസിനെ ഡിലീറ്റ് ചെയ്യാൻ നമ്മൾ ഏത് കമാൻഡ് ആണ് യൂസ് ചെയ്യുക? ഡ്രോപ്പ് ആണെന്ന് നമുക്കറിയാം. പക്ഷെ ഡ്രോപ്പിന്റെ സിന്റാക്സ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാം ഡ്രോപ്പ് entire DB, ഡ്രോപ്പ് DB, ഡ്രോപ്പ് DBase, ഡ്രോപ്പ് ഡാറ്റാബേസ്, ഇങ്ങനെ ഇത്രയും ഓപ്ഷൻ തന്നിട്ടുണ്ട്. സോ ഇതെന്താണ് ഇതിന്റെ കറക്റ്റ് സിന്റാക്സ്? സോ കറക്റ്റ് സിന്റാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോപ്പ്
Okay, so drop, correct syntax idana, drop database, then database in the name. Okay, database, then database in the name എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്. Okay, so ഇതാണ് ഇതിന്റെ കറക്റ്റ് സിന്താക്സ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. ഡ്രോപ്പ് ഡാറ്റാബേസ്, ഡാറ്റാബേസ് നെയിം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു PHP കോഡാണ്. സോ ഹിയർ എക്സിലേക്ക് നമ്മൾ 10 എന്നുള്ളൊരു വാല്യൂ അസൈൻ ചെയ്തു. ദെൻ വൈയിലേക്ക് എന്താണ് അസൈൻ ചെയ്യുന്നത്? വൈയിലേക്ക് നമ്മൾ എക്സിന്റെ അഡ്രസ് ആണ് അസൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ എക്സ് നമ്മൾ ഇവിടെ ടെക്സ്റ്റിൽ 10 എന്നുള്ള വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് എക്സ് ആണ്. സോ ഈ എക്സിന്റെ അഡ്രസ് ആണ് വൈയിലേക്ക് അസൈൻ ചെയ്യുന്നത്. സോ വൈയും എന്തിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്? ഈ എക്സിലേക്ക്, ഈ എക്സിന്റെ മെമ്മറി ലൊക്കേഷനിലേക്ക് തന്നെയാണ് വൈയും പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദെൻ എക്സ് ഇൻക്രിമെന്റ് ചെയ്യാണ്, വൈ ഇൻക്രിമെന്റ് ചെയ്യാണ്. സോ ഈ രണ്ട് ഇൻക്രിമെന്റ് ഓപ്പറേഷനും ഒരേ ലൊക്കേഷനിലാണ് സംഭവിക്കുന്നത്. സോ ഫസ്റ്റ് ഇൻക്രിമെന്റിൽ എന്ത് സംഭവിക്കും? 11 ആവും ഇതിലെ വാല്യൂ. സെക്കൻഡ് വൈയുടെ ഇൻക്രിമെന്റേഷനും കൂടെ നടക്കുമ്പോൾ ഒരു അപ്ഡേഷനും കൂടെ നടന്ന് 12 ആയിരിക്കും ഇതിലെ വാല്യൂ. ഓക്കെ, ദെൻ അതിനുശേഷം എക്സിലെ വാല്യൂ ദെൻ വൈയിലെ വാല്യൂ പ്രിന്റ് ചെയ്യണം. അപ്പൊ ഡോട്ട് ഓപ്പറേഷൻ എന്ന് വെച്ചാൽ ഒരു കൺകാറ്റിനേഷൻ പെർഫോം ചെയ്യാനാണ്. സോ എക്സിന്റെ വാല്യൂ പ്രിന്റ് ചെയ്ത് അതിന്റെ ഒപ്പം തന്നെ കൺകാറ്റിനേഡ് ആയിട്ട് വൈയിലെ വാല്യൂ പ്രിന്റ് ചെയ്യും. സോ രണ്ടിന്റെ വാല്യൂ എന്താണ്? 12 ആണ്. കാരണം രണ്ടും പോയിന്റ് ചെയ്യുന്നത് ഒരേ മെമ്മറി ലൊക്കേഷനിലാണ്. സോ ഈ രണ്ട് ഇൻക്രിമെന്റ് ഓപ്പറേഷൻ നടക്കുന്നത് ഒരേ മെമ്മറി ലൊക്കേഷനിലാണ്. സോ ആൻസർ എന്തായിരിക്കും? 12 ആയിരിക്കും അവസാനം വരുന്ന ഔട്ട്പുട്ട്. Next question, what MySQL type can be used to store a list of permitted values for a variable during table creation time? ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് സെറ്റ് ഓഫ് ഒരു സ്റ്റോർ ലിസ്റ്റ് ഓഫ് പെർമിറ്റഡ് വാല്യൂസ് ഫോർ എ വേരിയബിൾ. ഓക്കെ, അങ്ങനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് MySQL കമാൻഡ് ആണ് യൂസ് ചെയ്യാൻ പറ്റുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ടെക്സ്റ്റ്, ഓപ്ഷൻ സി സെറ്റ്, ഓപ്ഷൻ സി varchar, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബവ്. സോ ഇതിന് ആൻസർ വരുന്നത് സെറ്റ് ആണ്. ഓക്കെ, സെറ്റ് എന്നുള്ള ടൈപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലിസ്റ്റ് ഓഫ് പെർമിറ്റഡ് വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ യൂസ് ചെയ്യാവുന്ന മറ്റൊരു ഓപ്ഷനാണ് എനം. ഓക്കെ, എനം യൂസ് ചെയ്തിട്ടും ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? പെർമിറ്റഡ് വാല്യൂസിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. സോ സെറ്റും എനോ ആണ് ഇതുപോലെ യൂസ് ചെയ്യുന്നത്. സോ തന്നിരിക്കുന്ന ഓപ്ഷനിൽ സെറ്റ് മാത്രമേ ഉള്ളൂ. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, how does the identity operator equal to, that is triple equal to, compares two values? Okay, option A returns true only if both are of same type and value. Option B performs a lexical comparison if the two values are string. Option C convert them into a common compatible data type and then compare resulting values. Option D convert both values to strings and compare them. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് രണ്ട് ജാവാസ്ക്രിപ്റ്റിനകത്ത് രണ്ട് ഓപ്പറേറ്റേഴ്സ് ആണ് കമ്പാരിസന് വേണ്ടിയിട്ടുള്ളത്, ഡബിൾ ഈക്വൽ ടു, ട്രിപ്പിൾ ഈക്വൽ ടു. ഓക്കെ, സോ ഡബിൾ ഈക്വൽ ടു ആണെങ്കിൽ ജസ്റ്റ് വാല്യൂസ് മാത്രമേ കമ്പയർ ചെയ്യുള്ളൂ. ഓക്കെ, സോ രണ്ട് വാല്യൂസ് സെയിം ആണോ എന്ന് മാത്രമേ നമ്മൾ നോക്കുള്ളൂ. ട്രിപ്പിൾ ഈക്വൽ ടു ആണെങ്കിൽ ഡാറ്റ ടൈപ്പും സെയിം ആണോ എന്ന് നോക്കും. ഓക്കെ, സോ രണ്ട് വേരിയബിൾസ് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ആ രണ്ട് വേരിയബിൾസിന്റെയും ഡാറ്റ ടൈപ്പും സെയിം ആണോ, വാല്യൂം സെയിം ആണോ, ഇത് രണ്ടും ചെക്ക് ചെയ്യും. ട്രിപ്പിൾ ഈക്വൽ ടുവിന്റെ കേസിൽ ഡബിൾ ഈക്വൽ ടു ആണെങ്കിൽ ജസ്റ്റ് വാല്യൂസ്, രണ്ട് വേരിയബിൾസിന്റെയും വാല്യൂസ് ഈക്വൽ ആണോ എന്ന് മാത്രമേ നമ്മൾ ചെക്ക് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ ഇവിടെ നമ്മളൊരു കൺവേർഷനോ ഒന്നും ചെയ്യുന്നില്ല. സോ ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും തെറ്റാണ്. ഇവിടെ നമ്മളൊരു കൺവേർഷൻ ഒന്നും ചെയ്യുന്നില്ല. അതുപോലെ ലെക്സിക്കൽ കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഡർ ആണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ ഓർഡർ ഒന്നും നമ്മൾ ഇവിടെ നോക്കുന്നില്ല. ജസ്റ്റ് എന്താ ചെയ്യുന്നത്? ടൈപ്പും സെയിം ടൈപ്പും അതുപോലെ സെയിം വാല്യൂ ആണോ എന്ന് മാത്രമേ ഇവിടെ ചെക്ക് ചെയ്യുന്നുള്ളൂ. സോ ഓപ്ഷൻ എ ആണ് ഇവിടത്തെ റൈറ്റ് ആൻസർ. In a select with group by clause, a where clause and a having clause, when are the where condition applied before having condition? Okay, so where condition, ഇപ്പൊ നമ്മുടെ ഒരു സെലക്ട് ഓപ്ഷൻ ആണ് പറയുന്നത്. അതിനകത്ത് ഒരു ഗ്രൂപ്പ് ബൈ ക്ലോസ് ഉണ്ട്, വേർ ക്ലോസ് ഉണ്ട്, ഹാവിംഗ് ക്ലോസ് ഉണ്ട്. സോ ഇതിൽ എപ്പോഴാണ് ഹാവിംഗ് കണ്ടീഷന് മുന്നേ നമ്മൾ വേർ കണ്ടീഷൻ അപ്ലൈ ചെയ്യാന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ഡിപ്പെൻഡ്സ് ഓൺ ദ സബ് ക്വറി സ്ട്രക്ചർ, ഓപ്ഷൻ ബി ഓൾവേസ്, ഓപ്ഷൻ സി നെവർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബവ്. സോ ബേസിക്കലി ഇതിന്റെ ആൻസർ വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബേസിക്കലി വേർ എന്ന് പറയുന്ന കണ്ടീഷൻ എപ്പോഴും ഹാവിംഗ് കണ്ടീഷന്റെ മുന്നേ ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, സോ ഓൾവേസ് ആണ് ഇതിന്റെ ആൻസർ.
സോ ഇതിന്റെ ഓർഡർ ഞാനൊന്ന് പറയാം. അതായത് ആദ്യം ഫ്രം വരും, അതിനുശേഷം വേർ വരും, അതിനുശേഷം ഗ്രൂപ്പ് ബൈ വരും. സോ സെലക്ട് ഓപ്ഷന്റെ കേസാണ് പറയുന്നത്. സോ ഫസ്റ്റ് ഫ്രം, ദെൻ വേർ വരും, അതിന് താഴെ ഗ്രൂപ്പ് ബൈ വരും, അതിനുശേഷം ഹാവിംഗ് വരും, അതിനുശേഷം സെലക്ട്, ദെൻ ഓർഡേർഡ് ബൈ, ദെൻ റിസൾട്ട്. ഇതാണ് ഇതിന്റെ ഓർഡർ. ഓക്കെ. സോ ഈ ഓൾവേസ് എന്ന് പറയുന്നത് എപ്പോഴും ഓൾവേസ് അല്ല, വേർ കണ്ടീഷൻ എപ്പോഴും ഹാവിംഗ് കണ്ടീഷന്റെ മുന്നേ വരേണ്ട ഒരു കാര്യമാണ്. ഓക്കെ. സോ ഓൾവേസ് ആണ് ഇവിടെ റൈറ്റ് ആൻസർ. ഡാഷ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എ മാജിക് മെത്തേഡ് ഇൻ PHP. PHPയിലെ മാജിക് മെത്തേഡിന്റെ എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് തന്നിരിക്കുന്നതില്. സോ മാജിക് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ മെത്തേഡ്സ് ആണ് PHPയിലെ. എല്ലാ മാജിക് മെത്തേഡ്സും ഒരു അണ്ടർസ്കോറിൽ നിന്നാണ് ബിഗിൻ ചെയ്യുക. സോ മാജിക് മെത്തേഡ്സിന്റെ ലിസ്റ്റ് ഞാൻ പറയാം. കൺസ്ട്രക്ട്, ഡിസ്ട്രക്ട്, കോൾ, സ്റ്റാറ്റിക്, അതുപോലെ സ്ലീപ്പ്, വേക്കപ്പ്, ടു സ്ട്രിംഗ്, അതുപോലെ ഗെറ്റ്, സെറ്റ്, ഇസെറ്റ്, അൺസെറ്റ്, ഇൻവോക്ക്, സെറ്റ് സ്റ്റേറ്റ്, ക്ലോൺ, അതുപോലെ ഡീബഗ് ഇൻഫോ. ഇത്രയൊക്കെയാണ് ബേസിക്കലി മാജിക് മെത്തേഡ്സ്, PHPയിലുള്ള മാജിക് മെത്തേഡ്സ്. ഓക്കെ. ഇപ്പൊ തന്നിരിക്കുന്നതിനകത്ത് ഏതൊക്കെയാണ്? ഇപ്പോ കമ്പൈൽ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു മാജിക് മെത്തേഡ് അല്ല. അണ്ടർസ്കോർ കമ്പൈൽ മാജിക് മെത്തേഡ് അല്ല. അണ്ടർസ്കോർ സ്ട്രിംഗ് എന്ന് പറയുന്നതും ഒരു മാജിക് മെത്തേഡ് അല്ല. വേക്കപ്പ്, അണ്ടർസ്കോർ വേക്കപ്പ് ഇസ് എ മാജിക് മെത്തേഡ്. ഓക്കെ. സോ ആ ലിസ്റ്റ് ഓഫ് മാജിക് മെത്തേഡ്സ് നിങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. അത് അത്ര അധികം ഒന്നുമില്ല, ലിമിറ്റഡ് നമ്പർ ഉള്ളൂ. സോ അണ്ടർസ്കോർ വേക്കപ്പ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ മാജിക് മെത്തേഡ് ആണ്. സോ ആൻസർ ഇസ് അണ്ടർസ്കോർ വേക്കപ്പ്. Using CSS, the background of a HTML page can be set to an image. ഏത് CSS കമാൻഡ് ആണ് യൂസ് ചെയ്യേണ്ടതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ബോഡി, ബാക്ക്ഗ്രൗണ്ട് കേർലി ബ്രാക്കറ്റിലെ ബാക്ക്ഗ്രൗണ്ട്, ഡബിൾ കോട്ട്സിൽ .gif, അത് കഴിഞ്ഞ് ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്തു. സോ ഈ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് നോക്കാം. ഓരോരോ ഓപ്ഷൻസ് ഉണ്ട്. സോ ബേസിക്കലി ഈ പറയുന്ന ഓപ്ഷൻസ് എല്ലാം തന്നെ തെറ്റാണ്. ഇതിന്റെ കറക്റ്റ് സിന്റാക്സ് എന്ന് പറയുന്നത് സോ ബോഡിയുടെ അകത്ത് ബാക്ക്ഗ്രൗണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഡോട്ട് ഇമേജ്, ദെൻ ഇവിടെ ഒരു കോളൻ ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഡോട്ട് ഇമേജ്, ദെൻ ഒരു കോളൻ. ഓക്കെ, ഒരു കോളൻ, അത് ഇമ്പോർട്ടന്റ് ആണ്. അതിനുശേഷം URL. ഓക്കെ, URL അത് കൊടുക്കണം. അതിനുശേഷം എന്താണോ നിങ്ങളുടെ ഇമേജിന്റെ പേര്. ഇപ്പൊ 1.gf ആണെങ്കിൽ 1.gif, ദെൻ ആ സിംഗിൾ കോട്ട്സ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ, ദെൻ ഈ ബോഡിയുടെ ബ്രേസസ് ക്ലോസ് ചെയ്യുക. സോ ഇതാണ് ഇതിന്റെ സിന്റാക്സ്. അതായത് ബാക്ക്ഗ്രൗണ്ട് ഡോട്ട് ഇമേജ്, ദെൻ ഒരു കോളൻ, ദെൻ URL, അതിനകത്ത് നിങ്ങൾ ആ ഇമേജിന്റെ നെയിം കൊടുക്കുക. ഓക്കെ, ഇതാണ് ഇതിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത്. കറക്റ്റ് സിന്റാക്സ് ഇതാണ്. ഓക്കെ. സോ അതൊന്നും ഇവിടെ മെൻഷൻഡ് അല്ല. സോ ഓപ്ഷൻ ഡി, നൺ ഓഫ് ദി എബവ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. സോ കണ്ടോ, എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് സിന്റാക്സ് ഇതാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ബിലോ സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഇൻ ദ കണ്ടെക്സ്റ്റ് ഓഫ് പ്രൈമറി കീ ആൻഡ് യൂണിക് കീ? അപ്പൊ നമുക്കറിയാം പ്രൈമറി കീ, സെറ്റ് ഓഫ് കീസ് നമുക്ക് ഫംഗ്ഷണൽ ഡിപെൻഡൻസീസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ഓഫ് കീസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കാൻഡിഡേറ്റ്സ് കീസ് നമ്മൾ കണ്ടുപിടിക്കും. ആ കാൻഡിഡേറ്റ് കീയിലെ ഒരു കീ ആയിരിക്കും പ്രൈമറി കീ, റിമൈനിങ് കീസ് ആണ് ഓൾട്ടർനേറ്റീവ് കീസ്. അപ്പൊ ഈ ഓൾട്ടർനേറ്റീവ് കീസിനെ തന്നെയാണ് നമ്മൾ യൂണിക് കീസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. സോ ഓൾട്ടർനേറ്റീവ് കീസ് തന്നെയാണ് യൂണിക് കീസ്. സോ ഈ പ്രൈമറി കീനെ പറ്റിയും യൂണിക് കീനെയും പറ്റിയും കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിരിക്കുന്നത്. യൂണിക് കീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് കീസ്. ഓക്കെ. സോ ഇവിടെ പറയുന്ന ഓപ്ഷൻ എ പറയുന്നത് ബോത്ത് ആർ സെയിം. ഓക്കെ, രണ്ടും സെയിം ആണെന്നാണ് പറയുന്നത്. അത് തെറ്റാണ്, രണ്ടും സെയിം അല്ല. 2, there is only one primary key and one unique key in a relation. സോ ഒരു പ്രൈമറി കീ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഒരു യൂണിക് കീ ഉണ്ടാവുള്ളൂ നമുക്ക് പറയാൻ പറ്റുമോ? അല്ല, ഓൾട്ടർനേറ്റീവ് കീസ് ഒരുപാട് എണ്ണം ഉണ്ടാവാം. ഓക്കെ, പ്രൈമറി കീ അല്ലാത്ത എല്ലാ കീസും ഓൾട്ടർനേറ്റീവ് കീസ് ആണ്. ഓക്കെ, സോ അതെല്ലാം തന്നെ യൂണിക് കീ ആണ്. ഓക്കെ, സോ ഒരു യൂണിക് കീ ആണുള്ളത് നമുക്ക് റിലേഷനിലുള്ളത് എന്ന് പറയാൻ പറ്റില്ല. സോ ഓപ്ഷൻ ബി തെറ്റാണ്. ദെൻ ഓപ്ഷൻ സി നോക്കാം. പ്രൈമറി കീ ഡസ് നോട്ട് അലൗ നൾ വാല്യൂസ്. ദാറ്റ് ഇസ് റൈറ്റ് അല്ലെ. പ്രൈമറി കീയുടെ അകത്ത് ഒരു ഫീൽഡിലും നൾ വാല്യൂ പോസിബിൾ അല്ല.
പക്ഷേ ഓൾട്ടർനേറ്റീവ് കേസിൽ നമുക്ക് നൾ വാല്യൂ അലൗ ചെയ്യും. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഒരു കോളത്തിൽ ഒരു സിംഗിൾ നൾ വാല്യൂ വരാൻ പാടുള്ളൂ, ഒന്നിൽ കൂടുതൽ വരാൻ പാടില്ല. ഓക്കെ, അങ്ങനെ ഒരു കണ്ടീഷനിൽ നൾ വാല്യൂ ബേസിക്കലി ഈ യുണീക് കീസ് അലൗ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ യുണീക് കീസ് നൾ വാല്യൂസ് അലൗ ചെയ്യുന്നുണ്ട്, പ്രൈമറി കീ നൾ വാല്യൂ അലൗ ചെയ്യുന്നില്ല. സോ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ റൈറ്റ് ഓപ്ഷൻ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് നോ സ്ക്രിപ്റ്റ് ടാഗ് ഇൻ ജാവാസ്ക്രിപ്റ്റ്? ജാവാസ്ക്രിപ്റ്റില് ഈ നോ സ്ക്രിപ്റ്റ് ടാഗ് എന്തിനു വേണ്ടിയാ യൂസ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. സോ ബേസിക്കലി ഒരു ബ്രൗസർ ജാവാസ്ക്രിപ്റ്റ് എനേബിൾഡ് ആണോ അല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ നോ സ്ക്രിപ്റ്റ് ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇത് എനേബിൾഡ് അല്ല എന്നുണ്ടെങ്കിൽ ഈ ടാഗിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന കണ്ടന്റ് എന്താണോ ആ ടെക്സ്റ്റ് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഓക്കെ, സോ അതാണ് ബേസിക്കലി ഈ നോ സ്ക്രിപ്റ്റ് ടാഗ് ചെയ്യുന്നത്. സോ എന്താണ് ഓപ്ഷൻ ബി, എൻക്ലോസ് ടെക്സ്റ്റ് ടു ബി ഡിസ്പ്ലേഡ് ബൈ നോ ജാവാസ്ക്രിപ്റ്റ് ബ്രൗസർ. അപ്പൊ ജാവാസ്ക്രിപ്റ്റ് എനേബിൾഡ് അല്ലാത്ത ബ്രൗസർ എന്ത് ചെയ്യും, ഈ നോ സ്ക്രിപ്റ്റ് ടാഗിനകത്ത് എന്താണോ എൻക്ലോസ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് അത് ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഹൗ ഇസ് ദ ഫോളോയിങ് ബൂളിയൻ എക്സ്പ്രഷൻ ഈസ് ഇന്റർപ്രറ്റഡ്? ഓക്കെ, സോ ബേസിക്കലി ഇവിടെ വാർ എക്സ് ഈക്വൽ ടു ന്യൂ ബൂളിയൻ ഓഫ് ബൂളിയൻ ഡബിൾ കോട്ട്സിൽ ഫോൾസ് എന്ന് കൊടുത്തിരിക്കുകയാണ്. ഇപ്പൊ ഇതൊരു ജാവ സ്ക്രിപ്റ്റ് എക്സ്പ്രഷൻ ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. സോ ഇത് നമുക്കറിയാം ജാവാ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. സോ അതിനകത്ത് പ്രീ ഡിഫൈൻഡ് ക്ലാസ്സസ് ഒക്കെ അവൈലബിൾ ആണ്. സോ ഈ ബൂളിയൻ എന്ന് പറയുന്നത് ഒരു പ്രീ ഡിഫൈൻഡ് ക്ലാസ് ആണ്. ഓക്കെ, സോ ആ ഒരു ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. എക്സ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, സോ ബേസിക്കലി ഈ എക്സ് എന്ന് പറയുന്ന ഒബ്ജക്റ്റില് നിങ്ങൾ ഇങ്ങനെ ഒരു റെപ്രസെന്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു എക്സ് എന്ന് പറയുന്ന വേരിയബിളിന് നമ്മളൊരു ഫോൾസ് എന്നുള്ള വാല്യൂ വരണം എന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കുന്ന ഈ നൊട്ടേഷൻ ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ഡബിൾ കോട്ട്സ് പാടില്ല. ഓക്കെ, അപ്പൊ വാർ എക്സ് ഈക്വൽ ടു ഈ സെയിം തന്നെ, ബാക്കി എല്ലാം സെയിം തന്നെ, ഈ ഫോൾസ് എന്നുള്ളത് ഡയറക്റ്റ് ഇങ്ങനെ തന്നെ കൊടുക്കണം. ഓക്കെ, ഡബിൾ കോട്ട്സ് എലിമിനേറ്റ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ എന്ത് വരുള്ളൂ, ഈ എക്സിലേക്ക് ഫോൾസ് എന്നുള്ള വാല്യൂ വരുള്ളൂ. അല്ലാതെ നിങ്ങൾ എന്ത് തന്നെ കൊടുത്താലും, ഓക്കെ, ഈ ഫോൾസ് എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യാതെ എന്ത് തന്നെ കൊടുത്താലും എക്സിൽ വരുന്ന വാല്യൂ ട്രൂ ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ ഡബിൾ കോട്ട്സിൽ ഫോൾസ് കൊടുത്താലും ഡബിൾ കോട്ട്സിൽ ട്രൂ കൊടുത്താലും അല്ലെങ്കിൽ വെറുതെ ട്രൂ കൊടുത്താലും ആൻസർ എന്താ വരിക, എക്സിന്റെ വാല്യൂ ട്രൂ എന്നായിരിക്കും ആൻസർ ആയിട്ട് വരിക. ഓക്കെ, സോ നമ്മൾ ഡബിൾ കോട്ട്സ് അല്ലാതെ ഫോൾസ് എന്ന് ഇങ്ങനെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മാത്രം എക്സിന്റെ വാല്യൂ എന്ത് വരും, ഫോൾസ് എന്ന് വരും. അല്ലാത്ത ഏതൊരു കേസിലും എക്സിന്റെ വാല്യൂ ട്രൂ ആയിരിക്കും. അപ്പൊ ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 എന്നുള്ള എക്സാമിൽ നമ്മൾ ഫേസ് ചെയ്തത്. സോ ഈ ക്വസ്റ്റ്യൻസിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കുറെ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.